മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 7-ാം തിരുവചനം, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കും നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും. കർത്താവേ, അങ്ങയുടെ വചനത്തിൽ വിശ്വസിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ സഹായിക്കണമേ, പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നയിക്കണമേ. രോഗത്താൽ ഞാൻ വലഞ്ഞിടുമ്പോൾ സൗഖ്യമായി നീ എന്നിൽ വരണേ. രോഗത്താൽ ഞാൻ വലഞ്ഞിടുമ്പോൾ സൗഖ്യമായി നീ എന്നിൽ വരണേ. രോഗികളെല്ലാവരും ചേർത്ത് പ്രാർത്ഥിക്കുക. ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. കാര്യങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തിപ്പിടിച്ച് നമ്മുടെ ജീവിതം എല്ലാ നിയോഗങ്ങളെയും കർത്താവിൻ്റെ കരുണയ്ക്ക് കൊടുത്ത് കർത്താവിൻ്റെ കരുണയുടെ എല്ലാത്തിനും അടിസ്ഥാനം ഏറ്റു പറഞ്ഞുകൊണ്ട് അവിടുന്ന് നമുക്ക് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, ഷെക്കേന ചാനലിലൂടെ ലോകത്തിൻ്റെ വ്യത്യസ്ത ദിക്കുകളായിരുന്ന് ഈ ശുശ്രൂഷ പങ്കെടുക്കുന്ന ഓരോ ദൈവമക്കും കൂടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കരുണയായിരിക്കണമേ, കരുണയായിരിക്കണമേ, ഹൃദയങ്ങളെ തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷയുടെ പരാജയം ആഗ്രഹിച്ച് നിലകൊള്ളുന്ന എല്ലാ അന്ധകാര ശക്തികളെയും ഈശോയുടെ നാമത്തെ ഞങ്ങൾ ബന്ധിക്കുന്നു, ഈശോയുടെ രക്തത്താൽ ഞങ്ങൾ ബന്ധിക്കുന്നു. തടസ്സങ്ങൾ വിട്ടുമാറിപ്പോട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. വചനം കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന അവിശ്വാസ ചിന്തകൾ, യുക്തിചിന്തകൾ, നിരീശ്വര ചിന്തകൾ, ദൈവിക ശ്രദ്ധയില്ലായ്മ ഈശോയുടെ നാമത്തെ നീങ്ങിപ്പോട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ രക്തത്താൽ ഞങ്ങളെ പൊതിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ സഹായിക്കണമേ, പരിശുദ്ധാത്മാവേ സഹായിക്കണമേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആവർത്തിച്ച് എല്ലാവരും പ്രാർത്ഥിക്കുന്നു. ആത്മാവാം ദൈവമേ, ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങളുടെ കുടുംബങ്ങളിൽ, ഞങ്ങളുടെ കൂട്ടായ്മകളിൽ, ഞങ്ങളുടെ ശുശ്രൂഷ മേഖലകളിൽ, ഞങ്ങളുടെ ദേശത്തിൻ്റെ മേൽ, രോഗത്താൽ ക്ലേശിക്കുന്നവരുടെ മേൽ, എല്ലാ വിദ്യാർത്ഥികളുടെ മേൽ, കുടുംബസ്ഥരുടെ മേൽ, യുവതി യുവാക്കളുടെ മേൽ, പ്രത്യേകിച്ച് ഈ നാളുകളിൽ ഞെരുക്കത്തിലൂടെ കടന്നു പോകുന്ന ഓരോരുത്തരുടെ മേൽ കർത്താവേ ആത്മാവിനെ അയക്കണമേ, ആത്മാവിനെ അയക്കണമേ. പരിശുദ്ധാത്മാവേ, 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 അവിടുന്ന് ഇന്ദ്രൻ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. പരിശുദ്ധ അമ്മേ, മാതാവേ, സകല വിശുദ്ധരെ, സ്വർഗവാസികളെ, ഈ ശുശ്രൂഷ പങ്കെടുത്ത് ഞങ്ങൾ ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കണമേ. ഹല്ലേലൂയ. ഈശോയെ നന്ദി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തൻ്റെ അതിരറ്റ സ്നേഹത്താൽ നമ്മളെ ഓരോരുത്തരെയും സൃഷ്ടിക്കുകയും അവിടുത്തെ അളവറ്റ കരുണയാൽ നിരന്തരം പരിപാലിക്കുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ ഒരിക്കലും വറ്റാത്ത കരുണയുടെയും സ്നേഹത്തിൻ്റെയും അടയാളങ്ങളാണല്ലോ നമ്മുടെ ഓരോരുത്തരെയും ജീവിതങ്ങൾ. നമ്മുടെ ജീവിതത്തിലെ കഴിഞ്ഞ കാലത്തെ നന്മകൾ നോക്കിയിട്ടാണെങ്കിൽ, പുണ്യപ്രവൃത്തികൾ നോക്കിയിട്ടാണെങ്കിൽ, നമ്മുടെ കഠിനാധ്വാനവും സൽകൃത്യങ്ങളും നോക്കിയിട്ടാണെങ്കിൽ നമുക്കറിയാം നമ്മുടെ ഓരോരുത്തരെയും ജീവിതം പണ്ട് തീരേണ്ടതാണ്, അവസാനിച്ച് പോകേണ്ടതാണ്. ഓരോ പ്രഭാതത്തിലും പുതിയ സ്നേഹത്താൽ, പുതിയ കരുണയാൽ കർത്താവ് നമ്മളെ പരിപാലിക്കുന്നു. വിലാപങ്ങളുടെ പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൽ 22-ാമത്തെ വാക്യത്തിൽ വചനപ്രകാരം പഠിപ്പിക്കുകയാണ്. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 22-ാമത്തെ വാക്യം, കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല, അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല. കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല, അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല. അടുത്ത വാക്യം വചനം പഠിപ്പിക്കുന്നു, ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്, ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്.
നവീകരണ ധ്യാനങ്ങൾ ആരംഭിച്ച കാലഘട്ടം മുതൽ നമ്മൾ കേൾക്കുന്നൊരു പാട്ടാണ് അസ്തമിക്കാത്ത സ്നേഹം എന്നുള്ള പാട്ട്. അത് ഈ വചനത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണല്ലോ. ഒരിക്കലും അസ്തമിക്കുന്നില്ല. മാനുഷിക ബന്ധങ്ങൾ കണ്ടീഷണലാണ്, അത് അസ്തമിക്കുന്നതാണ്. മക്കളെക്കുറിച്ച് മാതാപിതാക്കൾക്ക് ചില പ്രതീക്ഷകളുണ്ട്, ചില സ്വപ്നങ്ങളുണ്ട്. മാതാപിതാക്കളുടെ പ്രതീക്ഷയ്ക്ക് വിപരീതമായി മക്കൾ പ്രവർത്തിക്കുമ്പോൾ അതൊരു പക്ഷേ പഠന മേഖലയിൽ പരാജയപ്പെടുന്നതായിരിക്കാം. ജീവിതത്തിൽ ഈ മക്കളെയും കൊണ്ട് യാതൊരു ഉപയോഗവുമില്ലാത്ത രീതിയിൽ, സാമ്പത്തികമായി യാതൊരു സഹായം കിട്ടാത്ത രീതിയിൽ മക്കൾ ജോലിയൊന്നുമില്ലാതെ, വരുമാന മാർഗമില്ലാതെ മക്കളായി നടക്കുമ്പോഴായിരിക്കാം. ഒരുപക്ഷെ കുടുംബത്തിൻ്റെ സൽപ്പേര്, പ്രസ്ഥാനത്തിൻ്റെ സൽപ്പേര് ചില മക്കൾ നശിപ്പിക്കുമ്പോഴായിരിക്കാം. പല മാതാപിതാക്കളും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇങ്ങനെയൊരു മകൻ എനിക്കില്ല, ഇങ്ങനെയൊരു മകൾ എനിക്കില്ല. ചില കുടുംബങ്ങളിലെങ്കിലും മക്കൾ മാതാപിതാക്കളെ ധിക്കരിച്ച് ഇഷ്ടപ്പെട്ട ചെറുക്കൻ്റെ പിന്നാലെ ഇറങ്ങിപ്പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതുപോലത്തെ ഒരു മകളിനി എനിക്കില്ല. അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പെൺകൊച്ചുങ്ങളെ സ്നേഹിച്ച് മാതാപിതാക്കളെ അനുവാദം കൂടാതെ അവസാനം പിടിവാശി പിടിച്ച് കരഞ്ഞ് അവരെ ഭീഷണിപ്പെടുത്തി നിവൃത്തികേട് കൊണ്ട് കല്യാണം കഴിക്കുന്ന സ്ഥിതിയൊക്കെ വരുമ്പോൾ പല മാതാപിതാക്കളും പറഞ്ഞിട്ടുണ്ട്, എനിക്കിനി ഇങ്ങനൊരു മകനില്ല, അവൻ മരിച്ചു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ശുശ്രൂഷ മേഖലയിലും പല പ്രവർത്തന മണ്ഡലങ്ങളിലും ഒരുമിച്ച് അധ്വാനിച്ച് നടന്നിരുന്ന പലരും പ്രതീക്ഷകൾക്ക് വിപരീതമായി മുറിവേൽപ്പിക്കുന്ന അനുഭവങ്ങളിലൂടെ കടന്നു പോയപ്പോൾ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇനി അങ്ങനെ ഒരു ബന്ധമില്ല, അത് ഞാൻ മറന്നു, അത് ഞാൻ ഓർക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇത് പ്രിയപ്പെട്ടവരെ മാനുഷിക ബന്ധങ്ങളുടെ തലത്തിലുള്ള ഒരു പ്രത്യേകതയാണ്. അതെപ്പോഴും ഉപാധികൾ വെച്ചിട്ടുള്ളതാണ്. എന്നെ സ്നേഹിക്കുന്നവരാണെങ്കിൽ, എനിക്ക് ഉപകാരമുണ്ടെങ്കിൽ ആ വ്യക്തികളോട് എനിക്ക് ഫ്രണ്ട്ഷിപ്പുണ്ട്, ആ വ്യക്തികളോട് എനിക്ക് സ്നേഹമുണ്ട്, ആ വ്യക്തികളോട് ഞാൻ കുറേയും കൂടി നന്നായി ഇടപെടും. എനിക്ക് ഉപകാരമില്ലെങ്കിൽ, എനിക്ക് ഇതുകൊണ്ട് യാതൊരു മെച്ചമില്ലെങ്കിൽ പിന്നെ അത് സാവകാശം ഒഴിവാക്കും. ഒരുപക്ഷെ നമ്മുടെ നാട്ടിലൊക്കെ ഈ നാളുകളിൽ പ്രായമായ മാതാപിതാക്കളെ ഓൾഡ് ഏജ് ഹോമുകളിലാക്കുകയും അവരെ ശ്രദ്ധിക്കാൻ ആളില്ലാതാവുകയും പ്രായമായി രോഗക്കിടക്കയിലായിരിക്കുന്ന മാതാപിതാക്കൾ ഭാരമായി തീരുകയും ചെയ്യുന്ന, അങ്ങനെ കരുതുന്ന ചില വീടുകളിലൊക്കെ ഇത് വളരെ പ്രകടമായി പുറത്തു വരികയാണ്. എൻ്റെ അപ്പനെയും കൊണ്ട് എനിക്ക് ഗുണമുണ്ടായിരുന്നു, എൻ്റെ അമ്മയും കൊണ്ട് എനിക്ക് ഗുണമുണ്ടായിരുന്നു, ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഞാൻ അവരെ സ്നേഹിച്ചു. ഇന്ന് അവരെയും കൊണ്ട് എനിക്ക് യാതൊരു ഗുണവുമില്ല, ഇന്ന് അവരെയും കൊണ്ട് എനിക്ക് കാര്യമായിട്ട് ഉപയോഗമൊന്നുമില്ല. അങ്ങനത്തെ ചിന്തയുള്ള കുടുംബങ്ങളിൽ കാര്യമായ സ്നേഹമൊന്നുമില്ല. അച്ചോർക്കെയാണ്. ഒരിക്കൽ ഒരു ഭവനത്തിൽ സന്ദർശിക്കാൻ വേണ്ടി ചെന്നപ്പോൾ ഒരു പ്രായമായ അമ്മച്ചി, കിടപ്പ് രോഗിയൊന്നുമല്ല, എങ്കിലും കുറേ നാളായി ഇങ്ങനെ ഇരിപ്പായിട്ട് വീട്ടിൽ വലിയ വലിയ അനുഗ്രഹമൊന്നും പ്രവൃത്തി തലത്തിലില്ല. ഈ അമ്മച്ചി ഇവിടെ ഇരിക്കും, പക്ഷെ അമ്മച്ചി ഒത്തിരി ജപമാല ചെല്ലും, ഒത്തിരി പ്രാർത്ഥിക്കുന്ന അമ്മച്ചിയാണ്. പക്ഷേ ഈ അമ്മച്ചി പ്രാർത്ഥിക്കുന്നതിൻ്റെ മൂല്യം മനസ്സിലാക്കാനും മാത്രമൊന്നും ആ കുടുംബാംഗങ്ങൾ പലപ്പോഴും പറ്റിയിട്ടില്ല. ഒരിക്കലും ഈ അമ്മച്ചി സങ്കടത്തോടെ പറഞ്ഞു, അച്ഛാ, ഒരിക്കൽ എൻ്റെ ഒരാൾ പറഞ്ഞു, എത്രയോ വീട്ടിൽ എത്രയോ പേര് മരിച്ചു പോകുന്നു, ഇവിടെ മാത്രം ഒരു മരണവും ഇല്ല. ഒരമ്മ വയ്യാണ്ടായി വീട്ടിലായി കഴിഞ്ഞപ്പോൾ ഈ അമ്മയെക്കുറിച്ച് ചില മക്കൾ പറഞ്ഞ വാക്കാണ്, എത്രയോ വീടുകളിൽ ആളുകൾ മരിക്കുന്നു, ഇവിടെ മാത്രം ഒരു മരണവും ഇല്ല. ഇത് കേട്ട ഈ അമ്മച്ചി പിന്നീട് സങ്കടം പറഞ്ഞത് അച്ഛൻ ഓർക്കുകയാണ്. ഈ അമ്മയുടെ ജീവിതം മുഴുവൻ മക്കൾക്ക് വേണ്ടിയുള്ളതായിരുന്നു. മക്കൾക്ക് വേണ്ടി മാറ്റിവെച്ച്, മക്കൾക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്ത് എല്ലുകൾക്ക് തേയ്മാനം വന്ന്, മക്കൾക്ക് വേണ്ടി അധ്വാനിച്ച് കൂനി പിടിച്ച്, മക്കൾക്ക് വേണ്ടി അധ്വാനിച്ച് സ്വന്തം ശരീരം മറന്ന്, സ്വന്തം ജീവിതത്തിൻ്റെ നന്മകളൊക്കെ മറന്ന് മക്കൾക്ക് വേണ്ടി ബലിയായി തീർന്ന ജീവിതമായിരുന്നു. എന്നിട്ടും വയസ്സായപ്പോൾ മക്കൾ പറഞ്ഞു, എത്രയോ വീടുകളിൽ മരണമുണ്ട്, ഈ വീട്ടിൽ മാത്രം മരണമില്ല. പ്രിയപ്പെട്ടവരെ, ഇത് മാനുഷികമായ സ്നേഹത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതെപ്പോഴും ഉപാധികൾ വെച്ചിട്ടുള്ളതാണ്. ഇത് മക്കൾക്ക് മാതാപിതാക്കളുള്ള സ്നേഹം മാത്രമല്ല, ഒരുപക്ഷെ ഈ നാളുകളിൽ ചോരക്കുഞ്ഞുങ്ങളെ ഉപേക്ഷിക്കുന്ന സംഭവങ്ങളും
അബോർഷൻ വഴി കുഞ്ഞുങ്ങളെ കൊന്നുകളയുന്ന മാതാപിതാക്കളുടെ അനുഭവങ്ങളൊക്കെ എത്രയോ. കഴിഞ്ഞ ഒരു വർഷം തന്നെ 4.25 കോടിയോളം കുഞ്ഞുങ്ങളെ അബോർഷൻ വഴി കൊന്നുകളഞ്ഞു എന്നാണ് ഏകദേശം ഒരു കണക്ക്. കണക്കിൽ പെട്ടത് മാത്രം, കണക്കിൽപ്പെടാത്തത് എത്രയോ കോടികൾ വേറെ ഉണ്ടാകും. ദൈവം ഉദരത്തിൽ സമ്മാനമായി കൊടുത്ത കുഞ്ഞിനെ തങ്ങൾക്ക് ഇപ്പോൾ ആവശ്യമില്ല, ഞങ്ങളുടെ സൗകര്യത്തിന്, ഞങ്ങളുടെ സുഖത്തിനും സന്തോഷത്തിനും ഈ കുഞ്ഞിപ്പോൾ ശല്യമാണ്, അതുകൊണ്ട് ആ കുഞ്ഞിനെ കൊന്നുകളയുന്നു. മനുഷ്യൻ്റെ സ്നേഹം ഉപാധികൾ വെച്ചിട്ടുള്ളതാണ്, കണ്ടീഷണലാണ്. വളരെ ചുരുക്കം പേരുണ്ടാകാം എന്തൊക്കെ വന്നാലും എൻ്റെ അമ്മയെ ഞാൻ സ്നേഹിക്കും, എൻ്റെ അപ്പനെ ഞാൻ സ്നേഹിക്കും, എൻ്റെ മക്കളെ ഞാൻ സ്നേഹിക്കും, എൻ്റെ സഹോദരങ്ങളെ ഞാൻ സ്നേഹിക്കും. അടിസ്ഥാനപരമായ ക്രിസ്തീയ സ്നേഹത്തിൻ്റെ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് നിരുപാധികമായി സ്നേഹിക്കുന്ന വളരെ ചുരുക്കം പേരൊക്കെ നമ്മുടെ നാടുകളിലുണ്ട്. നമുക്കറിയാം അങ്ങനെയുള്ളവരെയും. എന്നാൽ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ് വിലാപങ്ങളുടെ പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൽ 22-ഉം 23-ഉം വാക്യങ്ങളിൽ കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല, ഒരിക്കലും അസ്തമിക്കുന്നില്ല, അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നുമില്ല. ഒരിക്കലും അസ്തമിക്കാത്ത, ഒരിക്കലും അവസാനിക്കാത്ത ഈ കർത്താവിൻ്റെ സ്നേഹം തിരിച്ചറിയുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ദൈവത്തിൻ്റെ സ്നേഹം അസ്തമിക്കാത്തതാണെങ്കിലും ദൈവത്തിൻ്റെ കാരുണ്യം അവസാനിക്കാത്തതാണെങ്കിലും നമുക്കത് തിരിച്ചറിയാൻ വേണ്ടി പറ്റുന്നില്ലെങ്കിൽ ഈ സ്നേഹം നമുക്ക് അനുഭവിക്കാൻ പറ്റില്ല. ഹല്ലേലൂയ. ഇന്ന് കരുണയുടെ തിരുനാൾ ഒരുക്കമായി നമ്മൾ ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുമ്പോൾ അസ്തമിക്കാത്ത, അവസാനിക്കാത്ത ഈ കരുണയുടെ സ്നേഹത്തിൻ്റെ ഉറവകൾ ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് കർത്താവെ ഒഴുക്കണമെന്ന് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. പൗലോസ് അപ്പോസ്തലൻ വചനം പറഞ്ഞപ്പോൾ, വചനം പ്രഘോഷിച്ചപ്പോൾ അത് സ്വീകരിക്കുവാൻ വേണ്ടി ലീദിയായുടെ ഹൃദയത്തെ കർത്താവ് തുറന്നതുപോലെ കർത്താവെ ഞങ്ങളുടെ ഹൃദയങ്ങളെയും അങ്ങയുടെ കരുണയുടെ, അങ്ങയുടെ സ്നേഹത്തിൻ്റെ ആ ഒരു സമൃദ്ധി തിരിച്ചറിയാൻ വേണ്ടി തുറക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗത്തിൽ നൽകപ്പെടുന്നില്ലെങ്കിൽ ആർക്കും ഒന്നും സ്വീകരിക്കാൻ സാധിക്കുകയില്ലല്ലോ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന പ്രതിസന്ധികളെല്ലാം തന്നെ നമുക്ക് ഒരു 3 തലത്തിലേക്ക്, 3 കാറ്റഗറിയിലേക്ക് പെടുത്താവുന്നതാണ്. ഒന്ന്, നമ്മുടെ ശരീരത്തിൽ അനുഭവിക്കുന്ന വേദനകൾ, ശരീരവുമായി ബന്ധപ്പെട്ട ഞെരുക്കങ്ങൾ, ശരീരവുമായി ബന്ധപ്പെട്ട നമ്മുടെ ഉത്കണ്ഠകൾ. ഇന്ന് ഈ ശുശ്രൂഷയെ പങ്കെടുക്കുന്ന അനേകം വ്യക്തികൾ ജീവിതത്തിൽ ശരീരത്തിൽ വേദന അനുഭവിക്കുന്നുണ്ട്, രോഗത്താൽ ക്ലേശിക്കുന്നവരുണ്ട്. രോഗികളെക്കുറിച്ച് ഈശോയ്ക്കുള്ള മനോഭാവം എന്താണ്? രോഗത്തോട് ഈശോയ്ക്കുള്ള ചിന്ത എന്താണ്? വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 8-ാം അധ്യായത്തിൽ 1 മുതൽ വാക്യങ്ങളിൽ ഈശോ മലമുകളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നിട്ട്, മലമുകളിലെ പ്രാർത്ഥന കഴിഞ്ഞ് ഈശോ താഴേക്ക് വരുന്ന സമയം മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായത്തിൽ 1 മുതൽ വാക്യങ്ങളിൽ വചനപ്രകാരം പഠിപ്പിക്കുന്നു. യേശു മലയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ വലിയ ജനക്കൂട്ടം അവനെ അനുഗമിച്ചു. അപ്പോൾ ഒരു കുഷ്ഠരോഗി അടുത്ത് വന്ന് താണു വണങ്ങി പറഞ്ഞു, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അന്നത്തെ പശ്ചാത്തലം അനുസരിച്ച് കുഷ്ഠരോഗികൾ ശപിക്കപ്പെട്ടവരാണ് എന്ന് ചിന്ത ഉണ്ടായിരുന്നൊരു കാലഘട്ടമാണ്. ദൈവം നേരിട്ട് ശപിച്ച് ദൈവത്തിൻ്റെ ശാപത്തിൻ്റെ അടയാളമാണ് ഈ കുഷ്ഠരോഗം എന്ന് കരുതിയിരുന്ന ഒരു കാലഘട്ടത്തിൽ ശരീരത്തിൽ ഈ കുഷ്ഠം മൂലം ഉണ്ടാകുന്ന അസ്വസ്ഥതകൾ, അതിനേക്കാളുപരി ഈ കുഷ്ഠരോഗിയാണ് എന്നതിൻ്റെ പേരിൽ മനുഷ്യൻ ഒറ്റപ്പെടുത്തുന്നതിൻ്റെ വേദന മനസ്സിലുണ്ട്. മൂന്നാമത്, ദൈവം ശപിച്ചതിൻ്റെ, ദൈവകോപത്തിൻ്റെ അടയാളമായിട്ടൊക്കെ ഈ രോഗത്തെ കണക്കാക്കിയ ഒരു കാലഘട്ടത്തിൽ എനിക്കെൻ്റെ ദൈവം പോലും എന്നെ കൈവിട്ടു എന്ന് ചിന്തിക്കാവുന്ന ഒരു പശ്ചാത്തലം. അങ്ങനത്തെ ഒരു പശ്ചാത്തലത്തിലാണ് ഈ കുഷ്ഠരോഗി ജീവിക്കുന്നത്. അങ്ങനെ ദൈവവും മനുഷ്യനും എന്നെ തള്ളിക്കളഞ്ഞു, എനിക്കാരും സഹായമില്ല, ഈ ശരീരത്തിൽ അസ്വസ്ഥത മാറുന്നുമില്ല, ഇതിന് മരുന്നുമില്ല, അങ്ങനെ തീരാത്ത വേദനയും ശരീരത്തിൽ തീരാത്ത അസ്വസ്ഥതയും മനസ്സിൻ്റെ വേദനയുമായി കഴിഞ്ഞിരുന്ന ആ കുഷ്ഠരോഗി യേശുവിൻ്റെ അടുത്ത് വന്ന് പറയാണ്, കർത്താവേ, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും.
പ്രിയപ്പെട്ടവരെ, അവൻ്റെ ആ ഒരു പ്രത്യാശ ഏറ്റുപറയുകയാണ്. അവനത് പറയുമ്പോൾ ചില കാര്യങ്ങൾ വളരെ പ്രകടമായിട്ട് അവൻ്റെ ആ സംസാരത്തിലുണ്ട്. ഒന്ന്, നീ ദൈവമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. രോഗങ്ങൾ എടുത്തു മാറ്റാൻ കഴിയുന്ന, രോഗത്തിൻ്റെ മേൽ അധികാരമുള്ള ദൈവമാണ് നീ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവൻ്റെ ആ വിശ്വാസത്തിൻ്റെ ഏറ്റുപറച്ചിലിൽ ഇത് വളരെ പ്രകടമാണ്. അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ നിനക്ക് സുഖപ്പെടുത്താൻ പറ്റുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. നിനക്ക് സുഖപ്പെടുത്താൻ സൗഖ്യം കൂടി ശക്തിയുണ്ട്. അനേകരെ സുഖപ്പെടുത്തിയതിൻ്റെ അനുഭവം ഞാൻ കേട്ടിട്ടുണ്ട്. ജനം മുഴുവൻ പറഞ്ഞിട്ടുണ്ട്. നാട്ടിൽ ഇത് വലിയ ചർച്ചാ വിഷയമാണ്. യേശു രോഗികളെ സുഖപ്പെടുത്തുന്നു. നിനക്ക് സുഖപ്പെടുത്താൻ പറ്റും, അതിൽ എനിക്ക് സംശയമില്ല. അവൻ്റെ വിശ്വാസം ഏറ്റു പറഞ്ഞു. അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സുഖമാക്കാൻ പറ്റും, എന്നെ ശുദ്ധനാക്കാൻ കഴിയും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രണ്ടാമത്തേത് അവൻ്റെ ആഗ്രഹമാണ്. കുളക്കരയിൽ അനേക വർഷങ്ങളായി കഴിഞ്ഞിരുന്ന വ്യക്തിയോട് ഈശോ ചോദിച്ചല്ലോ, നീ സൗഖ്യം പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നോന്ന്. ഇവിടെ ഈ കുഷ്ഠരോഗി പറയാണ്, കർത്താവേ, എനിക്ക് ആഗ്രഹമുണ്ട്, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും, എനിക്ക് സൗഖ്യം വേണം, എനിക്ക് സൗഖ്യം വേണം. അവൻ്റെ ആഗ്രഹം പറഞ്ഞു. യേശു ചെയ്യുന്ന കാര്യം എന്താണെന്ന് വചനം വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 4-ാമത്തെ വാക്യം, യേശു കൈ നീട്ടി അവനെ സ്പർശിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി ഉണ്ടാവട്ടെ. എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി ഉണ്ടാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുഷ്ഠം മാറിയിട്ടല്ല യേശു അവനെ സ്പർശിക്കുന്നത്. നീ സൗഖ്യം പ്രാപിച്ച് നീ ഓക്കെ ആയി കഴിയുമ്പോൾ നിന്നെ ഞാൻ സ്പർശിക്കാമെന്നല്ല പറഞ്ഞത്. യേശു കൈ നീട്ടി അവനെ സ്പർശിച്ചുകൊണ്ട് കുഷ്ഠരോഗിയുടെ കുഷ്ഠം ബാധിച്ച ശരീരത്തിൽ അവൻ്റെ മുറിവോടുകൂടി അവനായിരിക്കുന്ന അവൻ്റെ ശരീരത്തിൻ്റെ അശുദ്ധി എന്ന് കണക്കാക്കപ്പെടുന്ന ഈ കുഷ്ഠരോഗത്തോടുകൂടി അവൻ രോഗത്തോടുകൂടി ആയിരിക്കുമ്പോൾ ഈശോ കൈനീട്ടി അവനെ സ്പർശിക്കുകയാണ്. ഈശോ കൈനീട്ടി അവനെ സ്പർശിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി ഉണ്ടാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ ശുശ്രൂഷയിലൂടെ കർത്താവിൻ്റെ വചനം കേൾക്കുന്ന ഓരോ വ്യക്തികളോടും ഈശോയ്ക്ക് പറയാനുള്ളത്, പ്രത്യേകിച്ച് ശരീരത്തിൽ രോഗത്തിൻ്റെ വേദനയെ ക്ലേശിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് ഈശോയ്ക്ക് പറയാനുള്ളത്, എനിക്ക് മനസ്സുണ്ട്, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി ഉണ്ടാകട്ടെ. ഈശോ കുരിശിൽ മരിച്ചപ്പോൾ എൻ്റെ ശരീരത്തിൽ ഞാൻ അനുഭവിക്കേണ്ട രോഗങ്ങളും യേശു കുരിശിൽ ഏറ്റെടുത്തിട്ട് എനിക്ക് വേണ്ടി പരിഹാര ബലിയായി തീർന്നതാണ്. അവൻ്റെ മുറിവുകളാൽ നാം സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു എന്ന് വചനം പഠിപ്പിക്കുന്നത് അതുകൊണ്ടാണ്. അവൻ്റെ മുറിവുകൾ എൻ്റെ സൗഖ്യത്തിന് വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ ദൈവ പൈതലിലും ആശ്വാസത്തിൻ്റെ, ദൈവകരുണയുടെ, ദൈവസ്നേഹത്തിൻ്റെ ദൂത് ഇതാണ്. ഈശോ പറയുന്നു, എനിക്ക് മനസ്സുണ്ട്, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി ഉണ്ടാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഇതിൽ വളരെ പ്രത്യേകമായ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കേണ്ടത്, ഈശോ ഇവന് കുഷ്ഠം വരാനുള്ള കാരണത്തെക്കുറിച്ച് ചോദിക്കുന്നില്ല. അത് ദൈവം ശപിച്ചതാണോ, ഇവൻ്റെ പാപത്തിൻ്റെ പരിണിതഫലമാണോ, ഇതൊന്നും ഈശോ ചോദിക്കുന്നില്ല. എത്ര കാലമായി ഈ രോഗം വന്നിട്ട്, അതും ഈശോ ചോദിക്കുന്നില്ല. ഈശോ ഒറ്റ കാര്യമേ പറഞ്ഞുള്ളൂ, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി ഉണ്ടാകട്ടെ. എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി ഉണ്ടാകട്ടെ. ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരോടും കർത്താവിന് പറയാനുള്ളത് ഇത് തന്നെയാണ്. ഇതിനെക്കുറിച്ച് മത്തായിയുടെ സുവിശേഷത്തിൽ 8-ാം അധ്യായത്തിൽ ഈശോ എനിക്ക് മനസ്സുണ്ട്, ശുദ്ധി ഉണ്ടാകട്ടെന്ന് പറഞ്ഞതുപോലെ തന്നെ ലൂക്കായുടെ സുവിശേഷം 13-ാം അധ്യായത്തിൽ 18 വർഷമായി കൂനിയായി നടക്കുന്ന ഒരു സ്ത്രീയെ സാബത്ത് ദിവസത്തിൽ ഈശോ സുഖപ്പെടുത്തുന്നുണ്ട്. ഈശോ അവളെ സുഖപ്പെടുത്തി കഴിയുമ്പോൾ അതിനെക്കുറിച്ച് ഈശോ സാബത്ത് ലംഘിച്ചു എന്നൊക്കെ പറഞ്ഞ് ഈശോയെ വിമർശിക്കുന്നവരോട് ഈശോ ചോദിക്കുന്ന കാര്യമുണ്ട്. ലൂക്കായുടെ സുവിശേഷം 13-ാമത്തെ അധ്യായത്തിൽ 16-ാമത്തെ വാക്യം, 18 വർഷമായി സാത്താൻ ബന്ധിച്ചിട്ടിരുന്നവളായ അബ്രാഹത്തിൻ്റെ ഈ മകളെ സാബത്ത് ദിവസം അഴിച്ച് വിടേണ്ടതില്ലെന്നോ. 18 വർഷമായി സാത്താൻ ബന്ധിച്ചിട്ടിരുന്നവളായ അബ്രാഹത്തിൻ്റെ ഈ മകളെ സാബത്ത് ദിവസം അഴിച്ച് വിടേണ്ടതില്ലെന്നോ. പ്രിയപ്പെട്ടവരെ, ജനം പോലും സാബത്തിൻ്റെ നിയമം പറഞ്ഞിരിക്കുമ്പോൾ
സമൂഹത്തിൻ്റെ നിയമങ്ങൾ പറഞ്ഞിരിക്കുമ്പോൾ ഈശോ പറയാണ് 18 വർഷമായി ബന്ധനത്തിൽ കഴിയുന്ന ഈ മകളെ ഞാൻ അഴിച്ച് വിടേണ്ടതില്ലെന്നോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ നമ്മളെക്കുറിച്ച് ലോകം എന്ത് പറഞ്ഞാലും, നമ്മളെക്കുറിച്ച് നമ്മുടെ കൂടെയുള്ള എന്ത് പറഞ്ഞാലും ഈശോ പറയാണ് ഈ മകളെ അഴിച്ചു വിടണം. ഈശോ രോഗികളെ സുഖപ്പെടുത്താൻ, ബന്ധിതരെ മോചിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ഭൂമിയിലേക്ക് വന്നത്. ഹല്ലേലൂയ. നമ്മുടെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രശ്നങ്ങൾ, ഞെരുക്കങ്ങൾ എന്തു തന്നെയാണെങ്കിലും, പ്രത്യേകിച്ച് രോഗത്തിൻ്റെ മേഖലകൾ ഈശോയ്ക്ക് കൊടുക്കാം. ഈ നാളുകളിൽ കൊറോണ രോഗത്താൽ, COVID-19 വൈറസിൻ്റെ ഞെരുക്കത്താൽ ലോകം മുഴുവൻ ക്ലേശിക്കുമ്പോൾ ഈ വചനം എല്ലാ കാലത്തും എന്നതിനേക്കാൾ ഇന്ന് കൂടുതൽ അർത്ഥവത്താണ്. രോഗികളോട് ഈശോയ്ക്ക് പറയാനുള്ളത് എനിക്ക് മനസ്സുണ്ട് എന്നുള്ളതാണ്. പക്ഷേ അവിടെ 2 കാര്യം സംഭവിക്കണം. ഒന്ന്, യേശു കർത്താവാണെന്ന്, യേശു രക്ഷകനാണെന്ന്, യേശുവിനെ ഈ രോഗത്തെ സുഖപ്പെടുത്താൻ പറ്റുമെന്ന്, ഈ മഹാവ്യാധികളിൽ നിന്ന് യേശു നമ്മെ മോചിപ്പിക്കാൻ പറ്റുമെന്നുള്ള വിശ്വാസം നാം ഏറ്റു പറയണം. ഹല്ലേലൂയ. രണ്ടാമത്, കർത്താവ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിക്കുന്നിടം വരെ പ്രാർത്ഥിക്കണം. ഈ കുഷ്ഠരോഗി പറഞ്ഞു, ഈശോ സ്പർശിക്കുന്നിടം വരെ അവൻ പറഞ്ഞു, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ വേണ്ടി കഴിയും. അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ അവൻ പ്രാർത്ഥിച്ചു. അവൻ ദൈവസന്നിധിയിലേക്ക് അവൻ്റെ ജീവിതത്തെ തുറന്നു വെച്ചു. ഈ ലോകത്തിൻ്റെ എല്ലാ ഞെരുക്കങ്ങളെയും, പ്രത്യേകിച്ച് ഈ നാളുകളിൽ രോഗത്താൽ ക്ലേശിക്കുന്ന, ഓരോ ദിവസവും അനേകായിരങ്ങൾക്ക് ജീവൻ നഷ്ടപ്പെടുന്ന ഈ മഹാവ്യാധികളുടെ സമയത്ത് നമുക്ക് പ്രത്യേകം ഒന്ന് പ്രാർത്ഥിക്കാം. ഈശോയുടെ രക്തത്തിൻ്റെ യോഗ്യതയാൽ, ഈശോയുടെ കുരിശിലെ ബലിയുടെ യോഗ്യതയാൽ കർത്താവേ ഞങ്ങളെ മേ കരുണയായിരിക്കണമെന്ന് 2 കരങ്ങളൊന്ന് കർത്താവിലേക്ക് ഉയർത്തി എല്ലാ രോഗികളെയും സമർപ്പിച്ച് ഈശോ ചിന്തിയ രക്തത്തിൻ്റെ യോഗ്യതയാൽ കർത്താവേ ഞങ്ങളുടെ കരുണയായിരിക്കണമേ, കുടുംബങ്ങളുമേ കരുണയായിരിക്കണമേ, ദേശത്തിനുമേ കരുണയായിരിക്കണമേ, ലോകരാഷ്ട്രങ്ങളെ കരുണയായിരിക്കണമേ. സ്വരമിതെല്ലാം സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, ഈശോയെ, ഈശോയെ. എല്ലാ രാഷ്ട്രങ്ങളെയും സമർപ്പിക്കുന്നു, എല്ലാ രോഗികളെ സമർപ്പിക്കുന്നു, രോഗശുശ്രൂഷയെ സമർപ്പിക്കുന്നു. ഈശോ കുടുംബങ്ങളിൽ രോഗികളുണ്ടെങ്കിൽ അവരെ പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഓരോ ദിവസവും അനേകായിരങ്ങൾ മരിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ രാഷ്ട്രങ്ങളെ സമർപ്പിക്കുന്ന കർത്താവേ, അങ്ങേ അറിയുന്നവരാണെങ്കിലും അല്ലെങ്കിലും കർത്താവേ കരുണയായിരിക്കണമേ. ഈശോയെ, ഈശോയെ, ഈശോയെ. യോഹന്നാൻ 16, 23, 24 വാക്യത്തിന്റെ യോഗ്യതയാൽ ഈശോയുടെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ ഉയർത്തിക്കൂടി കർത്താവിനെ സ്തുതിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. രോഗശക്തികളെ ഈശോയുടെ നാമത്തിൽ ബന്ധിക്കുന്നു, രോഗശക്തികളെ ഈശോയുടെ നാമത്തിൽ ബന്ധിക്കുന്നു. ഞങ്ങളുടെ യോഗ്യതയല്ല, യേശുവിന്റെ ബലിയുടെ യോഗ്യത, ഈശോ ചിന്തിയ രക്തത്തിന്റെ യോഗ്യതയാൽ രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ, രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ കർത്താവേ കരുണയായിരിക്കണമേ, കർത്താവേ കരുണയായിരിക്കണമേ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈശോയുടെ സന്നിധിയിൽ നമ്മുടെ വിശ്വാസം ഏറ്റുപറഞ്ഞ് നിലവിളിച്ചാൽ മനുഷ്യർക്ക് അസാധ്യമെന്ന് പറഞ്ഞ രോഗത്തിൻ്റെ മേഖലയിൽ ദൈവം കരുണ ചൊരിയും. അച്ഛൻ്റെ മനസ്സിൽ ഒരിക്കലും മറക്കാതെ പച്ചപിടിച്ച് നിൽക്കുന്ന ഒരു സംഭവമുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് അട്ടപ്പാടി സഹീവൻ ധ്യാനകേന്ദ്രത്തിൽ ശുശ്രൂഷ ചെയ്തിരുന്ന സമയത്ത്, അന്ന് പട്ടം കെട്ടി ശുശ്രൂഷ ചെയ്ത് തുടങ്ങിയ ആദ്യ കാലഘട്ടമാണ്. അന്ന് സഹീവൻ ധ്യാനകേന്ദ്രത്തിൽ വെള്ളിയാഴ്ച കൺവെൻഷൻ നടക്കുമ്പോൾ ഒരു 250 300 പേരൊക്കെ മാത്രം വരുന്ന ഒരു സമയം. 3:30-4 മണി സമയത്ത് വൈകുന്നേരം കൺവെൻഷൻ തീർന്നു. ഉള്ള ആളുകളെ അച്ഛന്മാരെ കണ്ട് പ്രാർത്ഥിച്ചു, പറഞ്ഞു വിട്ടു. അവസാനം ഒരു 5 മണി 5 സമയമായപ്പോൾ വചന ഹാൾ അടയ്ക്കാൻ വേണ്ടി ചെന്ന അവിടുത്തെ സിസ്റ്റർ, ആ ചാപ്പലിൽ ചാറുള്ള സിസ്റ്റർ അവിടെ ചെന്നപ്പോൾ സഹീവൻ്റെ പഴയ വചന ഹാളിൽ അവിടെ ചെറിയൊരു ക്രൂശിത രൂപമുണ്ട്. ആ ക്രൂശിത രൂപത്തിൻ്റെ കാൽപാദത്തിൽ കെട്ടിപ്പിടിച്ച് ഒരു യങ് കപ്പിൾസ്, നവദമ്പതികളാണ്, ചെറുപ്പക്കാരാണ്. അവർ
ആ ക്രൂശ് രൂപത്തിൻ്റെ കാൽപാദത്തിൽ കെട്ടിപ്പിടിച്ച് കരഞ്ഞ് ഏങ്ങലടിച്ച് മരിച്ച വീട്ടിൽ മൃതശരീരം കുഴിയിലേക്ക് എടുക്കുമ്പോൾ അവസാനം പ്രിയപ്പെട്ടവരെ കടന്ന് കരയുന്നത് പോലെ ഈ ദമ്പതികൾ കുരിശിൻ്റെ കാലെ കെട്ടിപ്പിടിച്ച്, ഈശോയുടെ കാലെ കെട്ടിപ്പിടിച്ച് കരയുകയാണ്. അപ്പോൾ ആ സിസ്റ്റർ ഇവരോട് ചോദിച്ചു പറഞ്ഞു, അടയ്ക്കണ സമയമായി, നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുമെങ്കിൽ അടയ്ക്കാൻ വരുന്നു. സിസ്റ്ററിനെ അത് അടച്ചിട്ട് മഠത്തിലേക്ക് പോകേണ്ടതാണ്. അവർ ഈ സിസ്റ്റർ ദയനീയമായിട്ട് നോക്കി. അവിടെ നോട്ടം കണ്ടപ്പോൾ പിന്നെ സിസ്റ്റർ ഒന്നും പറയാതെ സിസ്റ്ററിന് പുറത്തേക്ക് വന്നു. അപ്പോഴാണ് അച്ഛൻ വചനഹാളിൽ പുറത്ത് നിൽക്കുന്നത്. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു, അച്ഛാ അവിടെ 2 പേര് കരഞ്ഞ് നിലവിളിച്ച് നിൽക്കുന്നുണ്ട്, അച്ഛൻ ഒന്ന് പോയി കണ്ട് ഒന്ന് ആശ്വസിപ്പിക്കുക. ഞാൻ ഇവരുടെ അടുത്തേക്ക് ചെന്നു. അവരിപ്പോഴും ഈ ഈശോയുടെ കാൽപാദത്തെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആ പ്രായത്തിലുള്ള ആളുകൾ അതുപോലെ നിലവിളിച്ച് കരയുന്നത്, അതുപോലെ കണ്ണീരോടെ നിലവിളിക്കുന്നത് മരിച്ച വീടുകളിൽ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അച്ഛൻ അവരുടെ അടുത്ത് ചെന്ന് അവരോട് ചോദിച്ചു, എന്താ പ്രശ്നം? അപ്പോൾ വീണ്ടും ഇവർ കരച്ചിൽ തുടങ്ങി. ഏതാനും മിനിറ്റ് കരഞ്ഞ് ആശ്വസിപ്പിച്ച് കുറച്ച് കഴിയുമ്പോൾ സ്വസ്ഥമായപ്പോൾ ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, അച്ഛാ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 6 മാസമേ ആയിട്ടുള്ളൂ. തൃശ്ശൂർ ഭാഗത്തെങ്ങാണ്ടുള്ള ഒരു വീടാണ്. ആ വീട്ടിൽ, ഈ ചെറുപ്പക്കാരൻ്റെ വീട്ടിൽ ആണും പെണ്ണുമായി ഏക സന്താനം ഇവൻ മാത്രമാണ്. അപ്പോൾ ആ കുടുംബത്തിൽ ഇനി ഇവൻ്റെ കുടുംബമാണ് ആ കുടുംബത്തിൻ്റെ വംശ തലമുറ നിലനിർത്തേണ്ടത്. കല്യാണം കഴിഞ്ഞു, നല്ലൊരു പെൺകൊച്ചിൻ്റെ കർത്താവ് കൊടുത്തു, നല്ല ജീവിത പങ്കാളി, വീട്ടുകാർക്കെല്ലാം ഇഷ്ടമായി. നല്ല സന്തോഷത്തോടെ അവർ ഈ 6 മാസം ജീവിച്ചു. ഇതാ 6 മാസമായപ്പോഴേക്കും പെട്ടെന്ന് ഈ സഹോദരിക്ക് ഉദരത്തിൽ അസ്വസ്ഥത തോന്നി. ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഗർഭപാത്രത്തിൽ ട്യൂമർ വളരുന്നുണ്ട്, അത് ക്യാൻസറസ് ആയ ട്യൂമറാണ്, എത്രയും പെട്ടെന്ന് ഗർഭപാത്രം എടുത്തു കളയണം. കല്യാണം കഴിഞ്ഞ് 6 മാസമേ ആയിട്ടുള്ളൂ. ഗർഭപാത്രം എടുത്തു കളഞ്ഞാൽ പിന്നെ ഇനി ആ കുടുംബത്തിന് ഇനി കുഞ്ഞുണ്ടാകുന്ന അവസ്ഥയില്ലല്ലോ. ആ കുടുംബത്തിൽ വല്ലാത്ത വേദനയായി, വല്ലാത്ത ദുഃഖമായി. ഇവർ പല ഡോക്ടർമാരോടും ചോദിച്ചു, പലരോടും പല കാര്യങ്ങൾ ചോദിച്ചവരെല്ലാം പറഞ്ഞു, സെക്കൻഡ് ഒപ്പീനിയൻ ചോദിച്ചവരൊക്കെ പറഞ്ഞു വേറെ നിവൃത്തിയൊന്നുമില്ല, ഇത് വളരെ ഫാസ്റ്റായിട്ട് സ്പ്രെഡ് ചെയ്യുന്ന ക്യാൻസറിൻ്റെ ട്യൂമറാണ്, അതുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് ഓപ്പറേഷൻ നടത്തണം, അല്ലെങ്കിൽ ജീവൻ പോലും അപകടത്തിലാകും. ഇവർ അവസാന പ്രതീക്ഷ എന്ന നിലയിൽ അന്ന് വെള്ളിയാഴ്ച കൺവെൻഷനിൽ പങ്കെടുക്കാൻ വേണ്ടി അട്ടപ്പാടി സഖിയോൻ ധ്യാനത്തിലേക്ക് വന്നതാണ്. കൗൺസിലിങ്ങിന് പോയി, കൗൺസിലറെ കണ്ട് ആശ്വസിപ്പിച്ചു. അച്ഛന്മാരെ കണ്ട് പ്രാർത്ഥന സമയത്ത് പ്രത്യേക നിയോഗങ്ങൾ പറഞ്ഞ് അച്ഛന്മാരെ ബ്ലെസ് ചെയ്ത് വിട്ടു. എന്നിട്ടും കൺവെൻഷൻ കഴിഞ്ഞിട്ട് ഇവർക്ക് പോകാൻ തോന്നുന്നില്ല. ഇവർ ഈശോയുടെ കുരിശെ കെട്ടിപ്പിടിച്ച്, ഈശോയുടെ കാൽപാദത്തെ കെട്ടിപ്പിടിച്ച് കരഞ്ഞ് ചില കൊച്ചു കുഞ്ഞുങ്ങൾ ഏങ്ങലടിച്ച് കരഞ്ഞ് തളർന്നിരിക്കുന്ന പോലെ ഇവരിയ്ക്കുകയാണ്. അച്ഛനും അറിയാവുന്ന വാക്കുകളിലൊക്കെ ഒന്ന് ഇവരെ ആശ്വസിപ്പിച്ചു. അച്ഛൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. പ്രാർത്ഥിക്കാമെന്ന് പറയുമ്പോഴും അച്ഛൻ്റെ പൗരോഹിത്യ ആദ്യകാലത്തെ ശുശ്രൂഷയാണ്, അധികം വാക്കുകളൊന്നുമില്ല പറയാനായിട്ട്. അറിയാവുന്ന ചില വചനമൊക്കെ പറഞ്ഞ് ഇവരെ ആശ്വസിപ്പിച്ചു. പിന്നെ ഇവർ കുരിശെന്ന് പിടിവിടുന്നില്ല, അവിടെ ഇരിക്കുകയാണ്. ഞാനും വചനഹാളിലെ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ അന്ന് സേവ്രിക്കാൻ പറ്റാതെ അച്ഛൻ പുറത്തേക്ക് എവിടേക്ക് പോകാൻ വേണ്ടി അച്ഛൻ്റെ മുറിയിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ ഒരു ദമ്പതികൾ വലിയ വേദനയിലാണ്, അവരവിടെ നിൽക്കുന്നുണ്ട്, അച്ഛനും കൂടെ ഒന്ന് പ്രാർത്ഥിച്ചു വന്നു. അച്ഛൻ പറയും, ഓക്കെ ഞാൻ പ്രാർത്ഥിക്കാൻ സമയമുണ്ട്. അച്ഛനും കൂടെ വന്ന് ഇവരെ പ്രാർത്ഥിച്ചിട്ട് വിട്ടു. എന്നിട്ട് അന്ന് വട്ടായച്ചൻ ഇവരോട് പറഞ്ഞു, ഞങ്ങളെല്ലാം പ്രാർത്ഥിക്കാം, ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ലല്ലോ. കണ്ണുനീര് കാണുന്ന ദൈവമാണ് നമ്മുടെ ദൈവം, ലഭിക്കുന്ന കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ 2 പേരും കണ്ണീരോടെ ഈശോയുടെ സതി പ്രാർത്ഥിക്കുക, ഞങ്ങളും പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് ഇവരെ സമാശ്വസിപ്പിച്ച് വിട്ടു. എന്നാലും അടുത്ത ദിവസങ്ങളിലൊക്കെ കുർബാന അർപ്പിക്കുമ്പോൾ ഈ ദമ്പതികളുടെ കണ്ണുനീര് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു, അത് വട്ടാച്ചൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അവിടെ ഇത് കണ്ടവരൊക്കെ അതുപോലെയായിരുന്നു ആ കുടുംബത്തിൻ്റെ കണ്ണുനീര്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ വീണ്ടും ഈ ദമ്പതികൾ അവിടെ കൺവെൻഷന് വേണ്ടി വന്നു. അന്ന് വലിയ സന്തോഷത്തോടെയാണ്. കൺവെൻഷൻ ആരംഭിക്കുന്ന സമയത്ത് നേരത്തെ വന്നിട്ട് ഇവർ പറഞ്ഞു, അച്ഛന്മാരെ പ്രാർത്ഥിച്ച് പോയി, ഡോക്ടർമാരോട് കണ്ടു, അവരൊന്നും കൂടെ ടെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. ഒന്നും കൂടെ ടെസ്റ്റ് ചെയ്ത് നോക്കി കഴിഞ്ഞപ്പോൾ ട്യൂമർ നന്നായിട്ട് ചുരുങ്ങിയിരിക്കുന്നു. വീണ്ടും അത് ബയോപ്സി എടുത്ത് അയച്ചു നോക്കി. ഇപ്പോൾ പറയാണ് ഒരു കുഴപ്പമില്ല, പരിപൂർണമായി സൗഖ്യം ഈ കുടുംബത്തിൽ കർത്താവ് കൊടുത്തു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഡോക്ടർമാർക്ക് മെഡിക്കൽ സയൻസിന് പറയാവുന്നതിന് ഒരു പരിധിയുണ്ട്. ലാസറിൻ്റെ കുഴിമാടത്തിൽ ഈശോ വന്നപ്പോൾ
ഈശോയുടെ മർത്ത പറയുന്നുണ്ട്, സഹോദരന്മാരെ പറയുന്നുണ്ട്, കർത്താവേ, ലാസർ മരിച്ചിട്ട് ഇത് 4-ാമത്തെ ദിവസമാണ്. നേരത്തോട് നേരമാവുമ്പോൾ സാധാരണഗതിയിൽ ഒരു മനുഷ്യ ശരീരം ജീർണിക്കും, ദുർഗന്ധം വരും. മെഡിക്കൽ സയൻസിൻ്റെ അറിവനുസരിച്ച്, അന്നത്തെ സാധാരണ മനുഷ്യൻ്റെ നാട്ടറിവനുസരിച്ച്, അവരുടെ അനുഭവം അനുസരിച്ച് അത് സത്യമാണ്. 4-ാമത്തെ ദിവസം ലാസറിൻ്റെ കുഴിമാടം തുറന്ന് ദുർഗന്ധമുണ്ടാകും. സ്വന്തം സഹോദരന്മാരെ തന്നെ പറയുകയാണ്, കർത്താവേ, ഇത് 4-ാമത്തെ ദിവസമാണ്, ദുർഗന്ധം ഉണ്ടാകും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈശോ പറഞ്ഞ കാര്യം വളരെ പ്രത്യേകം ശ്രദ്ധിക്കണം. 4-ാമത്തെ ദിവസമായോന്നോ, ദുർഗന്ധം അല്പമെങ്കിലും പുറത്തേക്ക് വരുന്നുണ്ടോ, ഇതൊന്നും ഈശോ ചോദിക്കുന്നില്ല. ഈശോ പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ? വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ? മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായത്തിൽ കുഷ്ഠരോഗി ഈശോയുടെ അടുത്ത് വന്ന് പറയുമ്പോൾ അവൻ്റെ വാക്കിലുള്ളത് ഈ ഒരു വിശ്വാസമാണ്, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയുമെന്ന്. ലാസറിൻ്റെ കുഴിമാടത്തിൽ വന്നപ്പോഴും ഈശോ പറഞ്ഞ കാര്യം, വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കും. അതുകൊണ്ട് ഇന്ന് ഈ ശുശ്രൂഷയെ പങ്കെടുക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രോഗത്താൽ ക്ലേശിക്കുന്ന രോഗം ഈശോയ്ക്ക് കൊടുക്കുക. കർത്താവ് കരുണയുള്ളവനാണ്. രോഗം, സ്വന്തം ജീവിത രോഗമില്ലെങ്കിലും മറ്റുള്ള രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, മധ്യസ്ഥ പ്രാർത്ഥന നടത്തുക. ഈ ശുശ്രൂഷയെ പങ്കെടുക്കുമ്പോഴേ കർത്താവിൻ്റെ കരുണ അവരുടെ മേൽ ചൊരിയപ്പെടാൻ വേണ്ടി. ശുശ്രൂഷയുടെ ആദ്യത്തെ ചിന്ത ഇതാണ്, രോഗികളോട് കരുണ കാണിക്കുന്നവനാണ് നമ്മുടെ ദൈവം. കർത്താവ് അവിടുത്തെ കരുണ ചൊരിയുക തന്നെ ചെയ്യും. രണ്ടാമത്തെ ഒരു മേഖല, ദൈവത്തിൻ്റെ കരുണ നമ്മൾ സ്വീകരിക്കേണ്ട മേഖല നമ്മുടെ മനസ്സിൻ്റെ മേഖലയാണ്. മനസ്സിൽ ഒത്തിരിയേറെ വേദനകളുമായി കഴിയുന്നവരാണ് ഇന്ന് മിക്കവാറും വ്യക്തികൾ. ശരീരത്തിൻ്റെ രോഗങ്ങൾ പിന്നെയും നമുക്ക് സഹിക്കാൻ വേണ്ടി പറ്റും, ശരീരത്തിൻ്റെ നൊമ്പരങ്ങൾ മനുഷ്യന് പിന്നെയും താങ്ങാൻ വേണ്ടി പറ്റും. പക്ഷേ മനസ്സിൻ്റെ വേദന ശരീരത്തിൻ്റെ വേദനയേക്കാൾ എത്രയോ കഠിനമാണ്. അതുകൊണ്ടല്ലേ കുടുംബങ്ങളിലൊക്കെ ചെറിയ രോഗങ്ങൾ വന്നാലും, ചെറിയ ബുദ്ധിമുട്ടുകൾ വന്നാലും, ശാരീരിക ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിലും അമ്മച്ചിമാർ, അപ്പച്ചന്മാർ, സാധാരണ ആളുകൾ ആ രോഗവും വേദനയുമായി അധ്വാനിച്ച് മുന്നോട്ട് പോവുക. പക്ഷേ ചിലപ്പോഴെങ്കിലും മനസ്സിലേൽക്കുന്ന ചില മുറിവുകൾ, മനസ്സിലേൽക്കുന്ന ചില സങ്കടങ്ങൾ, അത് ജീവിതത്തെ മുഴുവൻ പതറിച്ച് കളയുന്ന, നിരുത്സാഹപ്പെട്ടിരിക്കുന്ന അവസ്ഥയിലേക്ക് അനേകരെ കൊണ്ടുപോയിട്ടുണ്ട്. ഇവിടെ മനസ്സിൻ്റെ മേഖലയിൽ കർത്താവിൻ്റെ കരുണ നമ്മൾ സ്വീകരിക്കണം എന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. ഇതിനെക്കുറിച്ച് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായത്തിൽ 28-ാമത്തെ വാക്യത്തിൽ ഈശോ തന്നെ പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, എൻ്റെ അടുക്കൽ വരുവിൻ. ഈശോയുടെ അടുക്കൽ വരിക. ഈ നാളുകളിൽ ഈശോ പ്രത്യേകമായി തിരഞ്ഞെടുത്ത് വെളിപ്പെടുത്തൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ബെനഡിക്റ്റൻ സന്യാസിയുണ്ട്, മാർക്ക് ഡാനിയൽ കിർബി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ കർത്താവ് കൊടുത്ത വെളിപ്പെടുത്തലുകൾ ഇൻസിനു ജേസു എന്ന പേരിൽ ഈ നാളുകളിൽ ദീപിക ബുക്ക് ഹൗസിൽ നിന്ന് കോട്ടയത്ത് നിന്ന് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായി. അതിനകത്ത് ഈശോ ഈ വചനത്തിൻ്റെ വ്യാഖ്യാനം പറയുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 11:28 ഈശോ പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാം എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. വേറെ ഒന്നും ചെയ്യാൻ ഈശോ പറയുന്നില്ല, നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വരിക, എൻ്റെ അടുത്തേക്ക് വരിക. എന്തെങ്കിലും ഞെരുക്കത്തിൽപ്പെടുന്ന കൊച്ചു കുഞ്ഞ് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചെളിയിൽ വീണു, കൊച്ചു ഓടി വന്ന് അമ്മയുടെ നിന്ന് കരയും. എവിടെയെങ്കിലും പോയി കല്ലെ തട്ടി കാല് മുറിഞ്ഞു, കൊച്ചു നിന്ന് കരയും. ഇനി വേറെ എന്തെങ്കിലും ഒരു പട്ടിയെ കണ്ടോ പൂച്ചയെ കണ്ടോ പേടിച്ചു, കൊച്ചു കരയും. കൊച്ചു കരഞ്ഞ് അമ്മയുടെ അടുത്തേക്ക് ഓടി വരും, അല്ലെങ്കിൽ മാതാപിതാക്കളുടെ അടുത്തേക്ക് ഓടി വരും. പിന്നെ ചെയ്യേണ്ടത് മാതാപിതാക്കളാണ്, ഉത്തരവാദിത്തപ്പെട്ടവരാണ്. ഈശോ വചനത്തെ പഠിപ്പിക്കുകയാണ്, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാം എൻ്റെ അടുക്കലേക്ക് വരുവിൻ, എൻ്റെ അടുക്കലേക്ക് വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഒത്തിരിയേറെ ഭാരം നമുക്കുണ്ട്. പ്രത്യേകിച്ച് ഈ ലോക്ക്ഡൗൺ കൂടി ആയി കഴിഞ്ഞപ്പോൾ ജോലിയില്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട്, കൃഷി മേഖല അധ്വാനിക്കാൻ പറ്റാത്തതിൻ്റെ ബുദ്ധിമുട്ട്, കയ്യിലുണ്ടായിരുന്ന കാശ് കൊണ്ട് ഈ ദിവസങ്ങളിലൊക്കെ മുന്നോട്ട് പോയി, ഇനി മുന്നോട്ട് ഓരോ ദിവസം കഴിയും തോറും കാശില്ല, വരുമാനമില്ല, ഇനി എങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകും? പദ്ധതി ഒരുക്കിയ പലതും വൃഥാവിലായിപ്പോയി. കൃഷിയിടങ്ങളിലെ കൃഷി വൃഥാവിലായിപ്പോയി. ആകപ്പാടെ ഒരു അരക്ഷിതാവസ്ഥ, മനസ്സ് ദുർബലപ്പെട്ടിരിക്കുന്ന അവസ്ഥ, ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠ, മക്കളെക്കുറിച്ചുള്ള ഉത്കണ്ഠ, ആത്മീയ ജീവിതത്തെ പോലും വലിയ നൊമ്പരം അനുഭവിക്കുന്ന വ്യക്തികൾ ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ടല്ലോ. ഇവിടെ ഈശോ പറയാണ്, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാം എൻ്റെ അടുക്ക് വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം.
ഹല്ലേലൂയ. ഇത് പറയുമ്പോഴും ഈ വചനം വായിക്കുമ്പോൾ അച്ഛൻ്റെ മനസ്സിലേക്ക് പെട്ടെന്നൊരു സംഭവം ഓർക്കുകയാണ് പ്രിയപ്പെട്ടവരെ. ഈ ഒരു വർഷം മുമ്പ് പാലക്കാട് ധോണി മരിയൻ റിന്യൂവൽ സെൻറ്ററിൽ ധ്യാനം നടക്കുമ്പോൾ ഒരു ദമ്പതികൾ 2 കുഞ്ഞുങ്ങളെയും കൊണ്ട് സാക്ഷ്യം പറയാൻ വേണ്ടി വന്നു. അവർ ആ ധ്യാനത്തിൽ പങ്കെടുക്കുന്നവരല്ല, നേരത്തെ ഒരു ധ്യാനത്തിൽ വന്നിട്ടുള്ളവരാണ്. അവർ സാക്ഷ്യം പറയാൻ വേണ്ടി മാത്രം വന്നതാണ്. ആ കുടുംബത്തിൻ്റെ അനുഭവം ഒരു പ്രത്യേക ഒരു സാഹചര്യമാണ്. ആ ചെറുപ്പക്കാരൻ്റെ വീട്ടിൽ 7 മക്കളുണ്ട്. അവർ 7 സഹോദരങ്ങളാണ്. ഈ 7 സഹോദരങ്ങൾക്കും കുഞ്ഞുങ്ങളില്ല. 7 പേരുടെയും കല്യാണം കഴിഞ്ഞു, പക്ഷേ 7 പേർക്കും മക്കളില്ല. ഇത് കാണുന്നവരും കേൾക്കുന്നവരൊക്കെ ആ കുടുംബത്തെ പരിഹസിക്കും. എന്തോ ശാപം കിട്ടിയ വീടാണ്, എന്തോ കണ്ണുനീര്, ദൈവത്തിൻ്റെ ക്രോധമാണ്. ഒരാൾക്ക് പോലും അവർ ദുർനടപ്പുകാരല്ല, നന്നായി ജീവിക്കുന്നവരാണ്, ഇടവപ്പള്ളിയിൽ നന്നായി സജീവമായി പ്രവർത്തിക്കുന്നവരാണ്. വേറെ ഇവരെക്കുറിച്ച്, ഈ കുടുംബത്തിലുള്ള ഈ 7 മക്കളെക്കുറിച്ച് ആരെക്കുറിച്ചും ആർക്കും ഒരു ദോഷം പറയാനില്ല. ഇടവിലെ വികാരച്ചന്മാർക്ക്, സിസ്റ്റേഴ്സിന്, മതാധ്യാപകർക്ക് അവർക്കൊക്കെ ഇവരെക്കുറിച്ച് നല്ലത് മാത്രമേ പറയാനുള്ളൂ. പക്ഷേ ഈ 7 മക്കൾക്കും അവർക്ക് കുഞ്ഞുങ്ങളുണ്ടാകുന്നില്ല. അങ്ങനെ ഇരിക്കെ ഈ ഇപ്പോൾ സാക്ഷ്യം പറയാൻ വേണ്ടി വന്ന ഈ ചേട്ടനും കുടുംബവും ഇവരൊരുമിച്ച്, ജീവിത പങ്കാളിയും അവരൊരുമിച്ച് 2 പേരും കൂടെ 2-3 വർഷം മുമ്പ് അട്ടപ്പാടി സഹ്യോനിൽ ധ്യാനിക്കാൻ വേണ്ടി പോയി. അവിടെ ധ്യാനിക്കാൻ വേണ്ടി പോയപ്പോൾ ഇവർ നിയോഗം പറഞ്ഞു, കർത്താവേ, ഞങ്ങളുടെ ഈ 7 സഹോദരങ്ങളിൽ ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഒരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കണം. ഞങ്ങൾക്ക് തന്നെ വേണം നിർബന്ധമൊന്നുമില്ല, ആർക്കെങ്കിലും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മേലുള്ള ഈ ഒരു ശാപം, ഈ ഒരു കണ്ണുനീര്, ആർക്കും മക്കളില്ല, ഇത് ശപിക്കപ്പെട്ട കുടുംബമാണെന്നുള്ള ആ ഒരു വേദന മാറ്റണം, ആർക്കെങ്കിലും ഒരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കണം. ഇവർ 2 പേരും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു, കണ്ണീരോടെ പ്രാർത്ഥിച്ചു. ദൈവം അവരുടെ പ്രാർത്ഥന കേട്ടു. ആർക്കെങ്കിലുമെങ്കിലും, ആരായാലും കുഴപ്പമില്ല, ഞങ്ങൾക്ക് തന്നെ വേണം നിർബന്ധമില്ല, 7 സഹോദരങ്ങളെ ആർക്കെങ്കിലും കുഞ്ഞിനെ കൊടുക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച ഈ ദമ്പതികളുടെ പ്രാർത്ഥന കർത്താവ് കേട്ടു. കർത്താവ് ഒരു പെൺകുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചു. ആ കൊച്ചിന് 2-3 വയസ്സുള്ളപ്പോഴാണ് ഇവർ പിന്നീട് ധോണിയിൽ ധ്യാനിക്കാൻ വേണ്ടി വരുന്നത്. അന്ന് ഇവർ ഈശോയോട് പറഞ്ഞു, കർത്താവേ, പെൺകുഞ്ഞിനെ കിട്ടി, ഇവളെ കെട്ടിച്ചയക്കും, എന്നാലും ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഒരു ആൺകൊച്ചുണ്ടെങ്കിൽ ഞങ്ങളുടെ തലമുറ, കുടുംബം നിലനിർത്തി പോകാൻ വേണ്ടി പറ്റുമല്ലോ, വേറെ ആരില്ല. ഇവർ പിന്നെയും പ്രാർത്ഥിക്കുകയാണ്. ഇവർ പ്രാർത്ഥനയിൽ തീക്ഷ്ണതയുള്ളവരായിരുന്നു, വിശ്വാസമുള്ളവരായിരുന്നു, കണ്ണീരോടെ കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചാൽ കർത്താവ് കേൾക്കും എന്ന് ഉറച്ച ബോധ്യമുള്ളവരായിരുന്നു. അതുകൊണ്ട് അവർ കണ്ണീരോടെ വീണ്ടും പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ആ ധ്യാനത്തിൽ അവർ ശരിക്കും പ്രാർത്ഥിച്ചു. വലിയ സന്തോഷത്തോടുകൂടി ദൈവസന്നിധിയിൽ അവരായിരുന്നു. എല്ലാ ശുശ്രൂഷയും സജീവമായി പങ്കെടുത്തു. ധ്യാനം കഴിഞ്ഞ് ഏതാനും മാസം കഴിഞ്ഞപ്പോൾ കർത്താവ് വീണ്ടും ആ ദമ്പതികളെ അനുഗ്രഹിച്ചു. ആ സഹോദരി ഗർഭിണിയായും ഒരു ആൺകൊച്ചിനെ കർത്താവ് ആ ദമ്പതികൾക്ക് നൽകി. ആ കുഞ്ഞിനെയും കൊണ്ടാണ് ഇപ്പോൾ ധോണി ധ്യാന കേന്ദ്രത്തിൽ ഈ ദമ്പതികൾ സാക്ഷ്യം പറയാൻ വേണ്ടി വന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അധ്വാനിക്കുന്നവർ, ഭാരം വഹിക്കുന്നവർ, അത് ശരീരത്തിൻ്റെ ആണോ മനസ്സിൻ്റെ ആണോ, കർത്താവ് കരുണ കാണിക്കും. കർത്താവ് കരുണ കാണിക്കും. ഇന്ന് ഷെക്കീന ചാനലിലൂടെ, ഈ ഷെക്കീന ടെലിവിഷനിലൂടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന വ്യക്തികൾ എന്തു തന്നെയാണെങ്കിലും പ്രിയപ്പെട്ടവരെ, കർത്താവ് പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാം എൻ്റെ അടുക്കൽ വരുവേൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഒരുപക്ഷെ ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ ഈ വചനത്തിൽ പറഞ്ഞ കാര്യം നമ്മൾ അനുസരിക്കുകയാണ്. വചനം കേൾക്കാൻ വേണ്ടി ടെലിവിഷന് മുമ്പിൽ, യൂട്യൂബ് ചാനലിന് മുമ്പിൽ നമ്മൾ ഇരിക്കുമ്പോൾ കർത്താവ് പറഞ്ഞ ഈ കൽപ്പന നമ്മൾ അനുസരിക്കുകയാണ്. അനുസരിക്കാൻ സന്നദ്ധരെങ്കിൽ നിങ്ങൾ ഐശ്വര്യം ആസ്വദിക്കും എന്ന വചനത്തിൻ്റെ ഒരു ബ്ലെസ്സിങ് നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യും. കാരണം ദൈവം വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ്. ആകാശവും ഭൂമിയും കടന്നു പോയാലും മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനമുണ്ടല്ലോ. അതുകൊണ്ട് അവിടുന്ന് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ്. നമ്മുടെ മനസ്സിൻ്റെ ഭാരങ്ങൾ, ഉത്കണ്ഠകൾ കർത്താവിന് കൊടുക്കാം. യോഹന്നാന്റെ സുവിശേഷത്തിൽ 6-ാം അധ്യായത്തിൽ 37-ാമത്തെ വാക്യത്തിൽ ഈശോ പറഞ്ഞു, പിതാവ് എനിക്ക് നൽകുന്നവരെല്ലാം എൻ്റെ അടുത്ത് വരും, എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരിക്കലും തള്ളിക്കളയുകയില്ല. ഈശോ കൃത്യമായിട്ട് പറയാണ്, എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരിക്കലും തള്ളിക്കളയുകയില്ല, എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരിക്കലും തള്ളിക്കളയുകയില്ല. ഇത് കർത്താവിൻ്റെ വാക്കാണ്.
വിശ്വസിച്ചാൽ നീ ദൈവമാകുന്ന ദർശിക്കുമെന്ന് മർത്തയോടും മറിയത്തോടും പറഞ്ഞ കർത്താവ് നമ്മളോട് പറയാണ്, എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരിക്കലും തള്ളിക്കളയുകയില്ല. എങ്കിൽ വചനം കേൾക്കാൻ വേണ്ടി കർത്താവിൽ ഇരിക്കുന്ന ഓരോ ദൈവ പൈതലിനും ഇതൊരു പ്രത്യാശയുടെ ദൂതാണ്. അവിടുന്ന് നമ്മളെ ഒരിക്കലും തള്ളിക്കളയുകയില്ല. ഹല്ലേലൂയ. അച്ഛൻ വേറൊരു സംഭവം കൂടെ ഓർക്കുകയാണ്. ഒരിക്കൽ മദർ തെരേസ കോൺഗ്രിഗേഷനിലെ ഒരു സിസ്റ്ററെ, ആ സിസ്റ്റർ കൽക്കട്ടയിൽ നിന്ന് ധോണിയിൽ ധ്യാനത്തിന് വേണ്ടി വന്നതാണ്. ധ്യാനിച്ച് അവിടെ 50 ദിവസം പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ വേണ്ടി കൂടി വന്നതാണ്. ധോണി സെൻറ്ററിലെ വചന ഹാളിൽ ഈ കയറിൻ്റെ കാർപ്പറ്റാണ്, ചകിരിയുടെ കാർപ്പറ്റാണ്. അത് ശരിക്കും സോഫ്റ്റായ കാലിലൊക്കെ കുറച്ച് കുത്തിക്കയറുന്ന പോലെ റഫായിട്ടുള്ളതാണ്. മുട്ടുകുത്തിയൊക്കെ പ്രാർത്ഥിക്കാനും ഒരു പരിഹാരരൂപിയിലൊക്കെ ആയിരിക്കാനും പിന്നെ വാങ്ങിയപ്പോൾ അതാ കിട്ടിയത്. അതും കൂടെ അതങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഈ സഹോദരി വചന ഹാളിലേക്ക് ധ്യാനത്തിന് വേണ്ടി വന്നു. ഉച്ചയ്ക്ക് ഒന്ന് ഭക്ഷണം കഴിച്ച് കസര പിടിക്കാൻ വേണ്ടി പറ്റിയ കസരയൊക്കെ നോക്കാൻ വേണ്ടി വചന ഹാളിലേക്ക് കയറിയപ്പോൾ വചന ഹാളിലേക്ക് കാലെടുത്ത് വെച്ചതും പെട്ടെന്ന് ഈ കാല് തിരികെ വലിച്ചു. ഈ സഹോദരിക്ക് വർഷങ്ങളായി കാലിൽ ആണി രോഗമുണ്ട്. 17 സ്ഥലത്ത് കാലിൽ ആണി രോഗത്തിൻ്റെ വേദനയുണ്ട്. ഈ ആണി രോഗത്തിൻ്റെ വേദന ഉള്ള കാല് ഈ കാർപ്പറ്റിലേക്ക് വെച്ചപ്പോഴേക്കും കഠിനമായ വേദന കാരണം ഈ സഹോദരി കാല് പിൻവലിച്ചു, വചന ഹാളിൻ്റെ പുറത്തേക്ക് ഇറങ്ങി. എന്നിട്ട് വീണ്ടും പുറത്തു വന്ന അവിടെ ടീമങ്ങോട് ചോദിച്ചു, ഇവിടെ ഈ കാർപ്പറ്റ് ഇല്ലാത്ത വേറെ ചാപ്പലുകളുണ്ടോ? തൊട്ടടുത്ത ഡൈനിങ് ഹാളിനപ്പുറത്ത് കരുണയുടെ നൊവേന ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഒരു ഓലക്കൂടാരമുണ്ട്. അവിടെ സിസ്റ്റർ എന്നാൽ സമയമാകുമ്പോൾ വചന ഹാളിലേക്ക് പോകാം, അതുവരെ ഈ കരുണയുടെ നൊവേന ചെല്ലുന്ന ചാപ്പലിൽ പോയിരുന്ന് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് അങ്ങോട്ട് കയറി പ്രാർത്ഥിക്കാൻ വേണ്ടി ചെന്നപ്പോൾ അത് ആ ചാപ്പലിലും കയറിൻ്റെ കാർപ്പറ്റാണ്. അത് കുറച്ചും കൂടെ പുതിയ കാർപ്പറ്റാണ്, വചനഹാളിനേക്കാൾ കുറേയും കൂടെ കുത്തി കയറുന്ന കാർപ്പറ്റാണ്. ഈ സഹോദരി അവിടെ കയറിയിട്ട് അതുപോലെ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ സഹോദരി ശ്രദ്ധിച്ചു, അവിടെ ദിവ്യകാരുണ്യ സന്നിധിയിൽ ഒരു മധ്യസ്ഥ പ്രാർത്ഥനയുടെ ഒരു ബോക്സ് വെച്ചിട്ടുണ്ട്. അവിടെ പുറത്ത് നിന്ന ഒരു സഹോദരിയുടെ കൈവശം ഒരു പേപ്പറിൽ ഒരു കുറിപ്പ് എഴുതി കൊടുത്തു, മധ്യസ്ഥ പ്രാർത്ഥന ബോക്സിൽ ഇടാൻ. കർത്താവെ, ഞാൻ ധ്യാനിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി കൽക്കട്ടയിൽ നിന്ന് ഇത്രയും ദൂരം യാത്ര ചെയ്ത് വന്നതാണ്. ഇവിടെ വന്ന് ഒരു ചാപ്പലിലും എനിക്ക് കയറാൻ പറ്റാത്ത പോലെ ആയല്ലോ. ഈ രോഗത്തിൽ നിന്ന് കർത്താവെ എന്നെ സുഖപ്പെടുത്തണമേ, എന്നെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞ് ഒരു കുറിപ്പ് എഴുതിയിട്ട് ഈ സിസ്റ്റർ ആ മധ്യസ്ഥ പ്രാർത്ഥന ബോക്സിലേക്ക് ഇടാൻ വേണ്ടി കൊടുത്തു വിട്ടു. അത് വാങ്ങിയ സഹോദരി ആ മധ്യസ്ഥ പ്രാർത്ഥന ബോക്സിൽ ഈ കുറിപ്പ് കൊണ്ടിട്ടു, നിയോഗം കൊണ്ടിട്ടു. അത് കഴിഞ്ഞ് കിടക്കുന്ന സ്ഥലത്തേക്ക് പോയി. 4 മണി കാപ്പി കഴിഞ്ഞിട്ട് വചനഹാളിൽ കയറുന്ന സമയമായപ്പോഴേക്കും ഈ സഹോദരി ശരിക്കും പ്രാർത്ഥിച്ച് ഒരു ആകൃതിയൊക്കെ ഉണ്ട്, മനസ്സിൽ ഉൾക്കൊണ്ടിട്ട്, ദൈവമേ ഈ വേദനയുണ്ട്, ഞാനിപ്പോൾ എങ്ങനെ കയറും, അല്ലെങ്കിൽ ചെരുപ്പിട്ട് കയറേണ്ട വരുമോ, ചെരുപ്പിട്ട് കയറാൻ അച്ഛൻ അനുവദിക്കോ, ഇങ്ങനെ ഒത്തിരി ആകൃതിയായിട്ട് വചനഹാളിലേക്ക് കയറുകയാണ്. കയറി കാല് വെച്ചു, വലിയ കുഴപ്പമില്ല, സാവകാശം സൂക്ഷിച്ച് അങ്ങോട്ട് മുന്നോട്ട് നടന്നു. വേദന തോന്നുന്നില്ല. കസേരയിൽ പോയി ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഈ സഹോദരിക്ക് സംശയം, കാലിൽ ഇപ്പോൾ വേദനയില്ലല്ലോ. കസേരയിലിരുന്ന് സാവകാശം കാലൊന്ന് പൊക്കി നോക്കിക്കഴിഞ്ഞപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാലിൽ വർഷങ്ങളായിട്ട് 17ഓളം സ്ഥലത്ത് ഈ ആണി രോഗത്തിൻ്റെ ഈ വേദന ഉണ്ടായിരുന്നെങ്കിൽ ഇത് എപ്പോഴാണ് സൗഖ്യം പ്രാപിച്ചെന്ന് അറിയാം? ധ്യാനം തുടങ്ങിയിട്ടില്ല, ആരും കൈവച്ച് പ്രാർത്ഥിച്ചിട്ടില്ല, കൗൺസിലിംഗ് ശുശ്രൂഷ നടത്തിയിട്ടില്ല, കർത്താവിൻ്റെ ആലയത്തിലേക്ക് വന്നു, വചനഹാളിൽ കയറാൻ വേണ്ടി പറ്റിയില്ല, അപ്പോൾ നൊവേന നടക്കുന്ന ചാപ്പലിൽ കയറാൻ വേണ്ടി പറ്റിയില്ല, അവിടുത്തെ മധ്യസ്ഥ പ്രാർത്ഥന ബോക്സിലേക്ക് നിയോഗം ഒന്ന് എഴുതിയിടാൻ വേണ്ടി അവിടെ പുറത്ത് നിൽക്കുന്ന സഹോദരിയെ കൈ കൊടുത്തിട്ട് അത് അവിടെ ഇട്ടു, അത്രയേ ഉള്ളൂ. പിന്നെ കാപ്പി കുടിച്ച് സഹോദരി പുറത്തു നടക്കാറുന്നു, വേറെ നിവൃത്തിയില്ലായിരുന്നു. ഈ സമയത്ത് എപ്പോഴോ ഈശോ ഈ സഹോദരിയെ തൊട്ടു, അത് ഈ സഹോദരി പോലും അറിഞ്ഞില്ല. പ്രിയപ്പെട്ടവരെ, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും എൻ്റെ അടുക്ക് വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. അതുകൊണ്ടല്ലേ യോഹന്നാൻ്റെ സുവിശേഷം 6:37 ഈശോ പറഞ്ഞത്, എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരിക്കലും തള്ളിക്കളയുകയില്ല. എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരിക്കലും തള്ളിക്കളയുകയില്ല. ഇത് കർത്താവിൻ്റെ വാഗ്ദാനമാണ്, കർത്താവിൻ്റെ പ്രോമിസാണ്. ഈ ശുശ്രൂഷയെ പങ്കെടുക്കുന്ന ദൈവപൈതലെ, നിൻ്റെ ജീവിതത്തിൻ്റെ പ്രശ്നം എന്ത് തന്നെയാണെങ്കിലും മനസ്സിൻ്റെ ഉത്കണ്ഠകൾ, വചനം പഠിപ്പിക്കുന്നുണ്ടല്ലോ, നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഭരമേൽപ്പിക്കുവിൻ. അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. അച്ഛൻ്റെ വ്യക്തിജീവിതത്തെ അച്ഛനൊരു കാര്യം ഓർക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ധോണി സെൻറ്ററുമായി ബന്ധപ്പെട്ട തുടക്കത്തിൽ ഒത്തിരി ആളുകളിൽ നിന്ന് സാമ്പത്തികമായി സഹായം ചോദിച്ചിരുന്നു. വേറെ ചില വ്യക്തികൾ സാമ്പത്തികമായി സഹായിക്കാമെന്നൊക്കെ പറഞ്ഞ് കുറേ കാശ് സഹായിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ശുശ്രൂഷ തുടങ്ങിയത്. പക്ഷേ ശുശ്രൂഷ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും കെട്ടിടത്തിൻ്റെ പണിയൊക്കെ തുടങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും സാമ്പത്തികമായി സഹായിക്കാമെന്ന് പറഞ്ഞവർ വിളിച്ചു പറഞ്ഞു, സാമ്പത്തിക മാന്ദ്യമാണ്, 8-10 വർഷം മുമ്പാണ്, സാമ്പത്തിക മാന്ദ്യമാണ്, സഹായിക്കാൻ പറ്റില്ല.
ഈ സമയം കൊണ്ട് ഇവർ കാശ് തരുമെന്ന പ്രതീക്ഷയിൽ ഒത്തിരി ആൾക്കാരെ നിന്ന് കടം വാങ്ങി 5, 8, 10 ലക്ഷങ്ങൾ വെച്ച് ഇങ്ങനെ കടം വാങ്ങി ഇത് കിട്ടിയിട്ട് വേണം തിരിച്ചു കൊടുക്കാൻ വേണ്ടി. ഇപ്പോൾ ഇതാ കടം വാങ്ങി കാശ് ചിലവാക്കുകയും ചെയ്തു. തരുമെന്ന് പറഞ്ഞവർ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അച്ഛൻ്റെ ജീവിതത്തിൽ ഇത്രയും ലക്ഷങ്ങളൊക്കെ ഈ കടം വാങ്ങിയപ്പോൾ കണ്ടതല്ലാതെ പിന്നെ ഒരിക്കലും അത്രയും ലക്ഷം ഒന്നും ഒരുമിച്ച് കണ്ടിട്ടില്ല. ജീവിതത്തിൽ വലിയ ആകുലതയായി, വലിയ ഉത്കണ്ഠയായി. ഇതെങ്ങനെ കർത്താവ് തിരിച്ചു കൊടുക്കും? ഒരു ദിവസം അച്ഛൻ ധോണി സെൻറ്ററിലുള്ള അച്ഛൻ്റെ മുറിയുടെ അടുത്ത് തന്നെ ചെറിയൊരു ചാപ്പലുണ്ട്, ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുന്ന ചാപ്പൽ. അവിടെ പോയി വൈകുന്നേരം ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആകുലത കയറിയിട്ട് നിന്ന് പ്രാർത്ഥിക്കുക, വീണ്ടും ഉത്കണ്ഠ കയറിയിട്ട് മുട്ടുകുത്തി പ്രാർത്ഥിക്കും. അപ്പോൾ തോന്നും കൈവിരിച്ച് പിടിച്ച് പ്രാർത്ഥിക്കാമെന്ന്. എങ്ങനെ ചിന്തിച്ചിട്ടും ആകുലത കയറി വരികയാണ്, ഉത്കണ്ഠ കയറി വരികയാണ്. കർത്താവേ, ഇത് എങ്ങനെയാണ് ഈ കടം വീട്ടുക, എങ്ങനെയാണ് ഇതെന്ന് ഒരു പോംവഴി ഉണ്ടാവുക? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ഇത് പ്രാർത്ഥിക്കുന്ന സമയത്ത് കുറച്ച് സമയം അങ്ങനെ ആകുലപ്പെട്ടിരുന്ന് പ്രാർത്ഥിച്ചു. കുറച്ച് കഴിഞ്ഞ് അച്ഛൻ വെള്ളം കുടിക്കാൻ വേണ്ടി മുറിയിലേക്ക് വന്നപ്പോൾ മുറിയിൽ ഫോണിൽ അച്ഛൻ അറിയാവുന്ന ഒരു വ്യക്തിയുടെ, നന്നായിട്ട് ശുശ്രൂഷ ചെയ്യുന്ന, പ്രാർത്ഥിക്കുന്ന, വരദാനങ്ങൾ ഉപയോഗിച്ച് ശുശ്രൂഷ ചെയ്യുന്ന ഒരു വ്യക്തിയുടെ നമ്പർ, എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടായിരിക്കുമെന്ന് വിചാരിച്ചിട്ട് അച്ഛൻ ഫോണെടുത്ത് ആ വ്യക്തിയെ വിളിച്ചു. വിളിച്ച സമയത്ത് ഈ ശുശ്രൂഷ കർത്താവിൻ്റെ കയ്യിൽ ശക്തമായ ഉപകരണമായുള്ള ഈ ശുശ്രൂഷകൻ എന്നോട് ഇങ്ങനെ പറഞ്ഞു, അച്ഛാ, ഈ സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈശോ എന്നോടൊരു കാര്യം പറഞ്ഞു. ഇതാ എൻ്റെ ഒരു ദാസൻ അവിടെ ദേവാലയത്തിൽ ഒത്തിരി ഉത്കണ്ഠപ്പെട്ട് ആകുലപ്പെട്ട് കടബാധ്യതയെക്കുറിച്ച് ആകുലപ്പെട്ട് കഴിയുന്നുണ്ട്. അവനിരുന്ന് വേദനിച്ചുകൊണ്ടിരിക്കുകയാണ്. നീ ഇപ്പോൾ അവന് വേണ്ടി പ്രാർത്ഥിക്കണം. നീ അവനെ വിളിച്ചിട്ട് അവനോട് പറയണം, ഇതാ കർത്താവ് ഇത് കാണുന്നുണ്ട്, നീ ഉത്കണ്ഠപ്പെടണ്ട എന്ന് നീ അവനോട് പറയണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് കേട്ടതോടുകൂടി അച്ഛനെ അതിന് തൊട്ട് മുമ്പ് ഏതാനും മണിക്കൂറുകളായി ഇരിക്കുമ്പോൾ നിൽക്കുമ്പോൾ തോന്നും മുട്ടുകുത്താൻ തോന്നും കൈവിരിച്ച് പിടിക്കാൻ ആകപ്പാടെ വെപ്രാളത്തിലാക്കിയ, വലിയ ഞെരുക്കത്തിലാക്കിയ ആ ഒരു ഉത്കണ്ഠയുടെ പീഡ വിട്ടുമാറിപ്പോയി. ഇപ്പോഴും ലക്ഷങ്ങളുടെ കടബാധ്യതയുണ്ട്, പക്ഷെ ആ ഉത്കണ്ഠ പീഡ കർത്താവ് എടുത്തു മാറ്റി. ഹല്ലേലൂയ, ഈശോയെ നന്ദി. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഞെരുക്കങ്ങൾ, ഉത്കണ്ഠകൾ, ആകുലതകൾ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് ഭാരമേൽപ്പിക്കാം. നമ്മൾ തന്നെ ചുമന്നുകൊണ്ടിരിക്കാതെ കർത്താവിന് കൊടുക്കാം. ഒരിക്കൽ കൂടി നമ്മുടെ 2 കരങ്ങളൊന്ന് കർത്താവിൻ്റെ സ്ഥലത്തേക്ക് നമുക്ക് ഉയർത്തിപ്പിടിക്കാം. ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഭാരമേൽക്കുകയും അവിടെ നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. നിന്റെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഭാരമേൽപ്പിക്കുകയും അവിടെ നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. എൻ്റെ അടുക്ക വരുന്നവർ ഞാൻ ഒരിക്കലും തള്ളിക്കളയില്ല എന്ന് പറഞ്ഞ കർത്താവേ, ഇന്ന് ഷെക്കേന ചാനലിലൂടെ ലോകത്തിൻ്റെ വ്യത്യസ്ത ദിക്കുകളായിരുന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തികളുടെ ജീവിതത്തിൽ ഉത്കണ്ഠകൾ, ഭാരങ്ങൾ, നിരാശ, ഭാവിയെക്കുറിച്ചുള്ള ആകുലതകൾ, കുടുംബത്തെക്കുറിച്ചുള്ള ഞെരുക്കങ്ങൾ കർത്താവെ അങ്ങനെ സതിലേക്ക് സമർപ്പിക്കുന്നു. കരങ്ങളെ അതെല്ലാവരും സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, 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 ഈശോയെ. കർത്താവെ കരുണയായിരിക്കണമേ, കർത്താവെ കരുണയായിരിക്കണമേ. വ്യക്തികളുടെ മേ കരുണയായിരിക്കണമേ, കുടുംബങ്ങളുടെ മേ കരുണയായിരിക്കണമേ, ശുശ്രൂഷ മേഖലയുടെ മേ കരുണയായിരിക്കണമേ. എല്ലാവരും ഹൃദയം തുടങ്ങി പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹൃദയത്തിൽ കർത്താവിന്റെ വിളി സ്വീകരിക്കാം. പ്രിയപ്പെട്ട മകനെ, പ്രിയപ്പെട്ട മകളെ, കർത്താവ് നിന്നെ വിളിക്കുന്നു. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് കണ്ണുകൾ അടച്ച് ഓരോരുത്തരും ഈശോയോട് പറയുക, എൻ്റെ ഈശോയെ, എൻ്റെ ഭാരം ഇതാണ്, എൻ്റെ വേദന ഇതാണ്, എൻ്റെ കുടുംബത്തിൻ്റെ ഉത്കണ്ഠ ഇതാണ്. അങ്ങയുടെ സന്നിധിയിലേക്ക് എങ്ങനെ സമർപ്പിക്കണമെന്ന് പോലും ഞങ്ങൾക്ക് അറിഞ്ഞുകൂടെ കർത്താവേ. ഞങ്ങളെ സഹായിക്കണമേ, ഞങ്ങളെ ഏറ്റെടുക്കണമേ. കർത്താവേ, ഈശോ ഓരോരുത്തരെയും കാണുന്നു. ഈശോ ശ്രദ്ധിക്കുന്നു. ആണിപ്പാടുള്ളവൻ കരങ്ങൾ നീട്ടി നിന്നെ വിളിച്ചിടുന്നു. ആണിപ്പാടുള്ളവൻ കരങ്ങൾ
വിളിച്ചിടുന്നു. ഭവനങ്ങളിലായിരിക്കുന്നവരെ, ശുശ്രൂഷ മേഖലയിലായിരിക്കുന്നവരെ കർത്താവെ സ്പർശിക്കണമേ. മനസ്സിന്റെ മേഖല സൗഖ്യം നൽകണമേ കർത്താവേ. അങ്ങയുടെ കരുണയാൽ മനസ്സിനെ സുഖപ്പെടുത്തണമേ. നിന്നെ വിളിച്ചിടുന്നു. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കുന്ന വചനത്തിന്റെ യോഗ്യതയാൽ അഭിപിതാക്കന്മാരെ കൂട്ടായ്മയിൽ, എല്ലാ അഭിഷേകത്തിനെയും കൂട്ടായ്മയിൽ ഈ ശുശ്രൂഷയെ പകരുന്ന ഓരോരുത്തരെയും കർത്താവേ ഈ സമയങ്ങൾ അനുഗ്രഹിക്കുന്നു. ഈശോയുടെ നാമത്തെ അനുഗ്രഹിക്കുന്നു. ഈശോയുടെ രക്തത്തെ അനുഗ്രഹിക്കുന്നു. ഇന്ന് ലോകത്ത് അറിയപ്പെടുന്ന എല്ലാ വിശുദ്ധരുടെ യോഗ്യതയാൽ അനുഗ്രഹിക്കുന്നു. സഭയിൽ കർത്താവെ അർപ്പിയുടെ എല്ലാ പ്രാർത്ഥനയുടെയും വിശുദ്ധാത്മാക്കളുടെയും കൂട്ടായ്മയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും മേഖലകളിൽ കരുണയും സൗഖ്യവും നൽകുന്ന നമ്മുടെ കർത്താവിൻ്റെ കരുണ നമ്മൾ സ്വീകരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു മേഖല, അത് ഒരു വ്യക്തിയുടെ ആത്മാവിൽ ഉണ്ടായിട്ടുള്ള കറകളെക്കുറിച്ചിട്ടാണ്. പാപം ചെയ്ത വ്യക്തിക്ക് ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു വേദനയാണ് ഒരുപക്ഷെ ശരീരത്തിൻ്റെ വേദനയേക്കാൾ മനസ്സിൻ്റെ വേദനയേക്കാൾ ഭാരപ്പെടുത്തുന്നത്. ശരീരത്തിൻ്റെ വേദനയുണ്ടെങ്കിലും മനസ്സിൽ ശക്തിയുണ്ടെങ്കിൽ, ഒരു വിൽ പവറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുറേയൊക്കെ തരണം ചെയ്യാൻ വേണ്ടി പറ്റും. അല്ലെങ്കിൽ ഒരു പെയിൻ കില്ലറൊക്കെ ഉണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. മനസ്സിൻ്റെ വേദനയാണെങ്കിലും നമ്മളെ ആശ്വസിപ്പിക്കാനും പ്രോത്സാഹിപ്പിക്കാനും ഒക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ, അതല്ലെങ്കിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ പോയി ദിവ്യകാരണ സന്നിധി ഇരിക്കാൻ വേണ്ടി പറ്റിയാൽ, അല്ലെങ്കിൽ ഒരു ശുശ്രൂഷയിൽ പങ്കെടുത്താൽ മനസ്സൊക്കെ കുറേ ശക്തിപ്പെടും. ചില വചനങ്ങൾ കേട്ട് കഴിയുമ്പോൾ മനസ്സ് ശക്തിപ്പെടും. എന്നാൽ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും വേദനയേക്കാൾ ഒരു വ്യക്തിയെ ചിതറിച്ച് കളയുന്ന ഒരു വേദനയാണ് ആത്മാവിലെ വേദന. ആത്മാവിലെ വേദന, എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞാൻ പാപം ചെയ്തു പോയല്ലോ എന്നൊരു വേദന. അച്ഛൻ വർഷങ്ങൾക്ക് മുമ്പ് ശാലോം ചാനലിൽ വന്ന അഭിഷേകാഗ്നി എപ്പിസോഡുകൾ ചിലത്, സേവ്രികാം വട്ടാച്ചൻ്റെ അഭിഷേകാഗ്നി എപ്പിസോഡുകൾ ചിലത് കേൾക്കുന്ന സമയത്ത് വർഷങ്ങൾക്ക് മുമ്പ് ഈ സേവ്രികാം വട്ടാച്ചൻ പറഞ്ഞ ഒരു സംഭവം അച്ഛൻ ഓർക്കുകയാണ്. ഒരു വ്യക്തി, ഹൈറേഞ്ച് മേഖലയിലുള്ള ഒരു വ്യക്തി, അദ്ദേഹം ആശാരിപ്പണി ചെയ്യുന്ന വ്യക്തിയാണ്, വിശ്വാസിയാണ്, ക്രിസ്ത്യാനിയാണ്. അദ്ദേഹം നന്നായിട്ട് ആശാരിപ്പണി ചെയ്യും. അദ്ദേഹത്തിൻ്റെ കീഴിൽ അനേകം ശിഷ്യന്മാരുണ്ട്. ഒരു 10-20ഓളം പേര് ഇദ്ദേഹം പരിശീലിപ്പിച്ചിട്ടുണ്ട്. അവർക്കൊക്കെ ഈ തലവനായ ഈ ആശാരിയെ, ഇദ്ദേഹത്തെ, ഈ കാർപ്പൻ്ററെ വലിയ ആദരവാണ്. കാരണം ഈ പണിയിൽ അദ്ദേഹത്തിൻ്റെ മികവ് അത്രയും പ്രധാനപ്പെട്ടതാണ്. എന്ന് മാത്രമല്ല, ജോലിയൊന്നും ഇല്ലാത്ത, പണിയൊന്നും അറിയാത്തവരെ ഇദ്ദേഹം കൂടെ നിർത്തി പരിശീലിപ്പിച്ച് തന്നെ പോലെ തന്നെ മികവുറ്റ, കഴിവ് തെളിയിച്ച നല്ല കാർപ്പൻ്റർമാരായി ഇവരെ ഓരോരുത്തരെയും, മരപ്പണിക്കാരായി ഇവരെ ഓരോരുത്തരെയും ഇദ്ദേഹം പരിശീലിപ്പിച്ചു. ഇന്ന് ആ ദേശത്തുള്ളത് വെച്ച് ഏറ്റവും നല്ല മരപ്പണിക്കാരുടെ ടീം ഇത് ഇവരുടെയാണ്. ഇവരുടെ പ്രത്യേകത, ഈ തലവനായ ആശാരി, ഈ മരപ്പണി ചെയ്യുന്ന വ്യക്തി, അദ്ദേഹം നന്നായിട്ട് മദ്യപിക്കും. അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരും അതുപോലെ അദ്ദേഹം മദ്യപിക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് ഡിവൈനിൽ ധ്യാനം നടക്കുമ്പോൾ, ഡിവൈനിൽ ഇദ്ദേഹത്തെ ആരോ ധ്യാനത്തിന് കൊണ്ടുപോയി ഡിവൈനിൽ വെച്ച് ധ്യാനം കൂടി എന്നേക്കുമായി അദ്ദേഹം ഈ മദ്യപാനം അവസാനിപ്പിച്ചു. അന്ന് മുതൽ പിന്നീട് 16 വർഷം ഈ മനുഷ്യൻ മദ്യപിച്ചിട്ടില്ല. ഇദ്ദേഹത്തിൻ്റെ സ്വാധീന ഫലമായി കൂടെയുള്ള സഹപ്രവർത്തകരും കുറേ പേര് കുടി നിർത്തി. എങ്കിലും കുറച്ച് പേര് കുടി നിർത്തിയിട്ടില്ല. കുടി തുടങ്ങുന്ന പോലെ അത്ര എളുപ്പമല്ലല്ലോ കുടി നിർത്തുക എന്നുള്ളത്. കൂട്ടുകാർ പറഞ്ഞപ്പോൾ കുടിച്ചു തുടങ്ങി, പക്ഷേ കൂട്ടുകാർ പറഞ്ഞപ്പോൾ നിർത്താൻ പറ്റാതെ കുറച്ച് പേര് അതിലുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ഇദ്ദേഹത്തിൻ്റെ ഈ ഗ്രൂപ്പിൽപ്പെട്ടവരിൽ അവർ പലരും തന്നെത്താൻ വർക്കിന് പോയി തുടങ്ങി. ഇപ്പോൾ അവർ ഓരോ ടീമായി പോയി തുടങ്ങി. ഇദ്ദേഹം പഴയ പോലെ വർക്കിന് പോകുന്നില്ല, വല്ലപ്പോഴൊക്കെ വർക്കിന് പോകും. കുറച്ച് പ്രായമൊക്കെ ആയി, കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നു, അത്യാവശ്യം പണികൾ ചെയ്യുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹം പരിശീലിപ്പിച്ചത് വെച്ച്, അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന വെച്ച് ഏറ്റവും ചെറുപ്പക്കാരനായിരുന്ന ഒരു മരപ്പണിക്കാരൻ, അദ്ദേഹം അധ്വാനിച്ച് ജോലി ചെയ്ത് സ്വന്തമായിട്ടൊരു വീട് വെച്ചു. ആ വീടിലേക്ക് പ്രവേശിക്കുന്ന സമയമായി, ആ വീട് ബ്ലസ് ചെയ്ത് കയറുന്ന സമയമായി.
അപ്പോൾ അദ്ദേഹത്തിന് വലിയ ആഗ്രഹം, എന്നെ പഠിപ്പിച്ച, എന്നെ വളർത്തിയ എൻ്റെ ഗുരു തുല്യനായ ഇദ്ദേഹത്തെ, ഈ മെയിൻ ആളെയും കൂടെ കൊണ്ടുവരണം. ഇവരെല്ലാവരും കൂടെ ഒരുമിച്ച് കൂടി. അങ്ങനെ ഇരിക്കുമ്പോൾ പല സ്ഥലങ്ങളിലും ആഘോഷം നടക്കുമ്പോൾ പിന്നാമ്പുറത്ത് ചില മുറികളിൽ വേറെ ചില സൽക്കാരമുണ്ടല്ലോ, ഈ വീട്ടിൽ അതുപോലെ തന്നെ മദ്യം സെർവ് ചെയ്യുന്ന ഒരു മുറി പുറകിലുണ്ടായിരുന്നു. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ഞാൻ വരും, പക്ഷേ മദ്യപിക്കാൻ വേണ്ടി വരില്ല, ആ കൂട്ടിന് വരില്ല, ഞാൻ പെട്ടെന്ന് പോരും, നിന്നോടുള്ള സ്നേഹം കൊണ്ട് ഞാൻ അതിന് വരും. ഓക്കെ, അവരൊക്കെ സമ്മതിച്ചു. അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും ഈ പുതിയ വീട്ടിലേക്ക് കയറുന്ന ദിവസം കൂട്ടുകാരെല്ലാം ഒരുമിച്ച് കൂടി. ഈ ഗുരുവായി നിൽക്കുന്ന ഈ ആശാരിപ്പണി ചെയ്യുന്ന വ്യക്തിക്ക്, കാർപ്പൻ്ററായിരുന്ന വ്യക്തിക്ക് വലിയ സന്തോഷമായി. തൻ്റെ ശിഷ്യനെ അധ്വാനിച്ച് ഇത്രയും നല്ല വീടൊക്കെ പണിതല്ലോ, അവനോട് വലിയ സന്തോഷമൊക്കെ പറഞ്ഞ് കൂട്ടുകാരെ എല്ലാം കണ്ടപ്പോൾ സന്തോഷമായി. പെട്ടെന്ന് തിരിച്ചു പോയില്ല, കൂട്ടുകാരെ കൂടെ വന്നു. പിന്നെ അവസാനം അവർ കുടിക്കുന്ന സ്ഥലത്ത് ഇദ്ദേഹം അവരുടെ കൂടെ നിന്ന് കുടിക്കാൻ വേണ്ടി പോയില്ല. കുറേ കഴിഞ്ഞു, അവർ സഹപ്രവർത്തകർ കുടിച്ചുകൊണ്ടിരുന്നു, ഇദ്ദേഹം നോക്കിയിരുന്നു. കുറച്ച് കഴിഞ്ഞ് എന്തൊക്കെയോ ഇവർ പുതിയ മദ്യത്തെക്കുറിച്ചും പഴയ മദ്യത്തെക്കുറിച്ചൊക്കെ ചർച്ചകൾ വന്നപ്പോൾ അത് പുതിയതിനാണോ പഴയതിനാണോ വീര്യം എന്നറിയാൻ വേണ്ടി പുതിയ സാധനം ഇദ്ദേഹത്തിൻ്റെ വായിൽ ഒരു തുള്ളി വെച്ച് കൊടുത്തു. ഒരു തുള്ളി വെച്ച് കൊടുത്തു കഴിഞ്ഞപ്പോൾ കൂട്ടുകാർ പറഞ്ഞു, ഒരു തുള്ളി കുടിച്ചാലും ഒരു ഗ്ലാസ് കുടിച്ചാലും സെയിമാണ്, മദ്യപാനാണ്, അതുകൊണ്ട് ഇത് ഒരു ഗ്ലാസ് കുടിക്കുക. അങ്ങനെ അദ്ദേഹം കുടിച്ചു. ഒരു തുള്ളി തുടങ്ങി, ഒരു ഗ്ലാസ്സിലായി, പല ഗ്ലാസ്സായി. അതങ്ങനെ തന്നെ മുന്നോട്ട് പോയി. ഉച്ചയ്ക്ക് വീട്ടിലെത്തേണ്ട വ്യക്തി ഉച്ചയ്ക്ക് വീട്ടിലെത്തിയില്ല, 4 മണിക്ക് വീട്ടിലെത്തിയില്ല. വൈകുന്നേരം ഒരു 9 മണി 10 മണിയാകുമ്പോൾ ഓട്ടോറിക്ഷ വിളിച്ച് ഇദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ ഇദ്ദേഹത്തെ വീട്ടിൽ കൊണ്ടാക്കുകയാണ്. 16 വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ ഇദ്ദേഹം വന്നിരുന്നതാണ്. ഇന്നിതാ വീണ്ടും ഓട്ടോറിക്ഷയിൽ സുഹൃത്തുക്കൾ കൊണ്ടുവന്ന് ഇദ്ദേഹത്തെ വീടിൻ്റെ പടിക്കലിറക്കിയപ്പോൾ ഭാര്യയ്ക്ക് മനസ്സിലായി ഇദ്ദേഹം മദ്യപിച്ചിട്ടുണ്ട്. പക്ഷേ സ്നേഹിതയായ ഭാര്യ, ഇദ്ദേഹം അടുത്ത് വന്നു കഴിഞ്ഞാൽ മദ്യപിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് മനസ്സിലാകും, അതുകൊണ്ട് അത്രയും പോലും ഈ ജീവിത പങ്കാളിയെ വേദനിപ്പിക്കേണ്ട എന്ന് വിചാരിച്ചിട്ട് ഈ ഭാര്യ അടുത്തേക്കൊന്നും പോയില്ല. ഇദ്ദേഹം വീട്ടിലേക്ക് വന്നു, ഭാര്യയോടൊന്നും മിണ്ടാതെ മുറിയിലേക്ക് കയറി വാതിലടച്ചു. ഭാര്യ ഒരു കാര്യം ചെയ്തു, ഇന്നൊരു കാര്യം ചെയ്യാം, ഇന്നിപ്പോൾ ഞാൻ മുറിയിലേക്ക് പോയി ഈ മദ്യത്തിൻ്റെ സ്മെല്ല് ഞാൻ അടിച്ചിട്ട് അതിൻ്റെ ഒരു വേദന അദ്ദേഹത്തിന് ഉണ്ടാകണ്ട. ഭാര്യ വേറൊരു മുറി കടന്നു. പിറ്റേ ദിവസം രാവിലെ ഈ മനുഷ്യനെ കാപ്പിയുമായിട്ട് മുറിയിലേക്ക് ചെന്ന് വാതിൽ മുട്ടിയിട്ട് വാതിൽ തുറക്കുന്നില്ല. ഈ സ്ത്രീ മുട്ടിയിട്ട് വാതിൽ തുറക്കുന്ന മക്കളെയൊക്കെ വിളിച്ചു, അയൽവാസികളെ വിളിച്ചു, വാതിൽ തല്ലിപ്പൊളിച്ച് അകത്ത് കയറി കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം അന്ന് രാത്രി സ്വന്തം മുറിയിൽ തൂങ്ങി മരിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 16 വർഷം മദ്യപിക്കാതിരുന്ന വ്യക്തി ജീവിതത്തിൻ്റെ ഒരു ദുർബല നിമിഷത്തിൽ സഹപ്രവർത്തകരുടെ പ്രേരണയാൽ മദ്യപാനത്തെ തിന്മയിലേക്ക് വീണു പോയി കഴിഞ്ഞപ്പോൾ അതൊരിക്കലും ഉൾക്കൊള്ളാൻ അദ്ദേഹത്തിന് പറ്റിയില്ല. ഞാൻ ഈ നീണ്ട 16 വർഷം പിടിച്ചു നിന്നിട്ട് ഇത്രയും കാലം വിശുദ്ധിയോടെ ജീവിച്ചിട്ട് ഇന്ന് എനിക്ക് ഈ ഇടർച്ച പറ്റിയല്ലോ. ഞാൻ എത്ര നല്ല മാതൃകയായി ജീവിച്ചിരുന്ന വ്യക്തിയാണ്. എന്നെക്കുറിച്ച് എത്രയോ പേര് പറഞ്ഞില്ലേ, വികാരിച്ചനൊക്കെ പറയുമായിരുന്നു, നമ്മുടെ ഇന്നയാളെ നോക്ക്, കുടിച്ചു നടന്ന വ്യക്തിയാണ്, 16 വർഷമായി ഒരിക്കലും പിന്നോട്ട് പോയിട്ടില്ല, വിശ്വസ്തനായിരുന്നു, കുടി നിർത്തുകയാണെങ്കിൽ അങ്ങനെ വേണം, അങ്ങനെ പലരും അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. എന്നിതാ ഞാൻ വീണുപോയി. അദ്ദേഹത്തിന് ഒരിക്കലും അത് ഉൾക്കൊള്ളാൻ വേണ്ടി പറ്റിയില്ല. മദ്യപിച്ചപ്പോൾ കൂട്ടുകാരുണ്ടായിരുന്നു. തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ മുറിക്കകത്ത് കയറിയപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ പിശാച് നിരാശയുടെ ചിന്ത കൊടുത്തു. ആകുലത, അപമാനത്തിൻ്റെ, ഇനി ഞാൻ ജീവിച്ചെന്താ കാര്യം, ഇനി എൻ്റെ സൽപ്പേര് പോയില്ല, ഞാൻ വീണ്ടും കുടിച്ചില്ലേ, എൻ്റെ കർത്താവ് ഇനി എന്നോട് കരുണ കാണിക്കുമോ, എൻ്റെ ദൈവം എന്നോട് കരുണ കാണിക്കുമോ? ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച്, ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം മനസ്സിലാക്കാൻ അദ്ദേഹം പരാജയപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ജീവിതം അന്ന് കയറിൽ അവസാനിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നും അനേകം വ്യക്തികളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു ദുരന്തം ഇതാണ്. ദൈവത്തിൻ്റെ കരുണയും സ്നേഹവും അനന്തമാണെങ്കിലും ഒരിക്കലും അസ്തമിക്കാത്തതാണെങ്കിലും അത് മനസ്സിലാക്കാൻ വേണ്ടി പലർക്കും പറ്റുന്നില്ല എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ കരുണയും സ്നേഹവും മനസ്സിലാക്കാത്തത് കൊണ്ട്, ദൈവത്തിൻ്റെ അനന്തമായ ദയയുടെ ആഴം മനസ്സിലാക്കാൻ പറ്റാത്തത് കൊണ്ട്, ഒരിക്കലും അസ്തമിക്കാത്ത അവിടുത്തെ സ്നേഹം മനസ്സിലാക്കാൻ പറ്റാത്തത് കൊണ്ട്, പ്രിയപ്പെട്ടവരെ, നമ്മളോട് തന്നെ ഇടപെടുന്നത് നമ്മുടെ മനസ്സിലുള്ള ഒരു നീതിബോധമുണ്ട്. ചില വ്യക്തികളോട് നമ്മൾ പറയും, 1 പ്രാവശ്യം ക്ഷമിച്ചു, 2 പ്രാവശ്യം ക്ഷമിച്ചു, 3 പ്രാവശ്യം, ഇത് ലാസ്റ്റ് വാണിംഗ് ആണ്, ഇനി ക്ഷമയില്ല.
നമ്മൾ മറ്റുള്ളവരോട് എങ്ങനെയാണോ ക്ഷമിക്കുന്നത്, മറ്റുള്ളവരോട് എങ്ങനെയാണോ കരുണ കാണിക്കുന്നത്, ആ ഒരു മനോഭാവം നമ്മുടെ മനസ്സിലുണ്ട്, ആ ഒരു മാനദണ്ഡം നമ്മുടെ മനസ്സിലുണ്ട്. നമ്മൾ ദൈവത്തിൻ്റെ മാനദണ്ഡം അതുതന്നെയാണെന്ന് തെറ്റിദ്ധരിക്കാനുള്ള സാധ്യതയുണ്ട് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഈശോ പാപികളോടുള്ള സ്നേഹത്തെക്കുറിച്ച് എന്താണ് പഠിപ്പിച്ചിട്ടുള്ളത്? ദൈവത്തിന് പാപിയോടുള്ള മനോഭാവം എന്താണ്? ഇത് മനസ്സിലാക്കുക എന്നുള്ളത് നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ അഭിവൃദ്ധിക്കും അതിനേക്കാട്ടിലുപരി ജീവിതത്തിൽ ഇടർച്ചകളും ബലഹീനതകളും കുറവുകളും ഉണ്ടാകുമ്പോൾ ജീവിതത്തിൽ പ്രത്യാശയോടെ മുന്നോട്ട് പോകാൻ ഇത് അത്യാവശ്യമാണ്. ലൂക്കായുടെ സുവിശേഷത്തിൽ 5-ാം അധ്യായത്തിൽ 31 32 വാക്യങ്ങളിൽ ഈശോ പറഞ്ഞു, ആരോഗ്യമുള്ളവർക്കല്ല രോഗികൾക്കാണ് വൈദ്യനെ ആവശ്യം. ഞാൻ വന്നിരിക്കുന്നത് നീതിമാന്മാരെ വിളിക്കാനല്ല, പാപികളെ പശ്ചാത്താപത്തിലേക്ക് ക്ഷണിക്കാനാണ്. ഞാൻ വന്നിരിക്കുന്നത് നീതിമാന്മാരെ വിളിക്കാനല്ല, പാപികളെ പശ്ചാത്താപത്തിലേക്ക് ക്ഷണിക്കാനാണ്. പ്രിയപ്പെട്ട സഹോദര, പ്രിയപ്പെട്ട സഹോദരി, നീ പാപത്തിൻ്റെ അടിമത്തത്തിൽ കഴിയുന്ന വ്യക്തിയാണോ എങ്കിൽ കർത്താവിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്, ഞാൻ വന്നിരിക്കുന്നത് പ്രിയപ്പെട്ട ദൈവ പൈതലേ നിന്നെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്, നിന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. വിശുദ്ധനെ തേടി അല്ല കർത്താവ് വന്നത്. വിശുദ്ധൻ കർത്താവിൻ്റെ സതി എത്തുമെന്ന് കർത്താവിന് ഉറപ്പുണ്ട്. എന്നാൽ ഇതാ പാപികളെ പശ്ചാത്താപത്തിൽ ക്ഷണിക്കാൻ വേണ്ടിയാണ് ഈശോ വന്നത് എന്ന്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ധോണി മരിയറി ന്യൂസിൻ്റെ ധ്യാനം നടക്കുമ്പോൾ അധികം പേരിൽ 100-100 ചിലാനും പേര് അൽമായരെ പൊതുവായിട്ടുള്ളൊരു ധ്യാനം, പരിശുദ്ധാമാഭിഷേക ധ്യാനം നടക്കുകയാണ്. ആ സമയത്ത് ഒരു ചെറുപ്പക്കാരൻ, അവന് 18 വയസ്സേ ഉള്ളൂ, അവൻ ധ്യാനിക്കാൻ വേണ്ടി വന്നു. അവനെ കണ്ടു കഴിഞ്ഞാൽ ഒരു 5 അടി പൊക്കം, പ്രത്യേകിച്ച് സാധാരണ ഒരു കണ്ട നിഷ്കളങ്കത്തുള്ള ഒരു ചെറുപ്പക്കാരൻ. പക്ഷെ ധ്യാനം തുടങ്ങിയിട്ട് ആദ്യത്തെ സെഷൻ കഴിഞ്ഞു, അച്ഛനത് സെഷൻ കഴിഞ്ഞ് വെഞ്ചരിപ്പ് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ശുശ്രൂഷകർ ഒന്ന് പറഞ്ഞു, അച്ഛാ ഒരു ചെറുപ്പക്കാരനുണ്ട്, അവന് വചനഹാളിലേക്ക് പ്രവേശിക്കാൻ പറ്റുന്നില്ല. അവൻ വചനഹാളിൽ പ്രവേശിക്കണം അവന് ആഗ്രഹമുണ്ട്. അവൻ കയറുമ്പോഴേക്ക് അവൻ പറയാണ് അവനെ ആരോ തള്ളി പുറത്തിടുന്ന പോലത്തെ അനുഭവം. 1-2 പ്രാവശ്യം അവൻ വചനഹാളിലേക്ക് കയറാൻ വേണ്ടി പരിശ്രമിച്ചു, പക്ഷെ ആരോ അവനെ തള്ളിയിടുന്ന പോലത്തെ ഒരു അനുഭവം അവനുണ്ടായി. പിന്നെ അവന് കയറാൻ പറ്റുന്നില്ല. ജപമാല ചെല്ലുന്ന പ്രാർത്ഥന കേൾക്കുമ്പോഴേക്കും അവന് ചെവി പൊട്ടിപ്പോകുന്ന പോലത്തെ ഒരവസ്ഥ. സ്തുതിപ്പ് കേൾക്കുമ്പോഴേക്കും അവിടുന്ന് ഇറങ്ങി ഓടിപ്പോകണം എന്നൊരു ചിന്ത. അവൻ ഈ പ്രാർത്ഥനയും സ്തുതിപ്പും കേൾക്കാൻ പറ്റുന്നില്ല. പ്രാർത്ഥിക്കുന്ന വ്യക്തികളുടെ സാന്നിധ്യം പോലും അവനൊരു അസ്വസ്ഥയായി തുടങ്ങി. അവൻ ഡോർമെറ്റിൽ തന്നെ ഇരിക്കുകയാണ്. പിന്നെയും ശുശ്രൂഷകർ നിർബന്ധിച്ച് വചനഹാളിലേക്ക് കൊണ്ടുവന്നു, പക്ഷേ അവന് കയറാൻ വേണ്ടി പറ്റുന്നില്ല. അച്ഛൻ ഈ ചെറുപ്പക്കാരൻ്റെ അടുത്ത് വന്ന് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, ആദ്യ കുർബാന സ്വീകരണവും ആദ്യ കുമ്പസാരവും കഴിഞ്ഞതിന് ശേഷം പിന്നെ അവൻ ഒരിക്കൽ പോലും കുമ്പസാരിച്ചിട്ടില്ല, ഒരിക്കൽ പോലും വിശുദ്ധ കുർബാന സ്വീകരിച്ചിട്ടില്ല. അവൻ്റെ പിതാവ് നേരത്തെ മരിച്ചുപോയി, പിന്നെ അമ്മയുള്ളത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഇവൻ വീട്ടിൽ നിന്ന് ആരുടെയൊക്കെ കൂടെ നാട് വിട്ടു പോയി, ബാംഗ്ലൂർ പോയി. അവിടെ വെച്ച് സാത്താനെ ആരാധിക്കുന്ന ഒരു ഗണത്തിൽപ്പെട്ടു. അവരുടെ കൂടെ വർഷങ്ങളായി അവൻ പിശാചിനെ ആരാധിക്കുന്ന ഒരു ഗണത്തിലായിരുന്നു. അവരുടെ ഗ്രൂപ്പിൽ ഒരു നേതൃനിരയിലേക്ക് ഇവൻ വന്നു. അവൻ വന്നപ്പോൾ പറഞ്ഞു, അച്ഛാ എനിക്ക് ഇങ്ങനെ പിശാചിൻ്റെ ആരാധിക്കുന്ന ഗ്രൂപ്പിൽ പോയിട്ട് പൈശാചികമായ ഒത്തിരി ശക്തികൾ കിട്ടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു അതൊക്കെ നിൻ്റെ കാര്യത്തിനോട്ടെ, പക്ഷേ ഉള്ളിലുള്ള യേശു ക്രിസ്തുവിൻ്റെ ശക്തി എല്ലാ പൈശാച ശക്തികളെക്കാൾ വലുതാണ്, അതുകൊണ്ട് നിൻ്റെ ശക്തിയെക്കുറിച്ച് നീ പറയണ്ട. അവൻ വേറെ പല കാര്യങ്ങളും അവൻ്റെ പിശാചിൻ്റെ പിന്നാലെ പോയിട്ട് കിട്ടിയതിനെക്കുറിച്ച് പറഞ്ഞു. പക്ഷേ പിന്നീട് അവൻ എങ്ങനെയോ ആ ഗ്രൂപ്പിൽ നിന്ന് പുറത്തു വന്ന് ഇപ്പോൾ അവൻ്റെ അമ്മ ധ്യാനിക്കാൻ വേണ്ടി ഇവനെ കൊണ്ടുവിട്ടാണ്. ആദ്യത്തെ ദിവസം ഇവന് വചനഹാളിൽ കയറാൻ വേണ്ടി പറ്റിയില്ല. അവിടെ അച്ഛന്മാരെല്ലാം പ്രാർത്ഥിച്ചു, അവന് വചനഹാളിൽ കയറാൻ വേണ്ടി പറ്റുന്നില്ല. എന്ത് തന്നെയാണെങ്കിലും ഇവൻ ധ്യാനത്തിന് വേണ്ടി വന്നതല്ലേ. അച്ഛനോട് നമ്മളൊരു കാര്യം ചെയ്തു, ഇവനെ ഡോർമെറ്റിൽ തന്നെ ഇരുന്നോളാൻ വേണ്ടി പറഞ്ഞു. എന്നിട്ട് നന്നായി പ്രാർത്ഥിക്കുന്ന 2 സിസ്റ്റേഴ്സിനോട് ഇവൻ്റെ കൂടെ അവിടെ ഇവൻ ഡോർമെറ്റിൽ ഇരിക്കും, ഇവൻ്റെ അടുത്ത് ഇവർ അടുത്തുള്ള കട്ടിലിരുന്ന് ഇവർ കൊന്ത ചൊല്ലിക്കൊണ്ടിരിക്കും, കരണക്കൊന്ത ചൊല്ലിക്കൊണ്ടിരിക്കും, പ്രാർത്ഥിക്കും. സാധാരണഗതിയിലിരിക്കുമ്പോൾ ഇവന് വലിയ കുഴപ്പമില്ല. ഇടയ്ക്ക് ഇവർ സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇവൻ വയലൻ്റ് ആവും. അങ്ങനെ ഇരിക്കുമ്പോൾ യേശുനാമ ശക്തി എന്ന പേരുള്ള സേവക മഠാച്ചൻ്റെ ബുക്ക് ഇട്ടിട്ടുണ്ട്. സിസ്റ്റേഴ്സ് ആരെ കൊണ്ടുവന്നിട്ട് ഈ പുസ്തകം കൊണ്ടുവന്നിട്ട് ഇവനിരിക്കുന്ന കട്ടിലിൽ ഇവൻ്റെ അടുത്ത് കൊണ്ട് വെച്ചു. ആ പുസ്തകം കൊണ്ടുവന്ന് യേശുനാമ ശക്തി എന്നുള്ള പുസ്തകം കൊണ്ടുവന്ന് ഇവൻ്റെ അടുത്ത് വെച്ചപ്പോഴേക്കും ഇവൻ വയലൻ്റായി. അവൻ നുരയും പതയൊക്കെ പുറപ്പെട്ട പോലെ അവൻ വയലൻ്റായി. അവൻ കട്ടിലിൽ നിന്ന് താഴെ വീണു. ഇവൻ കട്ടിലിൻ്റെ അടി കിടക്കുന്നു, ഇവരിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ആദ്യത്തെ ദിവസം അങ്ങനെ പോയി. 2ാമത്തെ ദിവസം ഇത് തന്നെ സ്ഥിതി.
യേശുനാമം പറയുമ്പോൾ, സ്തുതിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ ഇവൻ വയലൻ്റ് ആകും, അല്ലാത്തപ്പോൾ ഇങ്ങനെ ഇരിക്കും. ഒരിടയ്ക്ക് സ്തുതിക്കുന്ന സമയത്ത് ഈ ചെറുപ്പക്കാരൻ 45-50 കിലോ വെയിറ്റ് ഉള്ളൂ. അവൻ നിലത്ത് കിടന്നിട്ട് അവിടെ 2 ടയർ കട്ടിൽ, 2 തട്ടിൽ കട്ടിലാണ്. ഈ സിസ്റ്റേഴ്സ് ഇരിക്കുന്ന കട്ടിൽ ഇവരിന്ന് പ്രാർത്ഥിക്കുന്ന കട്ടിൽ നോക്കിയിട്ട് അവൻ ഒരു ചവിട്ടിയിട്ട് ഈ 2 ടയർ കട്ടിൽ ഈ 2 സിസ്റ്റേഴ്സിനെയും കൊണ്ട് ശരിക്കും അവൻ ചവിട്ടിപ്പൊക്കി. അതുപോലെ പൈശാചികമായ ഒരു ശക്തി ഉണ്ടായ ചെറുപ്പക്കാരൻ. 2-ാം ദിവസം കഴിഞ്ഞ് അവനെ കുമ്പസാരത്തിന് വേണ്ടി ഒരുക്കി പറഞ്ഞു വിട്ടു. കുമ്പസാരം കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടി വിടുതൽ കിട്ടി. അന്ന് രാത്രി അവൻ വചനഹാളിലേക്ക് പ്രവേശിച്ചു. അന്ന് ആരാധന സമയത്ത് ഇവൻ്റെ മേൽ ദൈവത്തിൻ്റെ ഒരു അത്യുന്നത ശക്തി വന്നു നിറഞ്ഞു. ആരാധന സമയത്ത് ഇവൻ താഴെ വീണു. സാവൂൾ താഴെ വീണ് കടന്ന പോലെ ഇവൻ താഴെ വീണ് കിടക്കുകയാണ്. ആരാധന കഴിഞ്ഞ് എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയ സമയത്ത് ഇവൻ ബോധമില്ലാതെ കിടക്കുമ്പോൾ അച്ഛൻ്റെ കൂടെ ശുശ്രൂഷ ഉണ്ടായിരുന്ന ഒരു വർഗീസ് ബ്രദർ, ഞങ്ങൾ രണ്ടും കൂടെ ഇവൻ്റെ അടുത്ത് ചെന്നു. ഇവൻ എന്തൊക്കെ പറയുന്നുണ്ട്. ഇവനെ ഞങ്ങൾ താങ്ങി സങ്കീർത്തി കൊണ്ട് നിർത്തിയിട്ട് ഇവനോട് കാര്യങ്ങൾ ചോദിച്ചു. അപ്പോൾ കുറേയൊക്കെ അവൻ പറഞ്ഞു. അവൻ്റെ പൈശാചികതയുടെ വിട്ടുമാറിപ്പോയി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 1 മാസം കഴിഞ്ഞ് അവൻ വീണ്ടും ധ്യാനത്തിന് വന്നു. അന്ന് അമ്മയെയും കൊണ്ട് ധ്യാനത്തിന് വന്നിരുന്നു. ആദ്യത്തെ ധ്യാനത്തിൽ തന്നെ അവസാനത്തെ 2 ദിവസങ്ങളിൽ ഏറ്റവും സജീവമായി പങ്കെടുത്ത ചെറുപ്പക്കാരനാണ്. 2ാമത്തെ ധ്യാനത്തിൽ ഇവൻ നന്നായിട്ട് പങ്കെടുത്തു. 3ാമത് ഒരിക്കൽ കൂടി ധ്യാനത്തിന് വന്നിട്ട് ചോദിച്ചു, അച്ഛാ എനിക്കിവിടെ ശുശ്രൂഷ ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. ഞാൻ പറഞ്ഞ് ഇവിടെ ധോണി സെൻറ്ററിൽ പരിമിതമായ സൗകര്യങ്ങളുള്ളൂ, അധികം പേരെ താമസിക്കാൻ സൗകര്യമില്ല, അതുകൊണ്ട് നീ അട്ടപ്പാടിയിൽ വട്ടാച്ചനോട് ചോദിച്ചു നോക്ക്. ഞാൻ സെഹിയോനിലേക്ക് പറഞ്ഞു വിട്ടു. സെഹിയോനിൽ വട്ടാച്ചൻ അവിടെ 1 മാസം അവിടുത്തെ ചെറുപ്പക്കാരുടെ കൂടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി നിർത്തി അവിടെ പ്രാർത്ഥിക്കാനും ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട്. 1 മാസം കഴിഞ്ഞപ്പോൾ ഇവൻ വട്ടാച്ചനോട് ചോദിച്ചു, അച്ഛാ എനിക്ക് അച്ഛനാകണമെന്ന് ആഗ്രഹമുണ്ട്, അച്ഛൻ്റെ കൂടെ ആ ആശ്രമത്തിൽ വല്ലോ എന്നെ ചേർക്കുമോ? വട്ടാച്ചൻ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിച്ചിട്ട് പറയാം. അച്ഛൻ ഇവന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട്, ഈ ബാക്ക്ഗ്രൗണ്ടൊന്നും അച്ഛൻ അറിയത്തില്ല, പ്രാർത്ഥിച്ചിട്ടോട് പറഞ്ഞു, മോനെ നിനക്ക് കർത്താവിന് വേണ്ടി വേല ചെയ്യാൻ വിളിയുണ്ട്, പക്ഷേ എൻ്റെ കൂടെ അല്ല, ഇവിടെയല്ല, അവിടെ നീ പ്രാർത്ഥിക്കുക, കർത്താവ് വെളിപ്പെടുത്തും. അവൻ പിന്നെയും കുറച്ച് നാളിൽ നിന്ന് പ്രാർത്ഥിച്ച് അവൻ വേറെ ഒരു സന്യാസ സമൂഹത്തിൻ്റെ സെമിനാരിയിൽ ചേർന്നു. ഇന്ന് ഏതാനും വർഷങ്ങളായി ആ ചെറുപ്പക്കാരൻ ആ സെമിനാരിയിൽ വൈദികനാകാൻ വേണ്ടി പരിശീലിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പാപത്തിൻ്റെ ആധിപത്യമാണല്ലോ പിശാചിനെ ആരാധിക്കുന്ന സ്ഥിതി. ഒരുപക്ഷെ ചെയ്യാവുന്ന പാപങ്ങളുടെ ഏറ്റവും മാരകമായ അവസ്ഥയാണല്ലോ വിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിക്കുന്ന ഈശോയെ അവഹേളിച്ചുകൊണ്ട് സാത്താനെ ആരാധന നടത്തുക, സാത്താനെ ആരാധിക്കുന്ന ഗ്രൂപ്പിൽ പോവുക. അപ്പോൾ ഒരു മനുഷ്യൻ ചെയ്യാവുന്ന പാപത്തിൻ്റെ മാക്സിമമാണ് യേശുവിൻ്റെ ദൈവത്വത്തെ തന്നെ അവഹേളിക്കുന്ന വിധത്തിൽ ദൈവത്തെ തള്ളിപ്പറഞ്ഞ് പിശാചിനെ സ്വന്തമായി സ്വീകരിച്ച് പിശാചിന് അടിമയാക്കപ്പെട്ട ആ ജീവിതം. പക്ഷേ അവൻ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് തിരിച്ചു വന്നപ്പോൾ അവൻ്റെ അമ്മയുടെ അനേക വർഷത്തെ കണ്ണുനീരോടുള്ള പ്രാർത്ഥന, അവൻ്റെ കുടുംബാംഗങ്ങളുടെ അനേക നാളത്തെ പ്രാർത്ഥന അവൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കരുണ ചൊരിയപ്പെടാൻ വേണ്ടി കാരണമായി. മോണിക്ക പുണ്യവതി അഗസ്റ്റിന് വേണ്ടി കണ്ണുനീരോടെ അനേക നാളുകൾ പ്രാർത്ഥിച്ചു. ആ കണ്ണുനീരിന് ഉത്തരം ഒരു വിശുദ്ധ അഗസ്റ്റിനെ ഉയർത്തിക്കൊണ്ട് ദൈവം മോണിക്ക പുണ്യവതിക്ക് നൽകിയെങ്കിൽ ഈ ഒരു അമ്മയുടെ കണ്ണുനീര്, ഈ അമ്മയുടെ നിരന്തരമായ നിലവിളി പ്രാർത്ഥന ദൈവസന്നിധിയിൽ കരുണയ്ക്ക് വേണ്ടി നിലവിളിച്ചുള്ള ഈ പ്രാർത്ഥന ദൈവം കേട്ടു. ഈ പാപത്തിൻ്റെ അടിമത്തത്തിൽ കഴിയുന്ന ചെറുപ്പക്കാരൻ ഇന്ന് കർത്താവിൻ്റെ വേലക്കാരനായി തീർന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പാപികളോട് കരുണ കാണിക്കുന്നവനാണ് നമ്മുടെ ദൈവം. ഇതേക്കുറിച്ച് ലൂക്കായുടെ സുവിശേഷത്തിൽ 15-ാം അധ്യായത്തിൽ 7-ാമത്തെ വാക്യത്തിൽ ഈശോ പറഞ്ഞല്ലോ, അനുദപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അനുദപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ലൂക്കായുടെ സുവിശേഷം 15:24 വചനം പഠിപ്പിക്കുന്നു, എൻ്റെ മകൻ മൃതനായിരുന്നു, അവനിതാ വീണ്ടും ജീവിക്കുന്നു, അവൻ നഷ്ടപ്പെട്ടിരുന്നു, ഇപ്പോൾ വീണ്ടും കിട്ടിയിരിക്കുന്നു, അവർ ആഹ്ലാദിക്കാൻ തുടങ്ങി. ഒരുപക്ഷെ ദൈവകരുണയെക്കുറിച്ച് ഈശോ പഠിപ്പിച്ചതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രബോധനം ലൂക്കായുടെ സുവിശേഷത്തിലെ ധൂർത്തപുത്രൻ്റെ ഉപമയാണല്ലോ. എല്ലാം ഉപേക്ഷിച്ച്, സ്വന്തം പിതാവിൻ്റെ സ്നേഹം ഉപേക്ഷിച്ചു, സഹോദരങ്ങളുടെ കുടുംബാംഗങ്ങളുടെ സ്നേഹം ഉപേക്ഷിച്ചു, കുടുംബത്തിൻ്റെ ആ സുരക്ഷിതത്വം ഉപേക്ഷിച്ചു, അപ്പനോട് എനിക്ക് അർഹതപ്പെട്ടത് ബലമായി ചോദിച്ചു വാങ്ങി സ്വന്തം വഴിയെ നടന്ന് ഇന്നവൻ തിരിച്ചു വരുമ്പോൾ ഇനി അവൻ്റെ ഓഹരി അവശേഷിക്കുന്നില്ല. അവൻ അർഹതപ്പെട്ടതെല്ലാം അവൻ വാങ്ങിക്കൊണ്ടു പോയതാണ്, അവൻ നശിപ്പിച്ചതാണ്, ലോകത്തിൻ്റെ വഴി പോയതാണ്, അപജയത്തിൻ്റെ പന്നിക്കുഴിയോളം അവൻ എത്തിയതാണ്. പക്ഷെ അവൻ്റെ ജീവിതത്തിൽ സുബോധം വന്നൊരു നിമിഷമുണ്ടായി.
അവൻ്റെ അപ്പൻ്റെ സ്നേഹത്തെക്കുറിച്ചുള്ള ചിന്ത. കാരണം അവൻ അപ്പൻ്റെ കൂടെ ജീവിച്ച നാളുകളിൽ അന്ന് അവന് മനസ്സിലാക്കിയില്ലെങ്കിലും, അന്ന് അവൻ അതിനെക്കുറിച്ച് ധ്യാനിച്ചിട്ടില്ലെങ്കിലും, അവൾ നഷ്ടപ്പെട്ടപ്പോൾ അവൻ്റെ അപ്പൻ്റെ സ്നേഹവും അപ്പൻ്റെ കരുണയൊക്കെ അവൻ്റെ മനസ്സിലേക്ക് വന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്ന് കരുണയുടെ തിരുനാളിന് വേണ്ടി നമ്മൾ ഒരുങ്ങുമ്പോൾ, ഈ അടുത്ത ഞായറാഴ്ച കരുണയുടെ തിരുനാൾ ആഘോഷിക്കാൻ നമ്മൾ ഒരുങ്ങുമ്പോൾ, കരുണ സ്വീകരിക്കാൻ, കൂടുതൽ കരുണ സ്വീകരിക്കാൻ, കൂടുതൽ കരുണ നമ്മുടെ കുടുംബത്തിൻ്റെ മേൽ, ദേശത്തിൻ്റെ മേൽ, സഭാ സമൂഹത്തിൻ്റെ മേൽ ചൊരിയപ്പെടണമെങ്കിൽ ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച്, ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് നമ്മൾ ആഴത്തിൽ മനസ്സിലാക്കണം. ഇതിനെക്കുറിച്ച് വിശുദ്ധ മരിയ ഫൗസ്റ്റിന ഡയറിയിൽ 1578 പാരഗ്രാഫിൽ ഈശോ വിശുദ്ധ മരിയ ഫൗസ്റ്റിനോട് ഇപ്രകാരം പറഞ്ഞു: പൂർണ്ണത പ്രാപിക്കാൻ ആഗ്രഹിക്കുന്ന ആത്മാക്കൾ എൻ്റെ കരുണയെ പ്രത്യേകിച്ച് ആരാധിക്കട്ടെ. എന്തെന്നാൽ ഞാൻ അവർക്ക് പ്രദാനം ചെയ്യുന്ന കൃപയുടെ സമൃദ്ധി എൻ്റെ കരുണയിൽ നിന്ന് ഒഴുകി വരുന്നു. എൻ്റെ കരുണയിൽ ഉള്ള പരിധിയില്ലാത്ത ശരണത്താൽ ഈ ആത്മാക്കൾ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇപ്രകാരമുള്ള ആത്മാക്കളുടെ വിശുദ്ധീകരണം ഞാൻ തന്നെ നിർവഹിക്കും. വിശുദ്ധി പ്രാപിക്കാൻ അവർക്ക് വേണ്ടതെല്ലാം ഞാൻ തന്നെ ചെയ്യും. ഹല്ലേലൂയ. വിശുദ്ധി പ്രാപിക്കാൻ അവർക്ക് വേണ്ടതെല്ലാം ഞാൻ തന്നെ ചെയ്യും. ഒരുപക്ഷെ യേശയ്യായുടെ പ്രവചനത്തിൽ 6-ാം അധ്യായത്തിൽ യേശയ്യ പ്രവാചകന് കർത്താവിൻ്റെ ദർശനമുണ്ടാകുമ്പോൾ യേശയ്യ വിളിച്ചു പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, യേശയ്യായുടെ പ്രവചനത്തിൽ 6-ാം അധ്യായത്തിൽ 1-ാമത്തെ വാക്യം, കർത്താവ് ഉന്നതമായ ഒരു സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നത് ഞാൻ കണ്ടു. യേശയ്യായി കർത്താവിൻ്റെ ദർശനമുണ്ടായപ്പോൾ യേശയ്യ പിന്നീട് പറയുന്നൊരു വാക്യമുണ്ടല്ലോ, 5 മുതൽ വാക്യങ്ങൾ, എനിക്ക് ദുരിതം, ഞാൻ നശിച്ചു, എന്തെന്നാൽ ഞാൻ അശുദ്ധമായ അധരങ്ങളുള്ളവനും അശുദ്ധമായ അധരങ്ങളുള്ളവരുടെ മധ്യേ വസിക്കുന്നവനുമാണ്. കർത്താവിൻ്റെ പ്രകാശം കിട്ടിയപ്പോൾ പ്രവാചകൻ വിളിച്ചു പറയാണ്, ഞാൻ അശുദ്ധമായ അധരമുള്ളവനാണ്. ഇതുവരെ ലഭിക്കാത്ത ഒരു തെളിച്ചം, ദൈവത്തിൻ്റെ പ്രകാശം കിട്ടിയപ്പോൾ പ്രവാചകൻ പറയാണ്, ഞാൻ അശുദ്ധമായ അധരമുള്ളവനാണ്. സ്വന്തം അശുദ്ധിയെക്കുറിച്ച് പ്രവാചകന് ബോധ്യം വന്നു, സ്വന്തം കുറവിനെക്കുറിച്ച് ബോധ്യം വന്നു. മാത്രമല്ല, തൻ്റെ ചുറ്റുപാടുകളെക്കുറിച്ച്, ഞാൻ അശുദ്ധമായ അധരങ്ങളുള്ളവരോട്, എൻ്റെ സഹപ്രവർത്തകർ, എൻ്റെ സുഹൃത്ത് ബന്ധങ്ങൾ, എൻ്റെ ചുറ്റുപാടുള്ളവർ അശുദ്ധമായ അധരമുള്ളതാണ്. അതുകൊണ്ട് അശുദ്ധി ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ അശുദ്ധി പറഞ്ഞിട്ടുണ്ട്. ദൈവമേ, ഞാൻ അശുദ്ധനാണ്. ദൈവത്തിൻ്റെ പ്രകാശം ലഭിച്ചപ്പോൾ സ്വന്തം കുറവിനെക്കുറിച്ച് ബോധ്യം വന്ന, സ്വന്തം ബലഹീനതയെക്കുറിച്ച് ബോധ്യം വന്ന പ്രവാചകൻ കർത്താവിൻ്റെ സന്നിധിയിൽ അത് എളിമയോടെ ഏറ്റുപറഞ്ഞപ്പോൾ 6-ാം അധ്യായത്തിൽ 6-ാമത്തെ വാക്യം അതാണ് നമുക്ക് വലിയ ആശ്വാസം നൽകുന്നത്. അപ്പോൾ സെറാഫുകളിലൊന്ന് ബലിപീഠത്തിൽ നിന്ന് കൊടിൽ കൊണ്ടെടുത്ത ഒരു തീക്കണലുമായി എൻ്റെ അടുത്തേക്ക് പറന്നു വന്നു. 7-ാമത്തെ വാക്യം, അവൻ എൻ്റെ അധരങ്ങളെ സ്പർശിച്ചുകൊണ്ട് പറഞ്ഞു, ഇത് നിൻ്റെ അധരങ്ങളെ സ്പർശിച്ചിരിക്കുന്നു, നിൻ്റെ മാലിന്യം നീക്കപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, സ്വന്തം അശുദ്ധി, സ്വന്തം കുറവ്, സ്വന്തം ബലഹീനത ഏറ്റു പറയാൻ മനസ്സ് കാണിച്ച പ്രവാചകൻ്റെ അധരത്തെ വിശുദ്ധീകരിക്കുന്ന കടമ ദൈവം ഏറ്റെടുക്കുകയാണ്. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും വന്നു കഴിയുമ്പോൾ, പാപത്തിൻ്റെ അടിമത്തത്തിൽ കഴിയുന്നവർ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വന്നു കഴിയുമ്പോൾ അവരെ വിശുദ്ധീകരിക്കുന്ന കടമ ദൈവത്തിൻ്റെതാണ്. ജെറമ്യായുടെ പ്രവചനത്തിൽ 3-ാം അധ്യായത്തിൽ ഇതിനെക്കുറിച്ച് ജെറമ്യ പ്രവാചകൻ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. ജെറമ്യായുടെ പ്രവചനം 3-ാം അധ്യായം അതിൽ 22-ാമത്തെ വാക്യം, അവിശ്വസ്തരായ മക്കളെ തിരിച്ചു വരുവിൻ, ഞാൻ നിങ്ങളുടെ അവിശ്വസ്തത പരിഹരിക്കാം. അവിശ്വസ്തരായ മക്കളോട് പ്രവാചകനോട് കർത്താവ് പറയാണ്, മക്കളെ തിരിച്ചു വരുവിൻ, നിങ്ങൾ തിരിച്ചു വാ, ഞാൻ നിങ്ങളുടെ അവിശ്വസ്തത പരിഹരിക്കാം. ഞാൻ നിങ്ങളുടെ അവിശ്വസ്തത പരിഹരിക്കുന്നത് കർത്താവാണ്. ഇന്ന് അനേകരുടെ ജീവിതത്തിൽ പിശാച് കൊണ്ടുവരുന്നൊരു നുണച്ചിന്തയാണ്, എന്തെങ്കിലും ഒരു പാപത്തിലേക്ക് വീണ് പോയി കഴിയുമ്പോൾ ഇനി നിന്റെ പ്രാർത്ഥന കർത്താവ് കേൾക്കില്ല, ഇനി നീ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല, നിന്നോട് കർത്താവിന് താല്പര്യമില്ല. ഒരു കുറ്റബോധം, ഒരു നിരാശ, ഒരു മനമടുപ്പ്, ഇത് അനേകരുടെ ആത്മീയ ജീവിതത്തിൽ വലിയൊരു പ്രതിസന്ധിയാണ്. ഗബ്രിയേലി ബോസ് എന്നൊരു മിസ്റ്റിക്കിനോട് ഈശോ കൊടുത്ത വെളിപ്പെടുത്തലുകൾ ആത്മമിത്രം എന്നൊരു പുസ്തകത്തിൽ പ്രത്യേകം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഈശോ പ്രത്യേകം ഈ ഗബ്രിയേലോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നീ വിശുദ്ധയായതിന് ശേഷം ഞാൻ നിന്നെ സ്നേഹിക്കാൻ വേണ്ടി കാത്തിരുന്നെങ്കിൽ ഒരിക്കലും എനിക്ക് അത് സാധിക്കുകയില്ലായിരുന്നു എന്ന്.
ഇൻസിനു ജേസു എന്ന പുസ്തകത്തിൽ മാർക്ക് ഡാനിയൽ കിർബി എന്ന വൈദികനോട് ഈശോ പറഞ്ഞൊരു കാര്യമുണ്ട്. നിന്റെ ജീവിതത്തിൽ നിന്റെ യോഗ്യതയോ നിന്റെ അയോഗ്യതയോ എൻ്റെ കരുണയുടെ ശക്തിയെ കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്യുന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൂടുതൽ പാപമുള്ള വ്യക്തിക്ക് കർത്താവിൽ സ്വാതന്ത്ര്യത്തോടെ വരാം. കാരണം പാപികളെ തേടിയാണ് അവിടുന്ന് വന്നിട്ടുള്ളത്. നമ്മുടെ ദൈവം കരുണ ചൊരിയാൻ വേണ്ടി കാത്തിരിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് പാപികളെ തേടി വന്ന കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മുടെ ജീവിതത്തെ നമുക്ക് വരവേൽപ്പിക്കാം. ശരീരത്തിൻ്റെ ഭാരം നമ്മൾ പറഞ്ഞു, മനസ്സിൻ്റെ ഭാരങ്ങൾ പറഞ്ഞു. പ്രത്യേകിച്ച് ഈ നാളുകളിൽ കുമ്പസാരിക്കാൻ പറ്റാത്തത് കൊണ്ട് സാധാരണ രീതിയിൽ കുമ്പസാരിച്ച് കഴിയുമ്പോൾ ഉണ്ടാകുന്ന വലിയ ആത്മീയ സ്വാതന്ത്ര്യമുണ്ട്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ചെറിയ പാപത്തിൽ വീണ് കഴിഞ്ഞാൽ ഓടി 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 പെട്ടെന്ന് പോയി കുമ്പസാരിക്കുന്ന, ആഴ്ചവരിക്ക് കുമ്പസാരിക്കുന്ന, ചിലപ്പോൾ 2 ദിവസം കൂടുമ്പോൾ കുമ്പസാരിക്കുന്ന, അടുപ്പിച്ചടുപ്പിച്ച് കുമ്പസാരിക്കുന്ന ശീലമുള്ള അനേകരുണ്ട്. അങ്ങനെയുള്ള അനേകർ ഈ നാടുകളിൽ കുമ്പസാരിക്കാൻ സൗകര്യമില്ലാത്തതുകൊണ്ട്, കുമ്പസാരിക്കാൻ പോകാൻ പറ്റാത്തത് കൊണ്ട് മനസ്സിൽ ഭാരപ്പെട്ടിരിക്കുന്നുണ്ടാകാം. പ്രിയപ്പെട്ട ദൈവഭയത്തിലെ ഈ നാളുകളിൽ ഈശോയുടെ സന്നിധിയിൽ നമുക്ക് ഹൃദയത്തെ തുറക്കാം. കർത്താവിനോട് പറയാം, കർത്താവേ, യേശയ്യാ പ്രവാചകൻ പറഞ്ഞ പോലെ എനിക്ക് തെറ്റുപറ്റിപ്പോയി, കുറവുകളുണ്ട്. വിചാരത്താൽ, വാക്കാൽ, പ്രവൃത്തിയാൽ, ഉപേക്ഷയാൽ ഒത്തിരി തെറ്റുകൾ വന്നു. കർത്താവേ, കരുണയായിരിക്കണമേ എന്ന് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമ്മളെ തന്നെ നമുക്ക് സമർപ്പിക്കാം. അവിടുന്ന് കൃപ ചൊരിയുക തന്നെ ചെയ്യും. കാരണം പാപികളെ പശ്ചാത്താപത്തിലേക്ക് ക്ഷണിക്കാനാണ് ഈശോ വന്നത്. ഇവിടെ ഈ പാപികളുള്ള കർത്താവിൻ്റെ കരുണയെക്കുറിച്ച് പറയുമ്പോൾ മനസ്സിൽ നമ്മൾ പ്രത്യേകം ഓർമ്മിക്കേണ്ട ഒരു കാര്യം, എത്രത്തോളം കർത്താവ് കരുണ കാണിക്കും, എത്രത്തോളം കർത്താവ് ദയ കാണിക്കും. ശിഷ്യന്മാരോട് കർത്താവ് പറഞ്ഞു, നിന്റെ സഹോദരൻ നിന്നോട് ഒരു ദിവസം 7 പ്രാവശ്യം തെറ്റ് ചെയ്ത് 7 പ്രാവശ്യം തിരിച്ചു വന്നാൽ അവൻ നിൻ്റെ അടുത്ത് വന്നു കഴിയുമ്പോൾ നീ അവിടെ കരുണ കാണിക്കണമെന്ന്. ഒരു പക്ഷേ യൂദാസിൻ്റെ കൂടെയൊക്കെ ജീവിച്ചു കഴിഞ്ഞപ്പോൾ 7 പ്രാവശ്യം ക്ഷമിച്ച് കഴിഞ്ഞിട്ടുണ്ടാകാം. അതുകൊണ്ടായിരിക്കും പത്രോസ് ചോദിച്ചത്, 7 പ്രാവശ്യം ക്ഷമിച്ചാൽ മതിയോ? ഉടനെ കർത്താവ് പറഞ്ഞു, 70 പ്രാവശ്യം. എന്ന് വെച്ചാൽ അനന്തമായി, പരിധിയില്ലാതെ നീ ക്ഷമിക്കണം, പൊറുക്കണമെന്ന് ബലഹീനനായ പത്രോസിനോട് നീ ഇത്രയധികം ക്ഷമിക്കണം, പൊറുക്കണമെന്ന് പഠിപ്പിച്ച കർത്താവ്. പത്രോസ് അനന്ത സ്നേഹമോ അനന്ത കരുണയുള്ള വ്യക്തിയൊന്നുമല്ല. എടുത്തിയാട്ടക്കാരനാണ്, ക്ഷിപ്രകോപിയാണ്, പെട്ടെന്ന് ചാടി അഭിപ്രായം പറഞ്ഞ വ്യക്തിയാണ്. ഒത്തിരി ബലഹീനതയുള്ള പത്രോസിനോട് നീ പരിധിയില്ലാതെ, നീ കണ്ടീഷൻ വെക്കാതെ നീ ക്ഷമിക്കണം, 70 പ്രാവശ്യം ക്ഷമിക്കണമെന്നൊക്കെ പത്രോസിന് കർത്താവ് പറഞ്ഞെങ്കിൽ ആ ദൈവം എത്രയോ അധികമായി നമ്മളോട് കരുണ കാണിക്കും, എത്രയോ അധികമായി നമ്മളോട് തെറ്റുകൾ പൊറുക്കും. പക്ഷേ നമ്മൾ കർത്താവിൻ്റെ കരുണയിൽ ആശ്രയിക്കണം എന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ഇതിൻ്റെ 1-2 ഉദാഹരണങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ, ഉൽപ്പത്തി പുസ്തകത്തിൽ പാപം ചെയ്ത് ദൈവത്തിൻ്റെ സന്നിധിയിൽ തിരസ്കൃതനായ വ്യക്തിയാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ 4-ാം അധ്യായത്തിൽ കായൻ ബലി അർപ്പിക്കാൻ വേണ്ടി വന്ന് ബലി തിരസ്കരിക്കപ്പെട്ടതിന് സങ്കടം, ആബേലിൻ്റെ ബലി സ്വീകരിക്കപ്പെട്ടതിൻ്റെ ദേഷ്യം ദൈവം തന്നെ വന്ന് കായനോട് പറയുന്നുണ്ട്. നീ എന്തുകൊണ്ട് കോപിച്ചിരിക്കുന്നു എന്ന് ദൈവം കായനോട് ചോദിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിൽ 5-ാമത്തെ വാക്യം, എന്നാൽ കായനിലും അവൻ്റെ കാഴ്ചവസ്തുക്കളിലും അവിടുന്ന് പ്രസാദിച്ചില്ല. ഇത് കായനെ അത്യധികം കോപിപ്പിച്ചു, അവൻ്റെ മുഖം കറുത്തു. കർത്താവ് കായനോട് ചോദിച്ചു, നീ കോപിച്ചിരിക്കുന്നത് എന്തുകൊണ്ട്? നിന്റെ മുഖം വാടിയിരിക്കുന്നത് എന്തുകൊണ്ട്? ദൈവം നേരിട്ട് കായനോട് ചോദിക്കുകയാണ്. ദൈവത്തോടുള്ള ബന്ധത്തിലും സഹോദരങ്ങളോടുള്ള ബന്ധത്തിലും ഒക്കെ വിള്ളലുകൾ വന്ന കായൻ, സഹോദരനെ കൊലപ്പെടുത്തുന്ന കായൻ, ഈ കായൻ്റെ മേൽ ദൈവത്തിൻ്റെ ശാപം വരികയാണ്. 11-ാമത്തെ വാക്യം ഉൽപ്പത്തി പുസ്തകം 4:11, നിന്റെ കയ്യിൽ നിന്നും നിന്റെ സഹോദരൻ രക്തം കുടിക്കാൻ വാ പിളർന്ന ഭൂമിയിൽ നീ ശപിക്കപ്പെടുന്നതായിരിക്കും. പ്രിയ സഹോദരങ്ങളെ, ദൈവം ശപിച്ച വ്യക്തിയാണ് കായൻ. നീ ശപിക്കപ്പെട്ടവനായിരിക്കും. സാമൂഹലിൻ്റെ പുസ്തകത്തിൽ ഏലി പുരോഹിതൻ മക്കളോട് പറയുന്നവരുണ്ട്, മക്കളെ, മനുഷ്യനെതിരായി പാപം ചെയ്താൽ ദൈവം മധ്യസ്ഥം വഹിക്കും, എന്നാൽ നിങ്ങൾ ദൈവത്തിനെതിരായി പാപം ചെയ്താൽ ആര് മധ്യസ്ഥം വഹിക്കുമെന്ന്. ഇവിടെ ഉൽപ്പത്തി പുസ്തകത്തിൽ കായൻ ദൈവത്തിനെതിരായി ബലിയർപ്പണം ശരിയായി ചെയ്തില്ല, സഹോദരനെ കൊന്നു. ദൈവത്തോട് പോലും ഞാൻ എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരനാണോ എന്ന് ചോദിച്ച് തട്ടിക്കയറാനും മാത്രം ധിക്കാരിയായ കായൻ, ശപിക്കപ്പെടനായ കായൻ
ദൈവം പറഞ്ഞു നീ ശപിക്കപ്പെടനായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ കായൻ ദൈവത്തോട് പറയുന്നൊരു കാര്യമുണ്ട്. അത് ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിൽ 13-ാമത്തെ വാക്യം. കായൻ ഇപ്രകാരം പറഞ്ഞു, കായൻ കർത്താവിനോട് പറഞ്ഞു, എനിക്ക് വഹിക്കാവുന്നതിലും വലുതാണ് ഈ ശിക്ഷ. എനിക്ക് വഹിക്കാവുന്നതിലും വലുതാണ് ഈ ശിക്ഷ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം ശപിച്ച് ഇന്ന് അവഗണിക്കപ്പെട്ടവനായ കായൻ അവന് വേറെ ആരോടും പറയേണ്ടില്ല. അവൻ ദൈവത്തോട് തന്നെ പറയാണ്, ദൈവമേ എനിക്ക് വഹിക്കാവുന്നതിലും വലുതാണ് ഈ ശിക്ഷ. കായനോട് കർത്താവ് പറയുന്ന മറുപടിയുണ്ട്. 15 മുതൽ വാക്യങ്ങളിൽ കർത്താവ് പറഞ്ഞു, ഒരിക്കലുമില്ല, കായനെ കൊല്ലുന്നവൻ്റെ മേൽ 7 ഇരട്ടിയായി ഞാൻ പ്രതികാരം ചെയ്യും. ആരും കായനെ കൊല്ലാതിരിക്കാൻ കർത്താവ് അവൻ്റെ മേൽ അടയാളം പതിച്ചു. സഹോദരൻ്റെ ഘാതകനായ, ബലിയാർപ്പണം തിരസ്കരിക്കപ്പെട്ട, ദൈവത്തോട് പോലും തർക്കുത്തരം പറയുന്ന കായൻ, ദൈവമേ എനിക്ക് വഹിക്കാവുന്നതിലും വലുതാണ് ഈ ശിക്ഷ എന്ന് പറഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിലവിളിച്ച കായനോട് കർത്താവ് പറയാണ്, നിന്നെ ആരും വധിക്കാതിരിക്കാൻ, നിന്നെ ആരും കൊല്ലാതിരിക്കാൻ ഇതാ ഈ കായൻ്റെ മേൽ കർത്താവ് മുദ്രയിടുകയാണ്. ദൈവസന്നിധിയിൽ പ്രീതികരമായി ജീവിച്ച് നന്നായി ബലിയർപ്പിച്ച ആബേലിൻ്റെ മേൽ ദൈവം ഇടാതിരുന്ന ഒരു മുദ്ര സഹോദരൻ്റെ ഘാതകനായ ആത്മീയ കാര്യങ്ങളിൽ ഉദാസീനത കാണിക്കുന്ന കായൻ്റെ മേൽ ദൈവം ഇടുകയാണ്. അവൻ്റെ നിലവിളി കർത്താവ് കേട്ടു. അവൻ്റെ മേൽ ഒരു മുദ്രയിടുകയാണ്. പ്രിയപ്പെട്ട ദൈവപൈതലേ, കഴിഞ്ഞ കാല ജീവിതത്തിൻ്റെ കുറവ് എത്ര തന്നെ വലുതാണെങ്കിലും, എത്ര തന്നെ തിന്മയുടെ വഴിയെ പോയതാണെങ്കിലും കർത്താവ് കരുണ കാണിക്കാൻ സന്നദ്ധനാണ്. അവിടുത്തെ കരുണ നമ്മുടെ യോഗ്യത നോക്കിയിട്ടല്ല, നമ്മുടെ പുണ്യത്തിൻ്റെ യോഗ്യത നോക്കിയിട്ടില്ല. കരുണ എന്ന് പറയുന്നത് അർഹതയില്ലാത്തത് ലഭിക്കുന്നതാണല്ലോ, അർഹതയില്ലാതെ തരുന്നതാണല്ലോ. ഇതിനെക്കുറിച്ച് വിശുദ്ധ മരിയ ഫൗസ്റ്റിയുടെ ഡയറിയിൽ 1318 പാരഗ്രാഫിൽ വിശുദ്ധ മരിയ ഫൗസ്റ്റിന ഈശോയുടെ അടുത്ത് വന്നു നിൽക്കുമ്പോൾ ഈശോ വിശുദ്ധയോട് പറയുകയാണ്, എൻ്റെ മകളെ, യഥാർത്ഥത്തിൽ നിൻ്റെ സ്വന്തമായത് ഇനിയും നീ എനിക്ക് സമർപ്പിച്ചിട്ടില്ല. ഇവിടെ കർത്താവിൻ്റെ സന്നിധി വരുമ്പോൾ നമ്മുടെ പുണ്യങ്ങളുടെ ഭാണ്ഡക്കെട്ടുമായി വരാൻ വേണ്ടി നോക്കിയാൽ എത്ര പേർക്ക് പറ്റും? ഇച്ഛിക്കുന്ന വിധത്തിൽ പ്രവർത്തിക്കാൻ വേണ്ടി പറ്റിയതിൻ്റെ സാഹചര്യം എത്ര പേർക്കുണ്ട്? പൗലോസ് അപ്പോസ്തലൻ പോലും പറഞ്ഞില്ലേ, ഇച്ഛിക്കുന്ന നന്മയല്ല, ഇച്ഛിക്കാതെ തിന്മ ചെയ്തു പോകുന്നു. പൗലോസ് അപ്പോസ്തലന് നന്മ ഇച്ഛിക്കാനെങ്കിലും നന്മ ആഗ്രഹിക്കാനെങ്കിലും പറ്റിയിരുന്നു. നമ്മുടെ അവസ്ഥ എന്താ? പലപ്പോഴും നന്മ പോലും ആഗ്രഹിക്കാൻ പറ്റുന്നില്ലല്ലോ. ആ പൗലോസ് അപ്പോസ്തലൻ്റെ സ്ഥിതി അതാണെങ്കിൽ, ഇത്രയും വലിയ അപ്പോസ്തലൻ്റെ സ്ഥിതി അതാണെങ്കിൽ നമ്മൾ എത്രയോ ദുർഭകരാണ്. ഇവിടെ ഈശോ വിശുദ്ധ മരിയ ഫൗസ്റ്റിനോട് പറഞ്ഞു, മകളെ, നിൻ്റെ നികൃഷ്ടാവസ്ഥ എനിക്ക് തരിക, കാരണം അത് നിൻ്റെ മാത്രം സമ്പാദ്യമാണ്. നിൻ്റെ ജീവിതത്തിലുള്ള നന്മകളെല്ലാം, നിൻ്റെ പ്രാർത്ഥന പോലും അത് ദൈവം തന്നതാണ്. ദാനമായി തന്നതല്ലാതെ, ദാനമായി ലഭിച്ചതല്ലാതെ വേറെ ഒന്നുമില്ല, ഒന്നും നമ്മുടെ ജീവിതത്തില്ല. നമ്മുടെ പാപം മാത്രമാണ് ദൈവത്തിൻ്റെ ദാനമല്ലാതെ നമ്മുടെ അനുസരണക്കേട് കൊണ്ട്, നമ്മുടെ പ്രമാണ ലംഘനം കൊണ്ട് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് ഈശോ പറയാണ്, എൻ്റെ മകളെ, നിൻ്റെ നികൃഷ്ടാവസ്ഥ എനിക്ക് തരിക, നിൻ്റെ നികൃഷ്ടാവസ്ഥ എനിക്ക് തരിക. അത് നീ നൽകുമ്പോൾ ഞാൻ നിന്നെ കൃപകൾ കൊണ്ട് നിറയ്ക്കുമെന്ന്. ഹല്ലേലൂയ. ഒരുപക്ഷെ പാപത്തിൻ്റെ വഴിയെ പോയി മനസ്സ് മടുത്ത് വേദനയിൽ കഴിയുന്നവർക്കുള്ള വലിയൊരു ആശ്വാസം ദൂതാണത്. ഇതിനെക്കുറിച്ച് വിശുദ്ധ മരിയ ഫൗസ്റ്റിയുടെ ഡയറിയിൽ 1485 പാരഗ്രാഫിൽ ഈശോ ഇപ്രകാരം പഠിപ്പിച്ചു, ഓ പാപിയായ ആത്മാവേ, നിന്റെ രക്ഷകനെ ഭയപ്പെടേണ്ടതില്ല. നിനക്ക് സ്വയം എൻ്റെ പക്കലേക്ക് വരാൻ സാധിക്കുകയില്ല എന്നെനിക്കറിയാം. അതിനാൽ ആദ്യ ചുവട് ഞാൻ തന്നെ നിനക്ക് വേണ്ടി വയ്ക്കും. കുഞ്ഞെ, നിന്റെ പിതാവിൽ നിന്ന് നീ ഒരിക്കലും ഓടി അകലരുത്. പ്രിയപ്പെട്ട കുഞ്ഞെ, നിന്റെ പിതാവിൽ നിന്ന് നീ ഒരിക്കലും ഓടി അകലരുത്. പാപത്തിൻ്റെ വിശുദ്ധ ഫൗസ്റ്റിയുടെ ഡയറിയിൽ കാരുണ്യവാനായ ദൈവവും പാപിയായ ഒരാത്മാവും നമ്മൾ സംഭാഷണത്തിൽ പറയുകയാണ്. പാപിയായ ഒരാത്മാവിനോട് ഈശോ പറയാണ്, കുഞ്ഞെ, നിന്റെ പിതാവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നീ ഒരിക്കലും ഓടി അകലരുത്, നീ ഒരിക്കലും ഓടി അകലരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നിട്ട് ആ പാരഗ്രാഫിൽ അവസാനം പറയാണ്, നിന്റെ പേര് എൻ്റെ ഉള്ളം കയ്യിൽ ഞാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എൻ്റെ ഹൃദയത്തിൽ ആഴമായ ഒരു മുറിവ് പോലെ നിന്നെ കൊത്തി വെച്ചിട്ടുണ്ട്.
വചനം നമുക്ക് വളരെ സമീപസ്ഥമാണല്ലോ. നിന്റെ പേര് എൻ്റെ ഉള്ളംകൈ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നൊരു വചനം കേൾക്കാത്ത ആരുമില്ലല്ലോ. അതേ കാര്യം തന്നെ വിശുദ്ധ ഫൗസ്റ്റീന ഡയറിയിൽ വിശുദ്ധയോട് പറഞ്ഞത് വിശുദ്ധ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. നിന്റെ പേര് എൻ്റെ ഉള്ളംകൈയിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്, എൻ്റെ ഹൃദയത്തിൽ ആഴമായ മുറിവ് പോലെ നിന്നെ കൊത്തി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട കുഞ്ഞ്, നിന്റെ പിതാവിൽ നിന്ന് ഓടി അകലരുത്. പാപി എന്നല്ല കർത്താവ് വിളിക്കുന്നത്, പാപി എന്നല്ല ഈശോ വിളിക്കുന്നത്, അവിശ്വസത കാണിച്ച വ്യക്തി എന്നല്ല ഈശോ വിളിക്കുന്നത്, മറിച്ച് പ്രിയപ്പെട്ട കുഞ്ഞ് എന്നാണ്. ഇത് യോഹന്നാന്റെ സുവിശേഷത്തിൽ തിബേരിയസ് കടൽ തീരത്ത് മീൻ പിടിക്കാൻ വേണ്ടി പോയി, മീൻ പിടിച്ചിട്ട് രാത്രി മീൻ പിടിക്കാൻ വേണ്ടി പോയിട്ട് ഒന്നും കിട്ടാതെ തള്ളിപ്പറഞ്ഞതിൻ്റെയും ഓടി ഒളിച്ചതിൻ്റെയും വേദനയും അധ്വാനിച്ച് മത്സ്യം കിട്ടാത്തതിൻ്റെ വേദനയുമായി കടൽ തീരമണയുന്ന ശിഷ്യന്മാരെ ഈശോ പ്രഭാതത്തിൽ വിളിക്കുന്നത് അവിശ്വസ്തരെന്നല്ല, ഓടി ഒളിച്ചവരെന്നല്ല, സ്ഥിരതയില്ലാത്തവരെന്നല്ല, നന്ദി കെട്ടവരെന്നല്ല ഈശോ വിളിച്ചത് കുഞ്ഞുങ്ങളെ എന്നാണ്. ഈശോ വിളിച്ചത് കുഞ്ഞുങ്ങളെന്നാണ്. പ്രിയപ്പെട്ട ദൈവ പൈതലെ, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ ദൈവ പൈതലിനോടും കർത്താവിന് പറയാനുള്ളത് കർത്താവിൻ്റെ കരുണ, കർത്താവിൻ്റെ സ്നേഹം, കർത്താവിൻ്റെ വാത്സല്യം അത് അനന്തമാണ്, അത് പരിധികളില്ലാത്തതാണ്, ഓരോ പ്രഭാവത്തിലും പുതിയതാണ്. നിന്റെ പാപത്തേക്കാൾ വലുതല്ല ദൈവത്തിൻ്റെ കാരുണ്യം എങ്കിൽ ദൈവം സർവശക്തനെന്ന് വിളിക്കാൻ വേണ്ടി പറ്റില്ല. നിന്റെ പാപത്തെ കൊണ്ട് നിന്റെ പാപമാണ് ദൈവത്തിൻ്റെ കരുണയേക്കാൾ വലുതെന്ന് ഒരിക്കലും ചിന്തിക്കരുത്. വിശുദ്ധ മരിയ ഫൗസ്റ്റീന ഡയറിയിൽ ഈശോ പറഞ്ഞു, 1000 നാവുകൾ കൊണ്ട് വർണ്ണിച്ചാലും എൻ്റെ കരുണയുടെ ഒരു അംശം മാത്രം വർണ്ണിച്ച് നീ തീരില്ല എന്ന്. നിന്റെ ജീവിതകാലം മുഴുവൻ 1000 നാവ് കൊണ്ട് നീ ദൈവത്തിൻ്റെ കരുണയെ വാഴ്ത്തിയാലോ, നീ ദൈവത്തിൻ്റെ മഹത്വത്തെ, ദൈവത്തിൻ്റെ കാരുണ്യത്തെ മഹത്വപ്പെടുത്തിയാലോ, അത് അവിടുത്തെ മഹത്വത്തിൻ്റെ കരുണയുടെ ഒരു അംശം പോലും ആവുകയില്ല എന്ന് വിശുദ്ധ ഫൗസ്റ്റീന ഡയറിയിൽ 1485 പാരഗ്രാഫിൽ ഈശോ ഈ വിശുദ്ധ മരിയ ഫൗസ്റ്റീനയുടെ ഒരു കാര്യം പറയുന്നുണ്ട്. എൻ്റെ കരുണ നിൻ്റെയും ലോകം മുഴുവൻ്റെയും പാപത്തേക്കാൾ വളരെ ഉന്നതമാണ്. എൻ്റെ കരുണ നിൻ്റെ ഒരു വ്യക്തിയുടെ പാപത്തേക്കാൾ പോരാ, ലോകം മുഴുവൻ്റെയും പാപത്തേക്കാൾ. ഇന്ന് 750 കോടി ആളുകൾ ലോകത്തിലുണ്ടെങ്കിൽ ഇവിടെ ഈശോ പറയാണ്, നിന്റെ പാപത്തേക്കാൾ ലോകം മുഴുവൻ്റെയും പാപത്തേക്കാൾ ഉന്നതമാണ്. എൻ്റെ നന്മയുടെ അതിര് കണക്കാക്കുവാൻ ആർക്ക് കഴിയും? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾക്ക് കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെയും കർത്താവിൻ്റെ കരുണയുടെയും അവിടുത്തെ വാത്സല്യത്തിൻ്റെയൊന്നും അതിര് മനസ്സിലാക്കാൻ നമുക്ക് പറ്റിയിട്ടില്ല. നമ്മൾ പലപ്പോഴും കർത്താവിൻ്റെ കരുണയും കർത്താവിൻ്റെ സ്നേഹത്തിനൊക്കെ ഒരളവ് കോലായി വെക്കുന്നത് നമുക്കുള്ള കരുണയും നമ്മുടെ സ്നേഹവും ഒക്കെയാണ്. അതെത്രയോ നിസ്സാരമാണ്. അത് വെച്ച് നമ്മളെ തന്നെ നമ്മൾ അളക്കാൻ വേണ്ടി പോയാൽ ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആ ഒരു ആർദ്രത മനസ്സിലാക്കാൻ നമുക്ക് പറ്റാതെ പോകും. എന്നിട്ട് ഈശോ വലിയ വേദനയോടെ ഈ പാപിയായ ആത്മാവുള്ള സംഭാഷണത്തിൽ പറയുകയാണ്. വിശുദ്ധ ഫൗസ്റ്റീന ഡയറിയിൽ 1485 പാരഗ്രാഫിൽ, നിന്റെ നികൃഷ്ടാവസ്ഥയെക്കുറിച്ച് ഇനി നീ എന്നോട് ഒന്നും തന്നെ പറയേണ്ട ആവശ്യമല്ല. കർത്താവിൻ്റെ അടുത്ത് വന്ന്, കർത്താവേ ഞാൻ പാപിയാണ് എന്ന് നിരാശപ്പെട്ട് വേദനിച്ച് കഴിയുന്ന ഒരു ആത്മാവോട് ഈശോ പറയാണ്, നിന്റെ നികൃഷ്ടാവസ്ഥയെക്കുറിച്ച് നീ ഇനി എന്നോട് ഒന്നും പറയേണ്ട ആവശ്യമില്ല. നിന്റെ എല്ലാ കഷ്ടപ്പാടുകളും വ്യസനങ്ങളും എന്നെ ഏൽപ്പിക്കുകയാണെങ്കിൽ നീ എനിക്ക് വലിയ ആനന്ദമാണ് പ്രദാനം ചെയ്യുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കുഞ്ഞേ, നിന്റെ ദുരവസ്ഥയെക്കുറിച്ച് ഇനി നീ ഒന്നും പറയണ്ട, അത് അപ്പോൾ തന്നെ ഞാൻ മറന്നു കളഞ്ഞു. ധൂർത്തപുത്രൻ വന്ന സമയത്ത് ആദ്യം വിചാരണ നടത്തുകയില്ല, ഇനി നമുക്കൊരു എഗ്രിമെൻ്റ് വെക്കാം, നീ ഇനി അവിശ്വസ്തത കാണിക്കില്ല എന്ന്. ഒന്നുമില്ല. ധൂർത്തപുത്രൻ വരുന്നത് കാണുമ്പോൾ പിതാവ് അവനെ ദൂരെ വെച്ച് തന്നെ അവൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് അവനെ വാരി പുണരുകയാണ്. അവൻ്റെ മുഷിഞ്ഞ വസ്ത്രത്തെക്കുറിച്ചോ അവൻ്റെ ശരീരത്തിൻ്റെ ദുർഗന്ധത്തെക്കുറിച്ചോ ഒന്നും പിതാവ് ചിന്തിക്കുന്നില്ല. അവൻ്റെ സന്നിധിയിലേക്ക് പിതാവ് ദൂരെ വെച്ചേ കണ്ട പിതാവ് ഇറങ്ങിച്ചെല്ലുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഒന്ന് ഹൃദയത്തെ ഉയർത്താൻ വേണ്ടി മനസ്സാവുന്ന വ്യക്തികൾ, ഒന്ന് എൻ്റെ ദൈവമേ
എന്നോട് കരുണയായിരിക്കണമെന്ന് പറയാൻ വേണ്ടി മനസ്സ് കാണിക്കുന്നവർക്ക് വേണ്ടി കർത്താവ് കരുണയുടെ കവാടങ്ങൾ മലർക്കെ തുറന്നിട്ടിരിക്കുകയാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇതിനെക്കുറിച്ച് വിശുദ്ധ മരിയ ഫൗസ്റ്റീൻ്റെ ഡയറിയിൽ ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച് കർത്താവ് വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കരുണയുടെ തിരുനാളിന് വേണ്ടി ഒരുങ്ങുന്ന ഈ നാളുകളിൽ നമ്മൾ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എന്ത് ലഭിക്കുന്നു എന്നതിനെക്കുറിച്ച് നമുക്കൊരു ബോധ്യം ഉണ്ടാകണം. വിശുദ്ധ മരിയ ഫൗസ്റ്റീൻ്റെ ഡയറിയിൽ 1361 പാരഗ്രാഫിൽ ഈശോ പഠിപ്പിച്ചു, നിനക്ക് ലഭിച്ച ഒരവസരത്തിൽ നിന്ന് പ്രയോജനമെടുക്കുന്നതിൽ നീ പരാജയപ്പെട്ടാലും നിന്റെ സമാധാനം നഷ്ടപ്പെടുത്തരുത്. നീ എളിമയോടുകൂടി എൻ്റെ കരുണയിൽ ആശ്രയം വയ്ക്കുക, നീ നഷ്ടപ്പെടുത്തിയതിലും കൂടുതൽ നീ നേടിയെടുക്കും. പ്രിയപ്പെട്ട ദൈവപൈതലേ, കഴിഞ്ഞ കാലങ്ങളിൽ അവിശ്വസത കാണിച്ചു, കഴിഞ്ഞ കാലങ്ങളിൽ നഷ്ടപ്പെടുത്തിയ അവസരങ്ങൾ കർത്താവ് പറയുക, കഴിഞ്ഞത് കഴിഞ്ഞു പോയി, കഴിഞ്ഞതിനെ ഓർത്ത് നീ ആകുലപ്പെട്ടിരിക്കരുത്. നീ ഇന്ന് എൻ്റെ കരുണയിൽ ആശ്രയിച്ചാൽ, എളിമപ്പെട്ട് എൻ്റെ കരുണയിൽ ആശ്രയം വെച്ചാൽ നഷ്ടപ്പെടുത്തിയതിലും കൂടുതൽ നീ നേടിയെടുക്കും. തങ്ങൾ ചോദിക്കുന്നതിലും കൂടുതൽ അനുഗ്രഹങ്ങൾ എളിമയുള്ള ഒരാത്മാവിന് ഞാൻ നൽകുമെന്ന് വിശുദ്ധ ഫൗസ്റ്റീൻ്റെ ഡയറിയിൽ 1361 പാരഗ്രാഫിൽ ഈശോ വിശുദ്ധ മരിയ ഫൗസ്റ്റീനോട് പറഞ്ഞു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇന്ന് അനേകരുടെ ഒരു വലിയ ബുദ്ധിമുട്ടാണ്. ധ്യാനം കഴിഞ്ഞു, തീരുമാനമെടുത്തു, കുർബാനയിൽ പങ്കെടുത്തു, തീരുമാനമെടുത്തു, നല്ലൊരു പുസ്തകം വായിച്ച് തീരുമാനമെടുത്തു, നല്ലൊരു ശുശ്രൂഷയിൽ പങ്കെടുത്തു, തീരുമാനമെടുത്തു, ഇനി പാപം ചെയ്യില്ല. പക്ഷേ ആ തീരുമാനത്തിൽ വീണു പോകുന്നു. ഇത് പ്രിയപ്പെട്ടവർ നമ്മുടെ ജീവിതത്തിൽ മാത്രം പ്രശ്നമല്ല, വിശുദ്ധരുടെയൊക്കെ ജീവിതത്തിൽ ഇതേ സ്ഥിതിയാണ്. അവരൊക്കെ പൂർണ്ണ മനുഷ്യരായിരുന്നു. വിശുദ്ധരെല്ലാം തന്നെ ഒറ്റ ദിവസം കൊണ്ട് വിശുദ്ധരായി തീർന്നതല്ല. വിശുദ്ധ മരിയ ഫൗസ്റ്റീൻ്റെ ഡയറിയിൽ ഈശോ പറയുന്ന 1293 പാരഗ്രാഫിൽ വിശുദ്ധ ഒരു ദിവസം രാവിലെ വിശുദ്ധ കുർബാന കഴിഞ്ഞപ്പോൾ ഒരു തീരുമാനമെടുത്തു. വളരെ നിസ്സാരമായൊരു കാര്യമാണെന്ന് വിശുദ്ധ തന്നെ പറയുന്നുണ്ട്. ഈ കാര്യത്തിൽ ഇന്ന് ഞാൻ ശ്രദ്ധിക്കും, ഈ കാര്യത്തിൽ ഇനി എൻ്റെ ഭാഗത്ത് അലംഭാവം ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞ് വിശുദ്ധ കർത്താവിൻ്റെ സന്നിധിയിൽ തീരുമാനമെടുക്കുകയാണ്. അന്ന് വൈകുന്നേരമായപ്പോഴേക്കും വിശുദ്ധ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വന്ന് കർത്താവിനോട് പറയുകയാണ്, കർത്താവേ, എനിക്ക് നിൻ്റെ അടുത്ത് വരാൻ ലജ്ജ തോന്നുന്നു, എനിക്ക് ലജ്ജ തോന്നുന്നു. രാവിലെ ഞാൻ തീരുമാനമെടുത്തു, പക്ഷേ ഇന്ന് ഇത്രയും മണിക്കൂറിനുള്ളിൽ 10 പ്രാവശ്യം ആ തീരുമാനം ഞാൻ ലംഘിച്ചു. 10 പ്രാവശ്യം ഞാൻ ആ തീരുമാനം ലംഘിച്ചു. പ്രിയപ്പെട്ടവരെ, ദൈവകരുണയുടെ അപ്പസ്തോലയായി കർത്താവ് പ്രത്യേകം തിരഞ്ഞെടുത്ത വിശുദ്ധ യേശുവേ എന്ന വാക്കിൻ്റെ, യേശു എന്ന വാക്കിൻ്റെ പകുതി ഉച്ചരിക്കുമ്പോഴേക്കും ഒരു ആത്മീയ നിർവൃതിയിലേക്ക് പോകുന്ന, ഒരു മിസ്റ്റിക് അനുഭവത്തിലേക്ക് പോകുന്ന, അത്രയും ദൈവൈക്യത്തിൽ ജീവിക്കുന്ന വിശുദ്ധയായ ഈ ഫൗസ്റ്റീന പറയാണ്, കർത്താവേ, ഞാൻ രാവിലെ എടുത്ത തീരുമാനം 10 പ്രാവശ്യം ലംഘിച്ചു എന്ന്. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മളെടുത്ത കാര്യം വൈകുന്നേരം ആകുമ്പോഴേക്കും 10ൻ്റെ കൂടെ എത്ര പൂജ്യം കൂടി ചേർക്കണം എന്നതും കൂടെ നോക്കിയാൽ മതിയല്ലോ. അപ്പോൾ നമ്മളൊക്കെ എത്രയോ ബലഹീനരാണ്. കർത്താവ് പറയാണ്, വിശുദ്ധ ഫൗസ്റ്റീന കർത്താവ് പറയാണ്, ഈ ആശ്വാസ ദൂത് ഇതാണ്, ഈ ചെറിയൊരു അപൂർണത ഉണ്ടായില്ലെങ്കിൽ നീ ഇപ്പോൾ എൻ്റെ അടുക്കൽ വരികയില്ലായിരുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഈശോ പറയുന്നത്, നീ 10 പ്രാവശ്യം അവിശ്വസത കാണിച്ചെന്നല്ല, ഇപ്പോൾ ഈ കുറവുള്ളത് കൊണ്ടല്ലേ നീ ഇപ്പോൾ എൻ്റെ അടുത്തേക്ക് വന്നത്. എന്നിട്ട് ഈശോ പറയാണ്, നീ എൻ്റെ അടുത്തേക്ക് ഓടി വരുമ്പോൾ അപൂർണതകൾ എൻ്റെ ദൃഷ്ടിയിൽ നിന്ന് മാഞ്ഞു പോകുന്നു. നിൻ്റെ സ്നേഹവും എളിമയും മാത്രമേ ഞാൻ ദർശിക്കുന്നുള്ളൂ. നിനക്കൊന്നും നഷ്ടപ്പെടുന്നില്ല എന്ന് മാത്രമല്ല, നീ കൂടുതൽ നേടുകയാണ്, കൂടുതൽ നേടുകയാണ്. അതുകൊണ്ട് ഈ കരുണയുടെ തിരുനാളിന് വേണ്ടി ഒരുങ്ങുന്ന ഈ നാളുകളിൽ കൂടുതൽ കൃപ സ്വീകരിക്കാനുള്ള മാർഗമാണ് പ്രിയപ്പെട്ടവരെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കുറവുണ്ട്, പോരായ്മയുണ്ട്, അവിശ്വസ്തതയുണ്ട്. നീതിമാൻ പോലും ദിവസത്തിൽ 7 പ്രാവശ്യം ഇടറുന്നുണ്ടെങ്കിൽ നമ്മൾ എത്രയോ പ്രാവശ്യം ഇടറുന്നുണ്ട്. അതുകൊണ്ട് കർത്താവിൻ്റെ കരുണയിൽ നമുക്ക് ആശ്രയിക്കാം. ശരീരത്തിൻ്റെ രോഗങ്ങൾ, മനസ്സിൻ്റെ ബുദ്ധിമുട്ടുകൾ, ആത്മാവിലെ അസ്വസ്ഥതകൾ കർത്താവിൻ്റെ കയ്യിലേക്ക് കൊടുക്കാം. കർത്താവിനോട് പറയാം, കർത്താവേ, ഞങ്ങൾക്കൊന്നുമില്ല, ഞങ്ങൾക്ക് അങ്ങയുടെ സന്നിധി തരാനുള്ള നികൃഷ്ടാവസ്ഥ മാത്രമാണ്. എങ്കിലും ഞങ്ങൾക്ക് ഒരു കാര്യം പ്രത്യാശയുണ്ട്, ഒരു കാര്യം, അങ്ങയുടെ കരുണ, അങ്ങയുടെ സ്നേഹം അതൊരിക്കലും അസ്തമിക്കുന്നില്ലല്ലോ. വിലാപങ്ങളുടെ പുസ്തകത്തിൽ വചനം വളരെ വ്യക്തമായിട്ട് പഠിപ്പിച്ചല്ലോ, കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല, അവിടുത്തെ കരുണ അവസാനിക്കുന്നില്ല. ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്. ഇന്ന് ഈ ശുശ്രൂഷയെ പങ്കിടുന്ന ഓരോ ദൈവപൈതലിൻ്റെ ഹൃദയത്തിൽ ഈ വചനങ്ങൾ ആഴത്തിൽ പതിയണമെന്ന് കർത്താവ് ആഗ്രഹിക്കുകയാണ്. വിലാപങ്ങളുടെ പുസ്തകം 3-ാമത്തെ അധ്യായത്തിൽ 19 മുതൽ വാക്യങ്ങൾ, എൻ്റെ കഷ്ടതയുടെയും അലച്ചിലിൻ്റെയും ഓർമ്മ കൈപ്പേറിയ വിഷമാണ്. കഷ്ടപ്പാടിൻ്റെയും അലച്ചിലിൻ്റെയും ഓർമ്മ
കൈപ്പേറിയ വിഷമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വ്യക്തിജീവിതത്തിലും ചുറ്റുപാടുകളിലും കുടുംബത്തിലും ഇന്ന് ലോകത്ത് നടക്കുന്ന ഓരോ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നാൽ ഒത്തിരിയേറെ അലച്ചിലിൻ്റെ ഓർമ്മ, കഷ്ടതയുടെ ഓർമ്മ, കൈപ്പേറിയ വിഷമാണ്. അതിനെക്കുറിച്ച് നിരന്തരം ചിന്തിച്ച് എൻ്റെ മനം തകരുന്നു. വചനം പഠിപ്പിക്കുകയാണ് അതിനെക്കുറിച്ച്. ഇന്ന് ലോകത്തിലുള്ള കയ്പിനെക്കുറിച്ച്, കഷ്ടപ്പാടുകളെക്കുറിച്ച്, അലച്ചിലിനെക്കുറിച്ച് മാത്രം പ്രിയപ്പെട്ടവരെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ ഈ ലോക്ക്ഡൗണൊക്കെ കഴിയുമ്പോഴേക്കും മനസ്സിൽ വലിയ ഉത്കണ്ഠ വരും, നിരാശ വരും, ആകുലത വരും, ഒരുപക്ഷെ ചിലപ്പോൾ ഡിപ്രഷൻ മൂലം വരാൻ സാധ്യതയുണ്ട്. അതിന് പകരം ഇവിടെ വചനം പഠിപ്പിക്കുകയാണ് എൻ്റെ കഷ്ടതയുടെയും അലച്ചിലിൻ്റെയും ഓർമ്മ കൈപ്പേറിയ വിഷമാണ്. അതിനെപ്പറ്റി നിരന്തരം ചിന്തിച്ച് എൻ്റെ മനം തകരുന്നു. മനം തകരാതിരിക്കണമെങ്കിൽ ഒരു കാര്യം ചെയ്യണം. എന്നാൽ ഞാൻ ഒരു കാര്യം ഓർമ്മിക്കുന്നു, അതെനിക്ക് പ്രത്യാശ തരുന്നു. കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല. കർത്താവിൻ്റെ അസ്തമിക്കാത്ത സ്നേഹത്തെക്കുറിച്ചുള്ള ചിന്ത, കർത്താവിൻ്റെ അവസാനിക്കാത്ത കാരുണ്യത്തെക്കുറിച്ച് ചിന്ത നമുക്ക് പ്രത്യാശ നൽകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ രണ്ട് സാധ്യതയുണ്ട്. ഒന്നുകിൽ കഷ്ടതയുടെയും അലച്ചിലിൻ്റെയും ഓർമ്മകൾ ധ്യാനിച്ച് നിരാശയിലേക്ക്, കുറ്റബോധത്തിലേക്ക്, ജീവിതത്തിൽ സ്വന്തം ജീവിതത്തിൽ തന്നെ ഉൾക്കൊള്ളാൻ പറ്റാത്ത വേദനയിലേക്ക് പോവുക, ജീവിതത്തിൽ തകർച്ച നേരിടുക. അതല്ലെങ്കിൽ കർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ച്, കർത്താവിൻ്റെ കരുണയെക്കുറിച്ച് ധ്യാനിക്കുക. ഈ നാളുകളിൽ കരുണയുടെ തിരുനാളിന് വേണ്ടി ഒരുങ്ങുന്ന ദിവസങ്ങൾ കർത്താവിൻ്റെ സ്നേഹവും കർത്താവിൻ്റെ കരുണയും ധ്യാനിക്കാനുള്ള ഏറ്റവും നല്ല അവസരമാണല്ലോ. ഈ ദിവസങ്ങളിൽ ഷെക്കീന ചാനലിലൂടെ ഷെക്കീന ടീം നമുക്ക് ഈ ഒരു ശുശ്രൂഷ ഒരുക്കുമ്പോൾ, കരുണക്കടൽ എന്ന ശുശ്രൂഷ ഒരുക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച്, ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച് നമുക്ക് കൂടുതൽ ധ്യാനിക്കാം. വിശുദ്ധ ഗ്രന്ഥത്തിലും വിശുദ്ധ മരിയ ഫൗസ്റ്റിയുടെ ഡയറിയിൽ ദൈവകരുണയെക്കുറിച്ച് പറയുന്ന കാര്യങ്ങളൊക്കെ ധ്യാനിച്ച് കർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ച്, പ്രത്യേകിച്ച് സുവിശേഷങ്ങളിൽ ഈശോ കാണിക്കുന്ന കരുണയും സ്നേഹവും ധ്യാനിച്ച് കർത്താവിൻ്റെ കൃപ സ്വീകരിക്കാൻ വേണ്ടി നമുക്കൊരുങ്ങാം. അവിടുത്തെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല, അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല. ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്. തുടർന്നുള്ള പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുന്ന മുമ്പ് അച്ഛൻ പറഞ്ഞു തുടങ്ങിയ കാര്യങ്ങൾ, രോഗികളോട് കരുണ കാണിക്കുന്ന ഈശോ, പാപികളോട് കരുണ കാണിക്കുന്ന ഈശോ, മനസ്സിൽ ഭാരവും ഉത്കണ്ഠയുള്ളവരോട് കരുണ കാണിക്കുന്ന ഈശോ, ശരീരത്തിലും മനസ്സിലും ആത്മാവിലും സൗഖ്യം നൽകുന്നവനാണ് നമ്മുടെ ഈശോ. ശരീരത്തിലും മനസ്സിലും ആത്മാവിലും വേദന അനുഭവിക്കുന്നവർ ഭാരം ഈശോയ്ക്ക് കൊടുക്കുക. നിങ്ങളുടെ ഉത്കണ്ഠകൾ അവിടുത്തെ ഭാരമേൽപ്പിക്കുവിൻ. അവിടെ നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. എൻ്റെ അടുക്ക വരുന്നവർ ഞാൻ ഒരിക്കലും തള്ളിക്കളയുകയില്ല എന്ന് കർത്താവ് പറഞ്ഞില്ലേ? സംഖ്യയുടെ പുസ്തകത്തിൽ 11-ാം അധ്യായം 23-ാമത്തെ വാക്യത്തിൽ ഞെരുക്കത്തിലൂടെ കടന്നു പോകുന്ന ഇസ്രായേൽക്കാരുടെ അവസ്ഥയിൽ മോശയോട് കർത്താവ് പറയുന്ന സംഖ്യയുടെ പുസ്തകം 11:23, വലിയ ഞെരുക്കത്തിലൂടെ ഇസ്രായേൽ കടന്നു പോകുമ്പോൾ മോശയോട് കർത്താവ് ചോദിച്ചു, കർത്താവ് മോശയോട് അരുളി ചെയ്തു, എൻ്റെ കൈകൾക്ക് നീളം കുറഞ്ഞു പോയോ? എൻ്റെ വാക്ക് നിറവേറുമോ ഇല്ലയോ എന്ന് നീ കാണും. ദൈവത്തിൻ്റെ പ്രത്യേകം തിരഞ്ഞെടുത്ത മോശ പോലും പതറിപ്പോകുന്ന നിമിഷത്തിൽ കർത്താവ് പറയാണ്, എൻ്റെ കൈകൾക്ക് നീളം കുറഞ്ഞു പോയോ? എൻ്റെ വാക്ക് നിറവേറുമോ ഇല്ലയോ നീ കാണും. പ്രിയപ്പെട്ടവരെ, ഇന്ന് ലോകരാഷ്ട്രങ്ങൾ, മനുഷ്യ സമൂഹം മുഴുവൻ ഈ ഒരു കൊറോണ വൈറസിന് മുമ്പിൽ, COVID-19 വൈറസിന് മുമ്പിൽ പകച്ചു നിൽക്കുമ്പോൾ, മരുന്ന് കണ്ടുപിടിക്കാതെ ഓരോ ദിവസവും ആയിരങ്ങളായി മരിച്ചു വീഴുമ്പോൾ എന്താണ് പ്രതിവിധി എന്ന് ചിന്തിച്ച് ആകുലപ്പെടുമ്പോൾ പ്രതിവിധി വചനം പഠിപ്പിക്കുന്നു, കർത്താവിൻ്റെ കരുണയിൽ ആശ്രയിക്കുക. വിശുദ്ധ മരിയ ഫൗസ്റ്റിയുടെ ഡയറിയിൽ 1777-ാമത്തെ പാരഗ്രാഫിൽ വിശുദ്ധ ഫൗസ്റ്റിനോട് ഈശോ പറഞ്ഞു, എൻ്റെ കരുണയിൽ ആശ്രയം വയ്ക്കുന്ന ഒരാത്മാവിന് കരുണ ലഭിക്കാതിരിക്കുന്നതിലും എളുപ്പം ആകാശവും ഭൂമിയും കടന്നു പോകുന്നതാണ്. എൻ്റെ കരുണയിൽ ആശ്രയം വയ്ക്കുന്ന ഒരു ആത്മാവിന് കരുണ ലഭിക്കാതിരിക്കുന്നതിലും എളുപ്പം ആകാശവും ഭൂമിയും കടന്നു പോകുന്നതാണ്. ഇതിനെക്കുറിച്ച് ഒരു ചിന്ത കൂടി. ഹംഗറിയിലെ സിസ്റ്റർ നദാലിയ ഡയറിയിൽ ലൂസിഫറിനെ കുറിച്ചിട്ട് ഈശോ പറഞ്ഞൊരു കാര്യമുണ്ട്. എന്തുകൊണ്ടാണ് കർത്താവെ നീ ഈ നരകം സൃഷ്ടിച്ചത് എന്ന് സിസ്റ്റർ നദാലിയ ഈശോയോട് സ്നേഹത്തിൻ്റെ ഐക്യത്തിലായിരിക്കും ചോദിക്കുമ്പോൾ ഈശോ ഈ സിസ്റ്റർ നദാലിക്ക് ഒരു ദർശനം കാണിച്ചു കൊടുത്തു, ഒരാത്മാവിൻ്റെ വിധി കാണിച്ചു കൊടുത്തു. ഒത്തിരി പാപത്തിൽ ജീവിച്ചൊരു വ്യക്തിയാണ്, പക്ഷേ അവസാനം കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച ആ ആത്മാവോട് കർത്താവ് കരുണ കാണിച്ചു. ഉടനെ ലൂസിഫർ അലറിക്കൊണ്ട് പറയുന്നുണ്ട്, കർത്താവ് ഇത് നീതിയല്ല, ജീവിതത്തിൽ ഒരിക്കൽ മാത്രം പാപം ചെയ്ത് എനിക്ക് വേണ്ടി നീ നരകം സൃഷ്ടിച്ചു, എന്നാൽ ജീവിതകാലം മുഴുവൻ പാപം ചെയ്ത് പാപത്തിൽ ജീവിച്ച ഇവനോട് നീ ഇപ്പോൾ കരുണ കാണിക്കുന്നു. ഉടനെ ഈശോ ഈ സിസ്റ്റർ നദാലിയയുടെ ഡയറിയിൽ പറഞ്ഞ കാര്യം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഈശോ ലൂസിഫറിനോട് ചോദിച്ചു, ലൂസിഫർ നീ ഒരിക്കലെങ്കിലും
കർത്താവേ എനിക്ക് തെറ്റുപറ്റിപ്പോയി, എന്നോട് കരുണയായിരിക്കണമേ എന്ന് പറഞ്ഞിട്ടുണ്ടോ? നീ ഒരിക്കലെങ്കിലും ലൂസിഫർ, നീ ഒരിക്കലെങ്കിലും എനിക്ക് തെറ്റുപറ്റിപ്പോയി കർത്താവേ എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും നരകം ഉണ്ടാകുമായിരുന്നില്ല എന്ന് ഈശോ ലൂസിഫറിനോട് പറയുകയാണ്. ഉടനെ ലൂസിഫർ അലറിക്കൊണ്ട് പറയുന്നുണ്ട്, അത് മാത്രം ഞാൻ ചെയ്യില്ല, അത് മാത്രം എനിക്ക് സാധിക്കില്ല എന്ന് പറഞ്ഞ അവൻ അലറിക്കൊണ്ട് സ്ഥലം കാലിയാക്കുകയാണ്. എന്ന് വെച്ചാൽ പ്രിയപ്പെട്ടവരെ, അനുദപിക്കുന്നവരോട് കരുണ കാണിക്കാൻ കർത്താവ് കാത്തിരിക്കുന്നു. നമുക്ക് കർത്താവിൻ സന്ധിയിൽ നമ്മളായിരിക്കുന്ന സ്ഥലത്തായിരുന്നുകൊണ്ട് തന്നെ കരങ്ങളൊന്ന് ഹൃദയത്തോട് ചേർത്ത് പിടിക്കാം. കണ്ണുകൾ അടച്ചോ, കണ്ണുകൾ തുറന്നോ, ആരും ആരെയും ശ്രദ്ധിക്കുന്നില്ല. ശരീരത്തിൽ ഒത്തിരി വേദനിക്കുന്നവരുണ്ട് കർത്താവേ. മാറാത്ത രോഗത്താൽ വൈദ്യശാസ്ത്രം ഉപേക്ഷിച്ച രോഗപീഠകളെ ക്ലേശിക്കുന്നവരുണ്ട്. എന്നെ ആരും സ്നേഹിക്കാനില്ല, എന്നെ ആരും അംഗീകരിക്കാനില്ല, ഞാൻ ഈ ഭൂമിയിൽ ഒറ്റപ്പെട്ട ജീവിതമാണ്, ഒത്തിരി നിരാശ, ഒത്തിരി ദുഃഖമായി കഴിയുന്ന അനേകരുണ്ട് കർത്താവേ. കഴിഞ്ഞകാല ജീവിതത്തിൽ ഒത്തിരി ദൈവാനുഭവങ്ങൾ ഉണ്ടായിരുന്നു. കർത്താവിന് വേണ്ടി ഒത്തിരി വേല ചെയ്തു, ഒത്തിരി അധ്വാനിച്ചു, അനേകരെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നയിച്ചു. എന്നിട്ട് ഇടറിപ്പോയവർ ഇന്ന് കുറ്റബോധ നിരാശയിലും ഇനി എനിക്ക് ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി പറ്റുമോ, എൻ്റെ കർത്താവ് എന്നോട് കരുണ കാണിക്കുമോ, മനസ്സ് നീറി ദൈവത്തിൻ്റെ സന്നിധിയിൽ ജീവിക്കുന്ന അനേകരുണ്ട്. പ്രിയപ്പെട്ട ദൈവപൈതലേ, ഈ സമയം കർത്താവ് നിനക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ധൂർത്തപുത്രന് വേണ്ടി പിതാവ് കാത്തിരുന്നത് പോലെ കർത്താവ് കാത്തിരിക്കുകയാണ്. ഈ ചെറിയ ഒരുമ്പോൾ നശിച്ചു പോകാൻ എൻ്റെ സ്വർഗസ്വ പിതാവ് ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞ കർത്താവ് ഇതാ കാത്തിരിക്കുകയാണ്. ആ കർത്താവിൻ്റെ സ്ഥലത്തിലേക്ക്, സ്നേഹം തന്നെയായ കർത്താവിൻ്റെ സ്ഥലത്തിലേക്ക്, അവിടുത്തെ സ്നേഹവും അവിടുത്തെ കരുണയും അവിടുത്തെ വാത്സല്യവും സ്വീകരിക്കാൻ വേണ്ടി ആഗ്രഹിച്ച് കരങ്ങളൊന്ന് കർത്താവിൻ്റെ സ്ഥലത്തിലേക്ക് ഉയർത്തി യഥാർത്ഥ നിമിഷത്തെ കർത്താവിനെ സ്തുതിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ശരീരത്തിൻ്റെ രോഗങ്ങൾ സമർപ്പിക്കുന്നു, മനസ്സിൻ്റെ ഭാരങ്ങൾ സമർപ്പിക്കുന്നു, ആത്മാവിലെ നിരാശ, ആത്മാവിലെ ഇച്ഛാഭംഗങ്ങൾ, ഇച്ഛിക്കുന്ന പോലെ പ്രവർത്തിക്കാൻ പറ്റാത്ത ഉത്കണ്ഠകൾ, കർത്താവേ എത്ര അധ്വാനിച്ചിട്ടും വിശുദ്ധി വളരാൻ പറ്റാത്തതിന്റെ വേദന ഈശോയെ അവിടുന്ന് കാണണമേ. ഈശോയെ അവിടുത്തെ സ്നേഹത്താൽ നിറയ്ക്കണമേ, അവിടുത്തെ സ്നേഹത്താൽ നിറയ്ക്കണമേ, അവിടുന്ന് സ്പർശിക്കണമേ കർത്താവേ. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് കണ്ണുകൾ അടച്ച് ഒരിക്കലും മറക്കാത്ത സ്നേഹമേ, ഒരിക്കലും മണയാത്ത ദീപമേ, സ്നേഹമേ, സ്നേഹമേ, ഒരിക്കലും മറക്കാത്ത സ്നേഹമേ, ഒരിക്കലും മണയാത്ത ദീപമേ. മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാവുമോ? പുത്രനോട് പെറ്റമ്മ കരുണ കാണിക്കാതിരിക്കുമോ? അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല, അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല എന്ന് പറഞ്ഞ കർത്താവേ, അങ്ങയുടെ സ്നേഹം അനുഭവിക്കുക ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കണമേ. ലോകത്തിൻ്റെ സ്നേഹം തിരസ്കരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആഴിയിൽ കൂടി നടന്നാലും സിംഹക്കുഴയിൽ വീണാലും, ആഴിയിൽ കൂടി നടന്നാലും സിംഹക്കുഴയിൽ വീണാലും തൻ കരം തന്നുയർത്തിടുമേ, തൻ മാർവോടു ചേർത്തിടുമേ, തൻ കരം തന്നുയർത്തിടുമേ, തൻ മാർവോടു ചേർത്തിടുമേ. സ്നേഹമേ, സ്നേഹമേ, ഒരിക്കലും മറക്കാത്ത സ്നേഹമേ, ഒരിക്കലും മണയാത്ത ദീപമേ. ലോകത്തിൻ്റെ വഴിയെ നടന്ന് തനിക്ക് ലഭിച്ച പ്രത്യയശാസ്ത്രത്തിൻ്റെ പിൻബലത്തിൽ ആദിമസഭയെ പീഡിപ്പിക്കാൻ വേണ്ടി നടന്ന സാവൂളിനെ അവിടുത്തെ സ്നേഹത്തിൻ്റെ സ്പർശനത്താൽ കർത്താവെ അവിടുന്ന് പൗലോസാക്കി മാറ്റില്ല. റോമാലേഖനം 8-35 വാക്യം,
ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആർക്കെന്നെ വേർപെടുത്താൻ സാധിക്കുമെന്ന് വളരെ ചങ്കുറപ്പോടെ ആത്മധൈര്യത്തോടെ പറയാൻ ഈശോയുടെ സ്നേഹത്താൽ പിടിക്കപ്പെട്ട, ഈശോയുടെ സ്നേഹത്താൽ നിറഞ്ഞ ഏറ്റവും വലിയ മിഷണറിയാക്കി സഭയെ പിടിപ്പിച്ച സാവൂളിനെ മാറ്റിയില്ലേ കർത്താവേ. അതുപോലെ ഞങ്ങളെ അവിടെ നിന്ന് സ്പർശിക്കണമേ. അവിടുത്തെ സ്നേഹത്തിൻ്റെ സ്പർശനം ഞങ്ങളിലുള്ള സാവൂളിനെയും പൗലോസാക്കി മാറ്റുമല്ലേ കർത്താവേ. കരുണയായിരിക്കണമേ. ആടിയുലയുന്ന പടകിലും എരിയുന്ന തീയിൻ നടുവിലും, ആടിയുലയുന്ന പടകിലും എരിയുന്ന തീയിൻ നടുവിലും തൻ കരുതലിൻ കരം തന്നെന്നെ തന്മാർവോടു ചേർത്തിടുമേ. തൻ കരുതലിൻ കരം തന്നെന്നെ തന്മാർവോടു ചേർത്തിടുമേ. സ്നേഹമേ സ്നേഹമേ ഒരിക്കലും മറക്കാത്ത സ്നേഹമേ, ഒരിക്കലും അണയാത്ത ദീപമേ. ലോകത്തിൻ്റെ വഴിയെ നടന്ന അഗസ്റ്റിൻ പാപത്തിൻ്റെ വഴിയെ നടന്ന് കുടുംബത്തിനും ദേശത്തിനും ശാപമായി മാറിയവൻ കർത്താവിൻ്റെ സ്നേഹം തിരിച്ചറിഞ്ഞപ്പോൾ വലിയ വേദനയോടെ അവൻ ഏറ്റുപറഞ്ഞു, കർത്താവെ അവിടുത്തെ സ്നേഹം തിരിച്ചറിയാൻ, അവിടുത്തെ സ്നേഹം തിരിച്ചറിയാൻ എത്രയോ വൈകിയെന്ന്. വേലക്കാരി പെണ്ണിന് മുമ്പിൽ ആ മനുഷ്യനെ അറിയുകയില്ല എന്ന് തള്ളി പറഞ്ഞ പത്രോസ് കുരിശിൽ തറച്ച് കൊല്ലാൻ വേണ്ടി കൊണ്ടുപോകുമ്പോൾ, എനിക്ക് എൻ്റെ ഗുരുവിനെ പോലെ കുരിശിൽ കിടക്കാൻ യോഗ്യതയില്ല, അതുകൊണ്ട് എൻ്റെ ശിരസ് താഴോട്ടാക്കി കുരിശിൽ തലകീഴാക്കി കുരിശ് തറക്കണമെന്ന് പറയാനും മാത്രം മരണത്തിൻ്റെ മുൻപിലും ധീരത കാണിച്ചവൻ, അത്രത്തോളം ഈശോയെ സ്നേഹിച്ചവൻ. ബലഹീനായ പത്രോസിനെ ശക്തിപ്പെടുത്തി കർത്താവ് ഞങ്ങളുടെ ശരീരത്തിലും മനസ്സിലും ആത്മാവിലുമുള്ള എല്ലാ അവസ്ഥകളും ഞങ്ങളുടെ ശ്രദ്ധയിലേക്ക് സമർപ്പിക്കുകയാണ്. ഒരിക്കൽ കൂടി കർത്താവിൻ്റെ സ്ഥലത്തേക്കും കരങ്ങൾ ഉയർത്താം. ഈശോയുടെ സ്പർശനം, ഈശോയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തും. കരങ്ങൾ ഉയർത്തിൻ്റെ കർത്താവിനെ സ്തുതിക്കുക. ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ, ഇന്ന് ലോകത്തെ അർപ്പിക്കുന്ന എല്ലാ വിശുദ്ധ ബലികളുടെ യോഗ്യതയോട് ചേർത്ത് ഇന്ന് സഭയെ പ്രാർത്ഥിക്കുന്ന എല്ലാ പുണ്യാത്മാക്കളുടെയും ജീവിതത്തോട് ചേർത്ത് സഹനം വഴി കർത്താവിനെ പ്രീതിപ്പെടുന്ന എല്ലാവരുടെയും യോഗ്യതയോട് ചേർത്ത് സഭയുടെ എല്ലാ നന്മയോടും ചേർത്ത് ഞങ്ങളുടെ ജീവിതങ്ങളെ സമർപ്പിക്കുന്നു. ഈശോയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, ഈശോയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് കർത്താവിൻ്റെ കരുണയാൽ ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. യോഹന്നാന സുവിശേഷം 16-ാം അധ്യായം 23-24 വാക്യം ഈശോ പറഞ്ഞു, ഇതുവരെ നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നും തന്നെ ചോദിച്ചിട്ടില്ല, ചോദിക്കുകയും നിങ്ങൾക്ക് ലഭിക്കും, അതുവഴി നിങ്ങൾ സന്തോഷം പൂർണ്ണമാവുകയും ചെയ്യും. ഇന്ന് ഈ കരുണയുടെ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ, കരുണയുടെ തിരുനാളിന് വേണ്ടി ഒരുക്കമായുള്ള ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ, പിതാവേ, ഈശോ ചിന്തിയ രക്തത്തിൻ്റെ യോഗ്യതയാൽ ഞങ്ങളുമേ കരുണയായിരിക്കണമേ, രോഗികളുമേ കരുണയായിരിക്കണമേ, കരുണയുള്ള ദൈവമേ കരുണയായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് യോഗ്യതയായിട്ടൊന്നുമില്ല, ഞങ്ങളുടെ വിശുദ്ധിയില്ല, ഞങ്ങളുടെ പ്രാർത്ഥനയുടെ ആധിക്യമില്ല, ഞങ്ങളുടെ കഠിനാധ്വാനത്തിൻ്റെ ഒന്നും പറയാനില്ല കർത്താവേ. ഞങ്ങളുടെ നികൃഷ്ടാവസ്ഥകളും മാത്രം, ശരീരത്തിലും മനസ്സിലും ആത്മാവിലും ഞങ്ങളുടെ കുടുംബത്തിലും ശുശ്രൂഷ മേഖലയിലൊക്കെ നികൃഷ്ടാവസ്ഥകൾ മാത്രമേ ഉള്ളല്ലേ കർത്താവേ. അവിടുന്ന് എല്ലാം അറിയുന്നല്ലോ, അവിടുന്ന് എല്ലാം അറിയുന്നല്ലേ കർത്താവേ. ഞങ്ങളുടെ നികൃഷ്ടാവസ്ഥകൾ, ഞങ്ങളുടെ ദുർബലതകൾ, ഞങ്ങളുടെ ബലഹീനതകൾ കർത്താവെ അങ്ങയുടെ കരുണയ്ക്കായി സമർപ്പിക്കുന്നു. കുടുംബത്തിൻ്റെ മേൽ, ദേശത്തിൻ്റെ മേൽ, രാഷ്ട്രങ്ങളുടെ മേൽ, പ്രത്യേകിച്ച് നാളുകളിൽ രോഗത്താൽ ക്ലേശിക്കുന്ന സകലരുടെ മേൽ കർത്താവെ കരുണയായിരിക്കണമേ. കരുണയുള്ള ദൈവമേ കനിവ് തോന്നണമേ, പാപിയാണെങ്കിലും അലിവ് തോന്നണമേ. ഹൃദയം നിറയെ എല്ലാവരും പ്രാർത്ഥിക്കട്ടെ. കരുണയുള്ള ദൈവമേ കർത്താവേ കനിവ് തോന്നണമേ, പാപിയാണെങ്കിലും അലിവ് തോന്നണമേ. റോമാലേഖന വചനം പഠിപ്പിക്കുന്നു, മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല,
ദൈവത്തിൻ്റെ ദയയാണ് എല്ലാത്തിൻ്റെ അടിസ്ഥാനം. കർത്താവേ, ഞങ്ങളുടെ ആഗ്രഹങ്ങളും ഞങ്ങളുടെ പ്രാർത്ഥനകളും എല്ലാം അവിടുന്ന് അറിയുന്നു. ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണം. രോഗികളെ സുഖപ്പെടുത്തണം. പാപത്തെ ക്ലേശിക്കുന്നവരെ അവിടുന്ന് വിടുവിക്കണം. മനസ്സിൻ്റെ ഭാരങ്ങൾ കർത്താവെ അവിടുന്ന് ഏറ്റെടുക്കണമേ. ഞങ്ങളെ സഹായിക്കണമേ. അറിയാതെ ചെയ്തൊരു അപരാധമൊക്കെയും മറന്നിടണേ എൻ്റെ കരുണാമയ. വിചാരത്താൽ, വാക്കാൽ, പ്രവൃത്തിയാൽ, ഉപേക്ഷയാൽ ചെയ്തൊരു ഒത്തിരിയേറെ അകൃത്യങ്ങൾ കർത്താവേ അപരാധമൊക്കെയും മറന്നിടണേ എൻ്റെ കരുണാമയ. കരുണ ചൊരിയണമേ കർത്താവേ. വീഴാതെ എന്നെ നീ കാത്തിടണേ എൻ്റെ സ്നേഹതാതാ. കാത്തിടണേ എൻ്റെ സ്നേഹതാതാ. കരുണയുള്ള ദൈവമേ, കനിവ് തോന്നണമേ. പാപിയാണെങ്കിലും അലിവ് തോന്നണമേ. പിതാവേ, ഞങ്ങളുടെ പാപങ്ങൾ വലുതാണ് ഞങ്ങൾ അറിയുന്നു. എങ്കിലും ഞങ്ങളുടെ കാരുണ്യം അതിനേക്കാൾ വലുതാണല്ലോ. ഞങ്ങളുടെ പാപങ്ങൾ കണക്കിലെടുക്കുമ്പോൾ അവയ്ക്ക് വേണ്ടിയുള്ള ഞങ്ങളുടെ പ്രിയപുത്രന്റെ പരിഹാര ബലിയെ ഗൗനിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ കർത്താവിലേക്ക് നമുക്ക് ഉയർത്തിപ്പിടിക്കാം. വ്യക്തി ജീവിതത്തിലെ കുറവുകൾ, കുടുംബത്തിലെ കുറവുകൾ, ഇടവക സമൂഹത്തിലെ, സഭാ സമൂഹത്തിലെ കുറവുകൾ എല്ലാം ഈശോയുടെ സന്നിധിയിലേക്ക് സമർപ്പിക്കുക. വിശുദ്ധ മരിയമ്മ ഈശോ പറഞ്ഞില്ലേ, നിന്റെ നികൃഷ്ടാവസ്ഥ അത് നീ എനിക്ക് സമർപ്പിക്കുക. കർത്താവേ, ഞങ്ങളുടെ ശരീരത്തിലോ മനസ്സിലോ ആത്മാവിലോ എല്ലാ നികൃഷ്ടാവസ്ഥയും ഞങ്ങൾ സമർപ്പിക്കുന്നു. കരുണയായിരിക്കണമേ. പ്രത്യേകിച്ച് കർത്താവേ, ഞങ്ങൾ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ലോകരാഷ്ട്രങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ മാരകമായ പകർച്ചവ്യാധികളാൽ ഞങ്ങൾ കഷ്ടപ്പെടുവാൻ, ക്ലേശിക്കുവാൻ കാരണമാകുന്ന എന്തെങ്കിലും തിന്മയുണ്ടെങ്കിൽ ഞങ്ങളുടെ പ്രാർത്ഥന കൊണ്ടല്ല, ഈശോയുടെ ബലിയുടെ യോഗ്യതയാൽ, ഈശോയുടെ രക്തത്തിന്റെ യോഗ്യതയാൽ കരുണയായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യോഹന്നാൻ 16:23-24 വാക്യത്തിന്റെ യോഗ്യതയാൽ ഈശോയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. പിതാവേ, കരുണയായിരിക്കണമേ, 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 കരുണയായിരിക്കണമേ കർത്താവേ. ഈശോയെ, ഈശോയെ, കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് കണ്ണുകടച്ച് ഈശോ ചിന്തിയ രക്തത്തെ ഓർത്ത് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ട് എല്ലാവരെയും അനുഗ്രഹിക്കണമേ കർത്താവേ. എല്ലാ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമേ കർത്താവേ. ഈ ശുശ്രൂഷ ടെലികാസ്റ്റ് ഷെക്കീന ചാനലിനെയും ഇതിനോട് അധ്വാനിക്കുന്ന സകലരെയും ഈ ശുശ്രൂഷയെ സഹായിക്കുന്നവരെല്ലാം അവിടുന്ന് അനുഗ്രഹിക്കണമേ കർത്താവേ. സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സഭാ നേതൃത്വങ്ങളെ സമർപ്പിക്കുന്നു, അനുഗ്രഹിക്കണമേ കർത്താവേ. കരുണയുടെ തിരുനാളിനുള്ള ഏറ്റവും അടുത്ത ഒരുക്കത്തിലായി ഞങ്ങളെ കർത്താവെ സഹായിക്കണമേ. അവിടുന്ന് ഞങ്ങൾ ഒരുക്കണമേ. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ പരിശുദ്ധ അമ്മയിലൂടെ ഒരുക്കിയതുപോലെ കർത്താവെ ഞങ്ങളെ ഒരുക്കാൻ പരിശുദ്ധ അമ്മയെ അയക്കണമേ. സകല വിശുദ്ധരെ അയക്കണമേ. കരുണയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോ ചിന്തിയ രക്തത്തെ ഓർത്ത് ഒരു കോടി കരങ്ങൾ ഉയർത്തി കർത്താവിന്റെ കരുണയിൽ നമ്മൾ അതിനെ സമർപ്പിച്ച് സ്തുതിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയേ, പിതാവേ, ഈശോയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, ഈശോയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, ഈശോയുടെ തിരുത്തുന്ന യോഗ്യതയാ പ്രാർത്ഥിക്കുന്നു. ഈ വചന ശുശ്രൂഷ പങ്കെടുത്ത സകലരെയോ, ഈ കരുണയുടെ ശുശ്രൂഷ പങ്കെടുത്ത സകലരെ അനുഗ്രഹിക്കണമേ. ഇതിനോട് അധ്വാനിക്കുന്ന അനുഗ്രഹിക്കണമേ. യേശു നാമത്തിൽ അത്ഭുതം സംഭവിക്കട്ടെ, യേശു നാമത്തിൽ അടയാളങ്ങൾ സംഭവിക്കട്ടെ, യേശു നാമത്തിൽ രോഗശാന്തി സംഭവിക്കട്ടെ, യേശു നാമത്തിൽ അഭിഷേകം വ്യാപരിക്കട്ടെ, യേശു നാമത്തിൽ മാരകമായ വ്യാധികൾ ഞങ്ങളെ വിട്ടുമാറിപ്പോകട്ടെ, യേശുവിന്റെ നാമത്തിൽ പകർച്ചവ്യാധികൾ മോചനം പ്രാപിക്കട്ടെ, യേശുവിന്റെ രക്തത്താൽ ഞങ്ങൾ വിടുതൽ പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയേ, 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 ഈശോയേ,
ഈശോയുടെ രക്തത്തിന്റെ യോഗ്യതയാൽ ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ കർത്താവേ. ആബാ പിതാവേ കനിയേണമേ. ഈശോ ചിന്തിയ രക്തത്തെ ഓർത്ത് ആബാ പിതാവേ കനിയേണമേ. കണ്ണുകടച്ച് കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് പിതാവേ കനിയേണമേ. കനിയണമേ കർത്താവേ, കനിയണമേ കർത്താവേ. ആബാ പിതാവേ കനിയേണമേ. ഈശോ ചിന്തിയ രക്തത്തെ ഓർത്ത് ഈശോ ചിന്തിയ രക്തത്തെ ഓർത്ത് ആബാ പിതാവേ കനിയേണമേ. പാപങ്ങൾ ശാപങ്ങൾ നീക്കണേ ദൈവമേ. തിരുസുതരക്തത്താൽ കഴുകണമേ. തിരുസുതരക്തത്താൽ കഴുകണമേ. പരിശുദ്ധ അമ്മേ, ഈ മണിക്കൂർ വന്ന എല്ലാ കുറവുകളും പരിഹരിച്ച് ഈ ശുശ്രൂഷ ഈശോയുടെ നാമത്തിൻ്റെ മഹത്വത്തിനായി അനേകാര്യങ്ങളുടെ അനുഗ്രഹത്തിനായി മാറ്റണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു. അങ്ങയുടെ തരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തമ്പുരാനുടെ അപേക്ഷകളോടമേ. ആമേ. ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ.